ഇമാം യസീദാണ് പിന്നെ അടുത്ത ഖലീഫ. യസീദിനെ എല്ലാവരും ബയ്യത്ത് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ബയ്യത്ത് ചെയ്യണം, അടിയന്തരമായിട്ട് ഇപ്പോൾ തന്നെ ബയ്യത്ത് ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഇമാം ഹുസൈൻ പറഞ്ഞു അങ്ങനെ ബയ്യത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒന്നാമത് ബയ്യത്ത് എന്ന് പറഞ്ഞൊരു സാധനം രാത്രി ഒരാളുടെ വീട്ടിൽ വെച്ചിട്ട് സ്വകാര്യ ചടങ്ങിൽ വെച്ച് രണ്ടാൾ കൂടി സ്വകാര്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. യസീദിന് വേണ്ടത് എൻ്റെ തലയാണ്, എൻ്റെ ജീവൻ ആണ് യസീദിന് ആവശ്യം. അത് ആവശ്യമാണ്. അവർ വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറല്ല. നമ്മളും വിട്ടുവീഴ്ചയ്ക്ക് നമ്മളും തയ്യാറല്ല. ബയ്യത്ത് കൊടുക്കാൻ നമ്മളും തയ്യാറല്ല. തല വേണമെന്നുള്ള കാര്യത്തിൽ അയാളും തയ്യാറല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പോകാൻ വാങ്ങിക്കാം, നീ ഇപ്പോൾ പോയിട്ട് ഹുസൈൻ്റെ തലയർത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ 1-2 പ്രാവശ്യം ശ്രമിച്ചിട്ട് ഇയാൾക്ക് നടന്നില്ല. പിന്നെ സുജൂദിലായ സമയത്ത് ഇയാൾ പിന്നെ മറിച്ചിട്ടിട്ട് നെഞ്ഞത്ത് കയറി ഇരുന്നിട്ട് തല അറുത്തിട്ട് ഈ തല മുറിച്ചെടുത്തിട്ട് ഇവർ കൊണ്ടുപോയി. അങ്ങനെ ഈ സംഭവങ്ങൾ ആണുങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളെയും തീർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇവർ ഈ കുട്ടികളുടെയും ഇവരെ ഇരിക്കുന്ന ടെൻറ്റുകളുടെ നേരെ ചെന്ന് ഹുസൈൻ്റെ മോള് സെക്കീനെ എനിക്ക് അടിമയാക്കി തന്നേക്ക്, ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ അടിമയായിട്ട് നിന്നതിന് എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഇതായിരിക്കും, അത് അടിമയാക്കി തന്നേക്ക് എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു അന്തരീക്ഷമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇയാളത് പറയുകയും ചെയ്തു. അപ്പം യസീദ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എന്നാൽ എടുത്തോ എന്ന് പറയുകയും ചെയ്തു. എന്നാൽ അതാ നിൽക്കുന്നതാ പിടിച്ചോ എന്ന് പറയുകയും ചെയ്തു. അപ്പോഴത്തേക്ക് സൈനബ ബീവി പിന്നെ മുന്നോട്ട് അടിയോടെ ഭയങ്കര ശബ്ദത്തിൽ അവർ പറഞ്ഞു, നബീൻ്റെ പേരക്കുട്ടികളൊക്കെ അടിമയാക്കാൻ മാത്രമൊക്കെ അത്രയ്ക്കൊക്കെ ധൈര്യമുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇമാം അലി ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ജനങ്ങൾ മുഴുവനും തീരുമാനിച്ചിട്ട് ജനങ്ങൾ മുഴുവനും ചെന്ന് പറഞ്ഞിട്ട് അലി ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെടുകയും ഖലീഫ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തിട്ട് പോലും അന്നത്തെ ഇസ്ലാമിക ലോകത്തെ ഇസ്ലാമിക ഭരണ സംവിധാനം അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രീയം, ഇസ്ലാമിക ലോകം എന്നൊക്കെ പറയുന്നതിൽ വളരെ പ്രബലമായ ഒരു സംഘം ആളുകൾ അദ്ദേഹത്തെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അംഗീകരിക്കില്ല എന്ന് തന്നെ പറയുകയും മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഘട്ടം ഉണ്ടായി. അപ്പം അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോൾ പിന്നെ ഈ ഒരു ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയിട്ടും ഇസ്ലാമിക ലോകം വിശാലമായി കഴിഞ്ഞതുമാണ്, വിശാലമായിക്കൊണ്ടിരിക്കുക. ജസീറത്തുൽ അറബിൽ മാത്രമല്ല, അവിടുന്ന് പുറത്തേക്കൊക്കെ പോയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയിട്ടും പിന്നെ മദീനയിലടക്കമുള്ള ചില ക്രമസമാധാന പ്രശ്നങ്ങളുടെ പിന്നെ കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടും ഇമാം അലിയും കുടുംബം അടക്കം മദീനയിൽ നിന്ന് കൂഫയിലേക്ക് താമസം മാറുന്നുണ്ട്. കൂഫയിൽ വെച്ചിട്ടാണ് പിന്നീട് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. കൂഫയിൽ വെച്ചിട്ട് അദ്ദേഹം കുത്തേറ്റിട്ട് മരിക്കുന്നു. ഒരു റമളാൻ മാസം 20-ന് കൊല്ലപ്പെടുന്നു. മരണം കഴിഞ്ഞ ഉടനെ തന്നെ അപ്പോഴത്തേക്ക് ശരിക്കും ഇസ്ലാമിക ലോകം രണ്ടാണ്, എല്ലാവർക്കും അറിയാം. ഇപ്പം മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇസ്ലാമിക ലോകം ഒന്ന് രണ്ടാണ്. ഇമാം പിന്നെ കൂഫ കേന്ദ്രീകരിച്ചിട്ട് ഇമാം അലിയുണ്ട്. ഇമാം അലിയെ അംഗീകരിക്കുന്നവരും ഇമാം അലിയെ അംഗീകരിക്കാതെ പിന്നെ ഈ ഉസ്മാൻ്റെ കാലം വരെ ഉമറിൻ്റെ കാലത്ത്, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തും ഉസ്മാൻ ഖലീഫാൻ്റെ കാലത്തും സിറിയയിലെ എന്ന് പറഞ്ഞാൽ ഷാമിലെ ഗവർണറായിരുന്ന മുആവിയെ അദ്ദേഹം പിന്നീട് ഖലീഫയാണ്, 5ാമത്തെ ഖലീഫയാണെന്നും ചിലരൊക്കെ അദ്ദേഹം 1ാമത്തെ രാജാവാണെന്നും പറയുന്ന അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരും എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക ലോകം രണ്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇമാം അലി കൊല്ലപ്പെടുന്നു. ഇമാം കൊല്ലപ്പെട്ട ഉടൻ തന്നെ കൂഫയിലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ ഇമാം ഹസ്സനെ ബയ്യത്ത് ചെയ്യുന്നു. ഇമാം ഹസ്സനാണ് നേതാവ് എന്ന് പ്രഖ്യാപിക്കുകയും ഇമാം ഹസ്സനെ ബയ്യത്ത് ചെയ്യുകയും ചെയ്തു. പിന്നെ ഇസ്ലാമിക ലോകം ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ടായി തന്നെ പിന്നെയും തുടരുന്നു. ഇമാം ഹസ്സൻ്റെ ആളുകൾ അല്ലെങ്കിൽ മുആവിയ അംഗീകരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക ലോകം രണ്ടായി നിൽക്കുന്നു. ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട്, ഏതാണ്ട് ഒരു വർഷം എന്നൊക്കെ പറയാം, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇമാം ഹസ്സൻ വളരെ പെട്ടെന്ന് പിന്മാറും. ഞാനൊരു തർക്കത്തിനില്ല, രാഷ്ട്രീയമായൊരു തർക്കത്തിനില്ല, അധികാരത്തിൻ്റെ പേരിലൊരു തർക്കത്തിന് ഞാനില്ല എന്നും, ഞാൻ കാരണം ഈ മുസ്ലിം സമുദായം ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്നതും ഇതിൻ്റെ പേരിൽ ഇനിയും രക്തപ്പുഴകൾ ഉണ്ടാകുന്നതും പിന്നെ എനിക്കിഷ്ടമില്ല, ഞാനതിനില്ല, ഞാൻ പിന്മാറുകയാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അദ്ദേഹം പിന്മാറും. അപ്പോൾ അതിൽ 2 തരത്തിൽ പറയുന്ന ആളുകളുണ്ട്. അത് എന്തിനാണ് പിന്നെ ഹസ്സൻ പിന്മാറിയതെന്ന് അറിയില്ല എന്നും, ഹസ്സൻ എന്തിന് പിന്മാറാനുള്ള കാരണമോ അല്ലെങ്കിൽ പിന്മാറാനുള്ള കരാറുകളോ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് അദ്ദേഹം ആരോട് പറഞ്ഞിട്ടില്ലെന്നും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ കരാറുണ്ടായിരുന്നു, മുആവിയയുമായിട്ട് കരാറുണ്ടായിരുന്നു. ആ കരാർ അനുസരിച്ചിട്ട് ഈ മുആവിയയുടെ കാലശേഷം മുആവിയ ഇങ്ങനെ ഹെറിഡിറ്ററി ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ മുആവിയ സ്വന്തം പിന്നെ തീരുമാനപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരമോ സ്വന്തം താല്പര്യപ്രകാരമോ അടുത്ത ഭരണാധികാരിയെ തിരഞ്ഞെടുക്കരുത്. പകരം അതൊരു ജനങ്ങളുടെ പിന്നെ ശൂറ കൂടിയിട്ട് ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ട് ഒന്നുകിൽ അവർ തിരഞ്ഞെടുക്കുക. അതിന് കഴിയുന്നില്ലെങ്കിൽ അന്ന് മുആവിയയ്ക്ക് ശേഷം ഈ അധികാരം മുആവിയയ്ക്ക് ശേഷം ഈ പദവി, ഈ സ്ഥാനം ഇത്
ഹസൻ ഉണ്ടെങ്കിൽ ഹസന്, അല്ലെങ്കിൽ ഹസൻ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഹസൻ്റെ അനുജൻ ഇമാം ഹുസൈന് അവർക്ക് തിരിച്ചു കൊടുക്കുക, അവർ തീരുമാനിക്കട്ടെ എന്നൊരു കരാറുണ്ടായിരുന്നു എന്ന് പറയും. ഏതായാലും ഇമാം ഹസനും ഇങ്ങനെ പിന്മാറി കഴിഞ്ഞ ശേഷം, ഈ സ്ഥാനത്ത് നിന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറി കഴിഞ്ഞ ശേഷം ഈ കുടുംബം, ഈ പിന്നെ അലിയാർ തങ്ങളുടെയും ഫാത്തിമ ബീവിയുടെയും മക്കളായിട്ടുള്ള ഈ ബാക്കി കുടുംബം മുഴുവൻ അവർ പിന്നെ കൂഫയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അവർ മദീനയിൽ തന്നെ താമസമാക്കും. അപ്പോൾ മദീനയിൽ താമസമാക്കുമ്പോൾ ഇമാം ഹസൻ പിന്നീട് കൃത്യമായിട്ട് പറയുന്നത്, ഞാൻ അത്തരം കാര്യങ്ങളിലേക്കില്ല, പിന്നെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, പിന്നെ അപ്പോൾ സ്വന്തം നിലക്ക് ഉള്ള ഇത്തരം കാര്യങ്ങൾ നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പർ പിന്മാറും. അത് പിന്നെ ആളുകൾക്കൊക്കെ അറിയാമായിരുന്നു. പിന്നീട് എന്തായിരുന്നു ഇമാം ഹസൻ ചെയ്തതെന്ന് ആർക്കും അന്നൊന്നും അറിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് എല്ലാവർക്കും അറിഞ്ഞത്. മരണത്തിന് ശേഷം ഒന്നാമത് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ് കണ്ടത്, രണ്ട് ഭാഗത്തും ഇങ്ങനെ സാധനങ്ങൾ ഏറ്റിക്കൊണ്ടുപോയിരുന്ന പിന്നെ പാടുണ്ടായിരുന്നു രണ്ട് തോളിലും. രണ്ട് അദ്ദേഹം മരിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതലാണ് മദീനയിൽ പല പ്രദേശത്തും പല വീടുകൾക്കും പിന്നെ പട്ടിണി കിടക്കുകയും വളരെ ഇതായിട്ട് നിൽക്കുകയും പരസഹായം കൊണ്ട് മാത്രം ജീവിക്കുകയും ചെയ്യുന്ന പല വീടുകൾക്കും പല വീടുകളും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീട്ടിൻ്റെ മുന്നിൽ പല സാധനങ്ങളും കാണുമായിരുന്നു. പിന്നെ ഗോതമ്പായിട്ടും ഭക്ഷണ സാധനങ്ങളായിട്ടും ഭക്ഷണം ഉണ്ടാക്കാനുള്ള ധാന്യവും സാധനങ്ങളായിട്ട് പലതും ആരും കൊണ്ടുവച്ചു എന്ന് പറയാത്ത ഒരുപാട് സാധനങ്ങൾ, ഇത്തരം സാധനങ്ങളൊക്കെ കിട്ടാതാവുകയും അതേസമയത്ത് ഇമാമിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരീരം എടുത്തപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് ചെയ്തിരുന്നത് ഇമാമാണ്. അങ്ങനെ പിന്നെ അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം പിന്നെ ആളുകൾക്ക് ഇങ്ങനെ ഈ പാരമ്പര്യം പിന്തുടരുകയും പാരമ്പര്യതാകം ചെയ്യുന്ന ആളുകൾക്കും ആ കുടുംബത്തിനും ഒക്കെ പിന്നീട് അത്താണിയും പിന്നീട് അവരുടെ നേതാവുമായിട്ടുള്ളത് ഇമാം ഹുസൈനാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു പരസ്യമായ രാഷ്ട്രീയത്തിനും സംഗതികൾക്കും ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു സംഭവം, ഈ ദമസ്കസ് കേന്ദ്രീകരിച്ചിട്ടാണ് മുആവിയയുടെ നേതൃത്വത്തിലാണ് ഭരണം നടക്കുന്നത്. മുആവിയ ഒരു ഘട്ടത്തിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുആവിയ തൻ്റെ മകനായ യസീദിനെ അടുത്ത പിന്നെ എന്താ പറയുക, നമ്മൾ ഇപ്പോഴൊക്കെ പറയൽ അറബ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ പറയൽ ക്രൗൺ പ്രിൻസസ് എന്നൊക്കെയാണ്, അടുത്ത പിന്നെ ഭരണാധികാരിയായി രാജകുമാരനായി പ്രിൻസായി പ്രഖ്യാപിക്കാൻ ആലോചിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം സുഹൃത്തുക്കളും സ്വന്തം പിന്നെ അനുചരന്മാരും അല്ല ഉപദേശം കൊടുക്കുന്ന ആളുകളോടുമാണ് ആദ്യം ആലോചിക്കുന്നത് പിന്നെ പ്രഖ്യാപിക്കുക യസീദിനെ. അന്ന് പല ആളുകളെന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് കർബലയിൽ ഈ ഇതൊക്കെയും കാട്ടിക്കൂട്ടിയിട്ടുള്ള പിന്നെ സിയാദ് അടക്കമുള്ള ആളുകൾ അന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം ആ മനുഷ്യനോടൊന്ന് മര്യാദയ്ക്ക് ജീവിക്കാൻ പറയാം, പിന്നെ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കാവുന്ന തരത്തിൽ ഒരു പിന്നെ വെറും ഒരു രാജാവല്ലല്ലോ, ഭരണാധികാരിയല്ലല്ലോ, ഖലീഫ അമീറുൽ മോമിനീൻ എന്നൊക്കെയാണ് നാളെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഖലീഫ എന്നും അമീറുൽ മോമിനീൻ എന്നും മുസ്ലിങ്ങളുടെ നേതാവെന്നൊക്കെ പറയാവുന്ന തരത്തിലൊന്ന് ജീവിക്കാൻ പറയാം. എന്നിട്ട് നമുക്കത് മനുഷ്യരോട് പറയാൻ പോലും പറ്റില്ല. എന്നിട്ട് അങ്ങനെ പറഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് അത് ആ ഒരു തരത്തിലേക്ക് അയാൾ മാറാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അപ്പോൾ ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായി. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു കാലത്ത് പിന്നെ മുആവിയ നേരിട്ടിട്ട് ഇവർക്കൊക്കെയും അദ്ദേഹത്തിന് പിന്തുണ, ഈ മകൻ യസീദിന് പിന്തുണ സംഘടിപ്പിച്ചു കൊടുക്കാൻ, ബൈഅത്ത് എന്ന് പറയാം, ഒരു കാലത്തുള്ളൊരു ടെർമിനോളജിയും ഇതുമനുസരിച്ചിട്ട് ബൈഅത്ത് എന്ന് പറഞ്ഞാൽ വോട്ട് എന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു സംഗതി തന്നെ, അനുസരണ പ്രതിജ്ഞ അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപനം എന്നൊക്കെ പറയുന്ന ബൈഅത്ത് സംഘടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നേരിട്ട് ഇറങ്ങുന്ന ഒരു വസ്തുത, അന്ന് ഇറങ്ങിയിട്ട് എന്താണ് ഉണ്ടായത് എന്നുള്ള പറയുന്ന ഒരു കാര്യം ഈ മൗലാന അബുൽ അലാ മൗദൂദി അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തും രാജവാഴ്ചയും എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ പല പ്രദേശത്തും, ഇപ്പം മദീനയിലൊക്കെ ആണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട പല പിന്നെ സഹാബിമാരുടെയും മക്കൾ, പല സഹാബിമാരും പലപ്പോഴും അവരുടെയൊക്കെ മക്കൾ, ഇപ്പം ഇബ്നു സുബൈർ, ഇബ്നു അബ്ബാസ് എന്നൊക്കെ പറയുന്ന പല ആളുകളും ഇതിനെ പിന്തുണക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു. ഹുസൈൻ മാത്രമല്ല, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ മുആവിയ നേരിട്ട് വരുന്നു. മുആവിയ മദീനയിൽ ആദ്യം വന്നിട്ട് ഈ പറയുന്ന തരം ആളുകളെ, ഇപ്പം ഇബ്നു സുബൈർ, ഇബ്നു അലി എന്ന് പറഞ്ഞാൽ ഹുസൈൻ അടക്കമുള്ള ആൾക്കാരെ ആദ്യം മക്കയിലേക്ക് പറഞ്ഞയക്കുന്നു. മക്കയിലും അങ്ങനെ നിലപാടെടുത്ത് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. ഇവരെയൊക്കെ അടക്കം ആദ്യം മക്കയിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ മക്ക ടൗണിൽ നിന്ന് കുറച്ചപ്പുറത്തേക്ക് മാറ്റിയിട്ട് അവിടെ ഒരു ടെൻറ്റ് കെട്ടിയിട്ട് ടെൻറ്റിലാക്കുന്നു. അതിനുശേഷം രാത്രി ഈ മുആവിയ ചെല്ലുന്നു. ഈ ഇരിക്കുന്ന 5 ആളുകളാണുള്ളത്, ഈ വളരെ പ്രധാനപ്പെട്ട 5 ആളുകൾ, ഈ പിന്നെ ഇബ്നു അബ്ബാസ്, ഈ ഇബ്നു സുബൈർ അടക്കമുള്ള 5 ആളുകൾ. ഈ 5 ആളുകൾക്കും പിന്നിൽ വാളും കൊടുത്ത് വേറെ ആൾക്കാരെ നിർത്തുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ഇവരോട് സംസാരിക്കാൻ പോവുകയാണ്, അപ്പോൾ ഇവരതിന് എന്ത് മറുപടി പറഞ്ഞാലും പിന്നെ
അവർ ശബ്ദം പുറത്തേക്ക് വരരുത്, അവർ അനുകൂലമായിട്ട് പറഞ്ഞാലും അവരെതിരായിട്ട് പറഞ്ഞാലും അവരുടെ ശബ്ദം പുറത്തേക്ക് വരരുത് എന്നും പറഞ്ഞിട്ട് അവരെ അവിടെ ഇരുത്തിയിട്ട് അവരോട് നിങ്ങൾ പിന്തുണ നന്നായിട്ട് കണക്കാക്കുന്നു എന്നും പറഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് വരിക. അങ്ങനെ പിന്നെ ഇയാൾ ഇത് പ്രഖ്യാപിക്കുകയാണ്. ഇവരും ഒക്കെയും പിന്നെ ഇയാളെ ഇതാക്കിയിട്ടുണ്ട്. ഈ എന്താണ് പിന്നെ മകനെ ഈ യസീദിന് ബയ്യത്ത് കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടൊക്കെ അങ്ങനത്തെയൊക്കെ ഒരുപാട് സംഭവങ്ങളുടെയൊക്കെ ശേഷം കുറച്ചുകൂടി കാലം ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇമാം ഹസൻ അതിൻ്റെ ഇടയ്ക്ക് മരണപ്പെട്ടു പോകുന്നുണ്ട്, രക്തസാക്ഷിയാവുന്നുണ്ട്. ഇമാം ഹസൻ വിഷം തീണ്ടിയിട്ടാണ് മരിക്കുന്നത്. ഇമാം ഹസന് തേൻ ചേർത്ത വെള്ളത്തിൽ വിഷവും കൂടെ ചേർത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യയായിരുന്ന ജഅദ എന്നു പേരുള്ള ഒരു സ്ത്രീയാണ് ഈ വിഷം കൊടുത്തിട്ട് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അപ്പം അത് വിഷത്തെ പറ്റിയൊക്കെ വളരെ വിശദമായ ഇതുകളൊക്കെ ചരിത്രത്തിലൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ റോമ സാമ്രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ നമ്മൾ മെർക്കുറി എന്നൊക്കെ പറയുന്ന രസം എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള അക്കാലത്തുള്ള വളരെ പ്രൊഫഷണലായിട്ട് രാഷ്ട്രീയത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിഷം തന്നെയാണ്. വിഷം കൊണ്ടുവന്നിട്ട് ഇത് കൊടുത്തിട്ട് അത് കഴിച്ച ഉടൻ തന്നെ മിനിറ്റുകൾക്കകം ശരീരത്തിലെ ആന്തരാവയവങ്ങൾ മുഴുവൻ നശിക്കുകയും പിന്നീട് കടുത്ത വേദനയിൽ മൂപ്പര് കരയുമ്പം തൊട്ടടുത്ത മുറിയുന്ന ഹുസൈനാണ് ആദ്യം, അനുജൻ ഹുസൈൻ തങ്ങളാണ് ആദ്യം ഓടിയെത്തുന്നത്. അദ്ദേഹം വന്നിട്ട് ഇത് എന്താണ് സംഭവിച്ചത് എന്നറിയിച്ചപ്പോൾ ഇതാണ് വിഷമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആരാണ് തന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് പറയുന്നില്ല. ആരാണെങ്കിലും നീ ഒന്നും ചെയ്യേണ്ട, അത് എന്താണെങ്കിലും അവർക്കുള്ള പ്രതിഫലം പടച്ചവൻ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് വെളിപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞു. കാരണം ഇത് വെളിപ്പെടുത്തിയാലുള്ള പ്രശ്നം ആ രീതി അനുസരിച്ചിട്ട് പിന്നെ പകരം ചെയ്യലുണ്ടല്ലോ, മരണത്തിന് പകരം ചെയ്യാന്നൊരു. അപ്പം അങ്ങനത്തെ ഒരു സംഗതി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഹസൻ തങ്ങൾ അവിടുന്ന് നീ ഒന്നും ചെയ്യേണ്ട, അത് അവർക്കുള്ളത് പടച്ചവൻ കൊടുത്തോളും എന്ന് പറഞ്ഞിട്ടത് മാറിയിരിക്കുകയും പിന്നീടാണ് മനസ്സിലാവുന്നത് ഇത് ജയദയാണ് ചെയ്തത്. അത് മുആവിയയുമായിട്ടുള്ളൊരു ധാരണ അല്ലെങ്കിൽ അവർക്കുള്ള ഒരു പ്രലോഭനമായിരുന്നു. ഒന്ന്, 2 ലക്ഷം ദിനാർ അവർക്ക് പ്രതിഫലമായിട്ട് കൊടുക്കാം. 2, അവരുടെ മകൻ ഇയാളുടെ മകൻ യസീദിന് ഇവരെ കല്യാണം കഴിച്ചും കൊടുക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഇവർ ഈ കൊലപാതകം നടത്തി ഇവർ ചെന്ന ഉടനെ തന്നെ ഈ ദിനാർ കൊടുക്കാമെന്ന് പറഞ്ഞത് അപ്പം തന്നെ കൊടുത്തു. കല്യാണത്തിൻ്റെ കാര്യം അയാൾ പറഞ്ഞത് അങ്ങനെയൊക്കെ. പിന്നെ നബിയുടെ പേരക്കുട്ടിയും പിന്നെ ഇത്രയും ആൾക്കാർ പിന്നെ ബഹുമാനിക്കുന്ന ആളുമായി ഇമാം ഹസനെ ഇങ്ങനെ കൊന്ന നീ എൻ്റെ മോനെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് കല്യാണം ഇല്ല എന്ന് മാത്രം പറഞ്ഞു. അതോടുകൂടിയാണ് ഈ സ്ത്രീക്ക് സംഗതി കൊണ്ട് പുറത്ത് പറയേണ്ടി വരികയും ഇങ്ങനെ ഇതാകുന്നത്. ഇങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലം ഇതിനുണ്ടെന്ന് പറയാം. ഈ ഇതൊക്കെ കഴിഞ്ഞതിനും ശേഷമാണ് ഒരു ദിവസം കുറച്ച് കാലത്തിന് ശേഷം ഈ മുആവിയ കൊല്ലപ്പെടുന്നു. മുആവിയ കൊല്ലപ്പെട്ട് കഴിഞ്ഞ 1-2 ദിവസം രാത്രിക്കകം തന്നെ ഇവിടെ വിവരങ്ങളൊക്കെയും ഇവിടെ എത്തുന്നു. പിന്നെ മദീനയിൽ മുആവിയ കൊല്ലപ്പെട്ടു. അപ്പോൾ മുആവിയ മരിച്ച വിവരം പിന്നെ രാഷ്ട്രത്തിൻ്റെ തലവനായ ഇമാം മുആവിയ മരിച്ച വിവരം മദീനയിലെത്തിയ അന്നു രാത്രി തന്നെ മദീനയിലെ ഗവർണർ വലീദ് എന്ന് പറയുന്ന ആളാണ്. ഗവർണർ വലീദ് രാത്രി തന്നെ ഹുസൈൻ തങ്ങളെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു. അപ്പം ഹുസൈൻ തങ്ങൾ ചില സുഹൃത്തുക്കളും കൂടെ നിൽക്കുന്ന ചില ആൾക്കാരെല്ലാം കൂടെ ഇത് എന്തിനായിരിക്കും ഇവർ രാത്രി വിളിക്കുന്നത് എന്ന് പറഞ്ഞു പോയപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു അത് അവരെ തമ്മിലുള്ള ഹസൻ തങ്ങളായിട്ടുള്ള കരാറുണ്ടല്ലോ, അപ്പോൾ മുആവിയ മരിച്ചുകൊണ്ട് ഭരണം നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും, അതുകൊണ്ടായിരിക്കും അതിന് വേണ്ടി വിളിപ്പിക്കുക. എന്താണെങ്കിലും നമുക്കിപ്പോൾ പോകണ്ട, രാവിലെ പോവാം എന്നുള്ളതിൽ അവസാനം അവർ പിന്നെയും ഈ ഗവർണറുടെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് നിർബന്ധമായിട്ട് വിളിച്ചപ്പോൾ പിന്നെ ഹുസൈൻ തങ്ങൾ പോയി. കൂടെ കുറച്ച് സഹപ്രവർത്തകരും കുറച്ച് അനുചരന്മാരും കൂടെയുണ്ട്. അവർ പോയി. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ വീട്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ മുപ്പര് പറഞ്ഞ് ഞാൻ അകത്തേക്ക് പോവാം, പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ബഹളം ഉണ്ടാവും, പിന്നെ ഒച്ച ഉണ്ടാവും, അപ്പം നിങ്ങൾ വന്നാൽ മതി, പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് ഹുസൈൻ തങ്ങൾ പോകുന്നു. അപ്പോൾ ഹുസൈൻ തങ്ങൾ ചെന്നപ്പം ഈ മദീനയിലെ മുആവിയയുടെ പിന്നെ യസീദിൻ്റെ അവരുടെ ഗവൺമെൻറ്റിൻ്റെ മദീനയിലെ ഗവർണർ വലീദ് പറയുന്നത് പിന്നെ ഇമാം യസീദാണ് പിന്നെ അടുത്ത ഖലീഫ, യസീദിനെ എല്ലാവരും ബയ്യത്ത് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ബയ്യത്ത് ചെയ്യണം, അടിയന്തരമായിട്ട് ഇപ്പോൾ തന്നെ ബയ്യത്ത് ചെയ്യണം എന്ന് പറയാം. അപ്പോൾ ഇമാം ഹുസൈൻ പറഞ്ഞു അങ്ങനെ ബയ്യത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒന്നാമത് ബയ്യത്ത് എന്ന് പറഞ്ഞൊരു സാധനം രാത്രി ഒരാളുടെ വീട്ടിൽ വെച്ചിട്ട് സ്വകാര്യ ചടങ്ങിൽ വെച്ച് 2 ആൾ കൂടി സ്വകാര്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ. നമുക്ക് നാളെ പള്ളിയിൽ വെച്ച് പരസ്യമായിട്ട് സംസാരിക്കാം, അങ്ങനെയല്ല അതിൻ്റെ ഒരു രീതി. ബയ്യത്ത് ചെയ്യുന്നത് ഇപ്പം ഒരു പുതിയൊരു രാഷ്ട്ര തലവനെ തന്നെ നോക്കുമ്പോൾ ബയ്യത്ത് ചെയ്യുന്നത് രാത്രി സ്വകാര്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടോ എൻ്റെ വീട്ടിൽ വെച്ചിട്ടോ വേണ്ട, രാവിലെ പകൽ നമുക്ക് പള്ളിയിൽ വെച്ചിട്ട് കാണാമെന്ന് പറഞ്ഞു.
അവിടെ തുടങ്ങുന്നൊരു സംഘർഷമാണ്. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ വെച്ചിട്ട് പരസ്യമായിട്ട് ബയ്യത്ത് ചെയ്യാൻ വേണ്ടി വിളിച്ച് പറഞ്ഞപ്പം പിന്നെ ഇമാം ഹുസൈൻ പറഞ്ഞു, യസീദിനെ പോലെ ഒരാൾക്ക് എന്നെ പോലെ ഒരാൾ ബയ്യത്ത് ചെയ്യില്ല, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല, അതിന് വേറെ ഒരുപാട് പിന്നെ അർത്ഥങ്ങളുണ്ട്, ഒരുപാട് സന്ദേശങ്ങളുണ്ട്, അതിന് ഒരുപാട് അർത്ഥമുള്ളൊരു സംഗതിയാണ്. അങ്ങനെ ഒരാൾക്ക് കൈ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല, ഞാൻ കൈ കൊടുക്കില്ല, ഞാനത് ചെയ്യില്ല. സുഹൃത്തുക്കളെ, അതിൻ്റെ അർത്ഥം നമുക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് മനസ്സിലായ കുറച്ചാളെങ്കിലും ലോകത്ത് ഇപ്പോൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയുമായിട്ടുള്ള കരാർ ഒപ്പിടാൻ വേണ്ടിയിട്ട് സ്വിറ്റ്സർലാൻഡിലേക്ക് ഇങ്ങനെ കരാറുണ്ടാക്കുന്ന യോഗത്തിന് വേണ്ടി പോയപ്പം ഈ അബ്ബാസ് അഗ്രാച്ചി അടക്കമുള്ള ഇറാനിൽ വന്ന ആളുകൾ അവർ പിന്നെ ഈ കരാറിരുന്ന് സംസാരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഹസ്തദാനവും കൈ കൊടുക്കലും ഫോട്ടോ കൊടുക്കലുമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് കുഷ്ണറും മറ്റേ ഇയാളൊക്കെയുമായിട്ടുള്ള കൈ കൊടുക്കലും ഫോട്ടോ കൊടുക്കലുമാണ് എന്ന് പറഞ്ഞപ്പം കൈ കൊടുക്കാനും കൈ കൊടുത്ത് ഫോട്ടോ കൊടുക്കാനൊന്നുമില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം, ഞങ്ങൾ സംസാരിക്കാനാണ്, ചർച്ചയാണെങ്കിൽ ഇരുന്ന് ചർച്ച ചെയ്യാം, കൈ കൊടുക്കാനും ഫോട്ടോ കൊടുക്കാനൊന്നും ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ഇതാണ് ഇമാം ഹുസൈൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയാം. അത് മനസ്സിലായ കുറച്ചാളെങ്കിലും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിലാണ് നമുക്കിത് മനസ്സിലാക്കുന്നത്. അന്ന് കർബലയുടെ അന്ന് രാത്രി, മുഹറം 10 അന്ന് രാത്രി ഇമാം ഹുസൈൻ ചെയ്ത അതേ കാര്യമാണ് പിന്നീട് നമ്മൾ ഒരു കുറച്ചാഴ്ചകൾക്ക് മുമ്പ് തെഹ്റാനിൽ കാണുന്നത്. മരിക്കുമെന്നും കൊല്ലപ്പെടുമെന്നും രക്തസാക്ഷിയാവുമെന്നും ഉറപ്പായപ്പം നാളെ നേരം വെളുത്താൽ നാളെ വൈകുന്നേരം ആകുമ്പോൾ മുഹറം 9 ഇവർ വന്നിട്ട് ഇപ്പം തന്നെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങാൻ പറയുമ്പം ഇമാം ഹുസൈൻ അവരോട് പറയുന്നുണ്ട്, ഇന്ന് രാത്രി എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം വേണം, നാളെ രാവിലെ നമുക്ക് യുദ്ധം തുടങ്ങാമെന്ന്. പിന്നെ പിറ്റേന്ന് രാവിലെ യുദ്ധം തുടങ്ങിയാൽ പിറ്റേന്ന് വൈകുന്നേരത്തിന് മുമ്പ് മരിക്കുമെന്ന് ഉറപ്പുള്ള ദിവസം ഇമാം ഹുസൈൻ ചെയ്യുന്നത് കൂടെയുള്ളവരിൽ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ളവരായ, അവരുടെ കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ളവരായ സൈനബിനെ വിളിച്ചിട്ട് മുഴുവൻ പറഞ്ഞേൽപ്പിക്കുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെ പോകണം, ഇമാമത്തിനെ അതേപോലെ തന്നെ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളെയും ഈ നബി കുടുംബത്തിനെ എന്ന് മാത്രമല്ല ഈ ദീനിൻ്റെ ഒരു ആത്മീയ നേതൃത്വം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ മുഴുവൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, ഇമാമത്തിനെ മുഴുവൻ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നീ എങ്ങനെ ഇത് കൊണ്ടുപോകണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്ത് ചെയ്യണമെന്ന് മുഴുവൻ സൈനബിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. പിന്നീട് സത്യം പറഞ്ഞാൽ ഹുസൈൻ തങ്ങളുടെ മരണത്തിന് ശേഷം, ഹുസൈൻ തങ്ങളുടെ രക്തസാക്ഷ്യത്തിന് ശേഷം ഈ ദൗത്യം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സൈനബാണ്. ഇത് തന്നെയാണ് നമ്മൾ തെഹ്റാനിൽ കണ്ടത്. മരിക്കുമെന്ന് ഉറപ്പായപ്പം വേറെ ഒന്നും ചെയ്യാനില്ല, പിന്നെ എങ്ങനെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ പറഞ്ഞപ്പോൾ മാറാനൊന്നും തയ്യാറല്ല, മരിക്കുകയാണ് എന്നുള്ളത് തീരുമാനിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഇമാം ഖുമേനി, മുപ്പരും സയ്യിദ് ഖുമേനി ചെയ്തത് ഇത് തന്നെയാണ്, അല്ല സയ്യിദ് കാമനയി ചെയ്യുന്നത് ഇത് തന്നെയാണ്. അതിനുശേഷം താൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തീരുമാനിക്കുകയും ആരൊക്കെ എവിടേക്ക് ഏതൊക്കെ തട്ടുകളിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തീരുമാനിച്ച് അവരെ ഏൽപ്പിച്ചിട്ട് പോകും. അപ്പോൾ ഈ സമയത്ത് നമ്മളിരുന്നിട്ട് ഈ കർബലയുടെ കഥകൾ നമ്മളത് കഥയായിട്ടെങ്കിലും നമ്മൾ പറയുകയും ഓർമ്മിക്കുകയും ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ ഒരു പാരമ്പര്യവും ഇതിൻ്റെ ഒരു ദൗത്യവും ഇതിൻ്റെ രാഷ്ട്രീയവും ഇതിൻ്റെ പിന്നെ ഒഴുക്കും അതേപോലെ തന്നെ അതേ വികാരത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആളുകളുണ്ട് നമുക്കറിയാം. 1979 ഇറാൻ വിപ്ലവം നടന്നപ്പം ഇറാനികൾ അവർ ആ വിപ്ലവത്തിന് കൊടുത്തിരുന്ന ഒരു പേര് തന്നെ ഹുസൈനി ഇൻഖിലാബ് എന്തായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. അങ്ങനെ മദീനയിൽ ഇവരൊക്കെ ഉണ്ട്. നബി കുടുംബം എന്ന് പറയുന്ന ഈ കുടുംബം മദീനയിലുണ്ട്. ഇമാം ഹുസൈനും ഇമാം ഹസൻ്റെ മക്കളും, പിന്നെ ഇങ്ങനെ അലിയാർ തങ്ങളുടെ ബാക്കിയുള്ള അലിയാർ തങ്ങളുടെ ഫാത്തിമ ബീബിയുടെ മരണത്തിന് ശേഷം അലിയാർ തങ്ങൾ കല്യാണം കഴിച്ച പിന്നെ കല്യാണങ്ങളുണ്ടായിട്ടുള്ള ആൺമക്കളായിട്ടുള്ള ആളുകളുണ്ട്. നേരെ അനുജൻ ആയിട്ട് തന്നെ ഇമാം ഹുസൈൻ്റെ കൂടെ ഏത് സമയത്തും ഇമാം ഹുസൈൻ്റെ കൂടെ നിൽക്കുകയും ഇമാം ഹുസൈൻ വളർത്തി കൊണ്ടുവരികയും ഇമാം ഹുസൈൻ്റെ കർബലയിൽ ഇമാം ഹുസൈൻ്റെയൊക്കെ പിന്നെ പതാകവാഹനാകുകയും ചെയ്യുന്ന അബ്ബാസ് ഉണ്ട്, അബ്ബാസ് അടക്കമുള്ള ഇങ്ങനെ എല്ലാവരും ഉണ്ട്. ഇമാം സൈനബുണ്ട്. സൈനബ് എന്ന് പറയുമ്പം സൈനബിന് തോളിലിരുത്തിയിട്ടാണ് ഈ ഹജ്ജത്തുൽ വിദായിൽ റസൂൽ സംസാരിക്കുന്നത്. ഹജ്ജത്തുൽ വിദായിൽ റസൂലിൻ്റെ അവസാനത്തെ പ്രസംഗം നടക്കുന്ന സമയത്ത് സൈനബ് ചെറിയ കുട്ടിയാണ്. സൈനബ് റസൂലിൻ്റെ തോളിലിരുത്തിയിട്ട് അവരുടെ 2 കൈകളും പിടിച്ചുകൊണ്ടാണ്. അപ്പം ഈ ആളുകൾ മുഴുവനുണ്ട്, ഈ ഒരു കുടുംബം അവിടെയുണ്ട് വരുന്ന. പക്ഷേ അവർ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇടപെടുകയും ഇതും ചെയ്യാതിരിക്കുകയായിരുന്നു. വിദ്യാഭ്യാസം തന്നെയായിരുന്നു ഈ ഒരു പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം. ഇങ്ങനെ പോകുന്ന സമയത്താണ്
ഈ പറയുന്ന സംഭവം നടക്കുന്നത് പിന്നെ മുആവിയ മരിക്കുന്നത്, യസീദ് ഭരണാധിപനായിട്ട് ചുമതലയേൽക്കുന്നത്, എന്നിട്ട് ഈ ഗവർണർ വലീദ് വിളിച്ചിട്ട് പിന്നെ ഇത് ചെയ്യണമെന്ന് പറയുന്നത്, ബയ്യത്ത് ചെയ്യണമെന്ന് പറയുന്നത്, ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ ഇവർക്ക് ഉറപ്പായി പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. വലീദ് അവിടുന്ന് ദമസ്കസിൽ നിന്ന് കൂടുതൽ ആളുകൾ വരുന്നു, ഇവിടെയുള്ള പട്ടാളക്കാർ മാത്രമല്ലാതെ കൂടുതൽ പട്ടാളക്കാർ വരുന്നു. അപ്പം ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായ ഒരു ഘട്ടത്തിൽ പിന്നെ ഇമാം ഹുസൈനും കുടുംബവും മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. അവർ ക്രിസ്തുവർഷം 680 ഹിജ്റ 60-61 എന്ന് പറഞ്ഞാൽ നബി മരിച്ചിട്ട് 49 വർഷമായി. 49 വർഷവും 10 ദിവസവും 10 മാസവും കഴിഞ്ഞു. പേരക്കുട്ടിയായ ഇമാം ഹുസൈൻ അന്ന് 54 വയസ്സാണ്. ഹിജ്റ 60 റജബ് 28 ഇമാം ഹുസൈനും സംഘവും മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ മദീനയിലെ പ്രായമായ ആളുകളും പല ഗോത്രത്തിൻ്റെ തലവന്മാരായിട്ടുള്ള ആളുകളും കാരണവന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകളും, പിന്നെ ഈ റസൂൽ മരിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ 59 വർഷമാണ്, 49 വർഷവും 10 മാസമാണ്. എന്ന് പറഞ്ഞാൽ റസൂൽ മരിക്കുന്ന സമയത്ത് 10-20 വയസ്സായ ആൾക്കാർക്കൊക്കെ 10-20 വയസ്സായിട്ടുള്ളൂ. 10-18-16 വയസ്സിൽ റസൂലിനെ കണ്ട ആൾക്കാർക്കൊക്കെ ഇപ്പം 10-66-67 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ നല്ല ബോധവും ഓർമ്മയൊക്കെ ഉള്ള ആളുകളാണ്. അങ്ങനെ ഇവരൊക്കെ ചെന്നിട്ട് ഇമാം ഹുസൈനോട് പറയാണ് പോകരുത്, പിന്നെ മദീനയിൽ നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ റസൂലിൻ്റെ മക്കൾക്ക് മദീനയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. മദീനയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾ എന്ത് വേണേലും ചെയ്യാൻ നിൽക്കണം എന്ന് പറയുമ്പോൾ, അല്ല ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടാവേണ്ട, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോവുകയും അങ്ങനെ ഈ ആളുകൾ മുഴുവൻ സംഘം ചേർന്നിട്ട് റസൂലിൻ്റെ റൗള ഷെരീഫിൻ്റെ അടുത്ത് ചെന്നിട്ട് റസൂലിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം, ഹുസൈനെയും കുടുംബത്തിനെയും മനസ്സ് മാറ്റിയിട്ട് ഇവിടെ തന്നെ നിർത്താൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ റൗള ഷെരീഫിൻ്റെ അടുത്ത് എത്തുമ്പോൾ കാണുന്നത് ഇമാം ഹുസൈൻ അവിടെ നിന്നിട്ട് കൈ ഉയർത്തിയിട്ട് റസൂലിനോട് സലാം പറഞ്ഞ് പോകുന്നത്. അങ്ങനെ ഇവർ പിന്നെ മക്കത്തേക്ക് പോകുന്നു. ഏപ്രിൽ 9 ഷാബാൻ 3 ഇവർ മക്കയിൽ എത്തിച്ചേരും. ഷാബാൻ 3 മക്കയിൽ എത്തിച്ചേരുന്നു. മക്കയിൽ നിൽക്കുന്നു. ഹജ്ജ് സീസൺ വരെ മക്കയിൽ നിൽക്കണം എന്നുള്ള, ഹജ്ജ് കഴിയുന്നത് വരെ മക്കയിൽ നിൽക്കണം എന്നുള്ള നെയ്യത്തോടു കൂടിയിട്ട് ഇമാം ഹുസൈനും സംഘവും മക്കയിൽ നിൽക്കുന്നു. മക്കയിൽ നിൽക്കുമ്പോഴേക്കും സംഭവിക്കുന്ന ഒരു സംഗതി, ഈ ഇറാഖിലെ കൂഫയിൽ നിന്ന്, നേരത്തെ പറഞ്ഞല്ലോ ഇറാഖിൻ്റെ ഭാഗമാണ് കൂഫയാണെങ്കിൽ നേരത്തെ തന്നെ ഇങ്ങനെ ഇമാം അലിയുടെ കാലം മുതൽ അവർക്ക് ആളുകളുള്ള സ്ഥലവും അവരോട് പിന്നെ ലീനിങ്സുള്ള ആളുകൾ, അവരോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാരുള്ള സ്ഥലമാണ്. അവിടുന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആളുകൾ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ കത്തയച്ചിട്ട് വിളിക്കുന്നു. ലക്ഷക്കണക്കിന് കത്തുകൾ എന്ന് പറയുന്നുണ്ട്. ചില കണക്കിൽ 18,000 കത്തുകൾ ഒരു ചാക്കിൽ കെട്ടിയിട്ട് മൂപ്പരുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ചിലതാണെങ്കിൽ അതങ്ങനെയല്ല, മൂപ്പര് ഒരാളെ അങ്ങോട്ടേക്ക് അയച്ചിരുന്നു, എന്താണ് അവിടുത്തെ സ്ഥിതി എന്നറിയാൻ വേണ്ടിയിട്ട്. അലിയാർ തങ്ങളുടെ സഹോദരൻ തന്നെയായ അഖീലിൻ്റെ മകൻ മുസ്ലിമിന് അഖീൽ എന്ന് പറഞ്ഞ ആളെ ദൂതനായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനും, പിന്നെ നാട്ടുകാർ ഇത് അവർ പറയുന്നത് ശരിയാണെങ്കിൽ അവരോട് വയ്യത്ത് വാങ്ങാനും അവരോട് കാര്യങ്ങൾ ഉറപ്പിക്കാനും വേണ്ടിയിട്ട്, പറഞ്ഞുറപ്പിക്കാനും വേണ്ടിയിട്ട് അഖീലിനെ അങ്ങോട്ട് അയക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അഖീൽ എൻ്റെ മകൻ പിന്നെ മുസ്ലിം ഇബ്നു അഖീൽ അവിടെ ചെന്നപ്പം പള്ളിയിൽ ചേർന്ന ആളുകളുടെ എണ്ണമാണ് 18,000 എന്നും ചില സ്ഥലത്ത് കാണുന്നുണ്ട്. ചില സ്ഥലത്ത് 18,000 കത്തുകൾ വരെ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും മദീനയിൽ മൂപ്പരോട് ബന്ധമുള്ള ഒരുവിധം എല്ലാവരും പറഞ്ഞത് പിന്നെ ഈ കത്ത് കണ്ടിട്ട് മാത്രം പോകരുത്. ഒന്നാമത് കൂഫ അങ്ങനെ ഒരു വിശ്വസിക്കാൻ പറ്റുന്ന പ്രദേശമല്ല എന്ന് പിന്നെ മുൻപ് തെളിച്ചിട്ടുണ്ട്. ഇപ്പം അലിക്ക് സംഭവിച്ചതറിയാം, ഇമാം അലിക്ക് അവിടെ നിന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാം. ഒരു നിർണായക ഘട്ടം വരുമ്പോൾ അവർ ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ നിൽക്കരുത്, അങ്ങോട്ടേക്ക് പോകരുത്, അവിടത്തേക്ക് എന്തായാലും പോകരുത്, ഇവിടെ നിൽക്കാം. ഇവിടെ നിന്നിട്ട് എല്ലാവരും ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടെ തീരുമാനിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നല്ലാതെ, എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും കൂടെ ആലോചിച്ച് ചെയ്യാം എന്നല്ലാതെ കൂഫയിലേക്ക് പോകരുത്, കൂഫയിലേക്ക് ഇവിടുന്ന് പോയിട്ട് ഒറ്റ കുടുങ്ങരുതെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ജൂൺ 19 മുസ്ലിം ഇബ്നു അഖീലിനെ മൂപ്പര് കൂഫയിലേക്ക് അയക്കുന്നു. അപ്പോൾ പറയുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അബ്ദുല്ലാ ബിൻ അബ്ബാസ് ഉണ്ട്, അബ്ദുല്ലാ ബിൻ ഉമറുണ്ട്, ഉമർ ഖത്താബിൻ്റെ മകൻ അബ്ദുല്ലാ ബിൻ ഉമർ ഹുസൈനെ കെട്ടിപ്പിടിച്ചിട്ടാണ് പറയുന്നത്, കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഒരു കാരണവശാലും കൂഫയിൽ പോകരുത്, നമുക്ക് മദീനയിൽ അല്ലെ. അബ്ദുല്ലാ ബിൻ ഉമർ പറയുന്നത് റസൂൽ ഒരു നിർണായക ഘട്ടത്തിൽ, റസൂൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക ഘട്ടത്തിലൊക്കെയും വല്യപ്പ പിന്നെ ഈ ദുനിയാവല്ല മൂപ്പര് പരിഗണിച്ചിരുന്നത്,
മൂപ്പര് ആഖിറമാണ് പരിഗണിച്ചിരുന്നത്. ഹുസൈനും അതാണ് ഒരു നല്ല വഴി. നമുക്ക് ആഖിറത്തിൻ്റെ കാര്യം മാത്രം പരിഗണിക്കുക, ഇതൊക്കെ വിട്, പിന്നെ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഈ ഉമർ ഖത്താബിൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. പിന്നെ വേറൊരു അനുജനുണ്ട്, ഇമാം അലിയാർ കല്യാണം കഴിക്കുന്ന ഹനഫിയ എന്ന് പറയുന്ന സ്ത്രീയുടെ മകൻ മുഹമ്മദുൽ ഹനഫിയ എന്ന് പറയുന്നത്, അലിയാരുടെ മകൻ തന്നെ മുഹമ്മദുൽ ഹനഫിയ. ഒരു അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ബീബി സൈനബിൻ്റെ ഭർത്താവ്, മൂപ്പരുടെ അളിയൻ ഇബിന് ജൗഫർ, അബ്ദുള്ള ബിൻ സുബൈർ തുടങ്ങിയ ആളുകൾ മുഴുവൻ പറയുന്നത് പോകണ്ട എന്നാണ്. ചില പിന്നെ വിശദീകരണങ്ങളിൽ ചില പുസ്തകങ്ങളിലൊക്കെ അബ്ദുള്ള ഇബ്നു സുബൈർ മാത്രം പോകാൻ ഞാനാണെങ്കിൽ പോവുമായിരുന്നു, 18,000 ആൾക്കാരൊക്കെ കത്തെഴുതി വിളിക്കുക എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ പോവുമായിരുന്നു എന്ന് ഇബ്നു സുബൈർ പറഞ്ഞു. പക്ഷേ ബാക്കി മുഴുവൻ കാര്യങ്ങൾ പറയുന്നത് ഇബ്നു സുബൈർ അടക്കം ഇങ്ങനെ മുഴുവൻ ആളുകളും പോകണ്ട, അങ്ങനെ പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പ്രത്യേകിച്ച് കൂഫയിലേക്ക്, ഇറാഖിലേക്ക് അങ്ങനെ പെട്ടെന്ന് പോകണ്ട, അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കൂടെ വേറെ എന്തെങ്കിലും വഴി ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നേ ഉള്ളൂ. ഇതിനിടയിലുണ്ടാകുന്ന ഒരു സംഭവം, ഈ കൂഫക്കാർ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിനിടയിൽ ഇവിടെ ചെന്നപ്പം ഈ പിന്നെ മുസ്ലിം ഇബ്നു അഖീൽ പിന്നെ കൂഫയിലെത്തുമ്പം കൂഫ പള്ളിയിൽ അതിഭയങ്കരമായിട്ട് ആളുകൾ കൂടുന്നു. ഇവർ മുഴുവനും മൂപ്പര് അതിഭയങ്കരമായിട്ട് സ്വീകരിക്കുന്നത് മാത്രമല്ല, പിന്നെ പള്ളി അടക്കമുള്ള സംഗതികളൊക്കെ അലങ്കരിക്കുകയും പിന്നെ ബാക്കി കാര്യങ്ങൾ ആലോചിക്കാമെന്നുള്ള മട്ടിലേക്ക് അവർ നീങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ സമയത്തേക്കൊക്കെ കാണുന്നത് എന്താ വെച്ചാൽ, യസീദ് അപ്പോഴത്തേക്ക് ഇബ്നു സിയാദ് എന്ന് പറഞ്ഞൊരു കക്ഷിയെ എടുത്ത് ഗവർണറാക്കിയിട്ട് അയച്ചിട്ടുണ്ട്, പട്ടാള മേധാവിയെ മാറ്റിയിട്ടുണ്ട്, പള്ളിയിൽ ഈ പറയുന്ന ആളുകളുടെ ഏതാണ്ട് അത്ര തന്നെ എണ്ണം ചാരന്മാരുമുണ്ട്. അപ്പം ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ ഇബ്നു സിയാദ് പ്രഖ്യാപിക്കുന്നു, ഈ പിന്നെ ഇവനെ സ്വീകരിച്ചവരാരാണെങ്കിലും ശരി, ഈ പിന്നെ ഹുസൈൻ്റെ പിന്നെ ദൂതിനെ സ്വീകരിച്ചവരാരാണെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചവർ ആരാണെങ്കിലും ശരി, നാളെ നേരം വെളുക്കുന്നിട്ട് ഒന്നുകിൽ ഇവിടുന്ന് സ്ഥലം വിട്ടോളണം, അല്ലെങ്കിൽ ഇവിടുന്ന് പിന്നെ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് നിന്നാൽ, ഈ യസീദിനെതിരായിട്ട് നിന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞൊന്നും തരില്ല, നാളെ രാവിലെ മുതൽ കാണാം എന്ന് പറയുന്നു. അത് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നു. ഇതോടുകൂടി നേരം വെളുത്തപ്പോഴേക്ക് ഈ ആളുകൾ മുഴുവൻ മാറുന്നുണ്ട്. മുഴുവൻ എന്ന് പറഞ്ഞാൽ കൂഫ നഗരത്തിലെ 2-3 ആൾക്കാരൊഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ആളുകളും ഒന്നുകിൽ നിശബ്ദരാകുകയോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മാറുകയോ മിണ്ടാതെ ആയിപ്പോവുകയോ ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ എന്നിട്ടും നിൽക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരെ മാത്രം, എന്നിട്ടും മുസ്ലിമിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകളെ മുഴുവൻ പിടിച്ചിട്ട് ജയിലിലിടുകയും ചെയ്തു. അങ്ങനെ പരസ്യമായിട്ട് ഇത് പറയാൻ ആരുമില്ലാത്തൊരു ഘട്ടം വന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 1-2 ദിവസത്തിനിടയിൽ ഇമാം ഈ പിന്നെ ഈ മുസ്ലിമിന് വക്കീലിന് അഭയം കൊടുത്ത വീട്ടിൽ വെച്ചിട്ട്, വീട്ടിലെ ഒരു സ്ത്രീയാണ് മൂപ്പർക്ക് അഭയം കൊടുക്കുന്നത്, ഈ സ്ത്രീയുടെ മകൻ തന്നെ ഒറ്റുകൊടുക്കുകയും അങ്ങനെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഗവർണറുടെ കൊട്ടാരത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് എറിഞ്ഞ് വീഴ്ത്തി കൊല്ലുകയാണ്, താഴോട്ടിറങ്ങി വീഴ്ത്തി കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ മൂപ്പര് ദൂതനായി ചെന്ന ആൾ കൊല്ലപ്പെടുമ്പോൾ മൂപ്പരുടെ 2 മക്കളുണ്ട്, അഖീലും 2 ആൺമക്കളെയും കൊണ്ടായിരുന്നു. 2 ആൺമക്കൾ എവിടെയാണെന്ന് അറിയാതെ അവർ നഗരത്തിൽ അറിഞ്ഞിടക്കുകയും ആണ്. അങ്ങനെ ഇവർ കൊല്ലപ്പെടുന്നു. അപ്പോഴത്തേക്ക് അഖീലിന് വേറൊരു അബദ്ധം പറ്റിയിരുന്നു. അഖീൽ ആദ്യത്തെ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ, പള്ളിയിൽ വെച്ചിട്ടുള്ള സ്വീകരണം, ആളുകളുടെ ഈ ബയ്യത്തും അനുസരണ പ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ മൂപ്പര് ഇതൊരു കത്ത് കൊടുത്തിട്ട് ഒരാളെ നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ ഇവിടെ എല്ലാം തയ്യാറാണ്, നിങ്ങളങ്ങോട്ട് പുറപ്പെട്ടോളണം എന്ന് പറഞ്ഞിട്ട്, ഇനി താമസിക്കേണ്ട, പുറപ്പെടണം എന്ന് പറഞ്ഞിട്ട് ഇത് അയച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ മൂപ്പർക്ക് അവിടെ കത്ത് കിട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സംഭവം ഇവിടെ നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ മൂപ്പരെ ഇമാം ഹുസൈനെ മക്കയിൽ വെച്ചിട്ട് തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്, ഈ കൊല്ലാനുള്ള ചാവേർ സംഘത്തെ മൂപ്പരെ അവിടുന്ന് കൊല്ലാനുള്ള ഈ കൊലപാതകികളായ സംഘത്തെ അങ്ങോട്ട് അയക്കുകയും ചെയ്തു. അപ്പോൾ അത് ഹജ്ജിൻ്റെ സമയമായിട്ടുണ്ട്, ഹജ്ജിൻ്റെ സീസണായിട്ടുണ്ട്, ദുൽഹജ്ജ് 4-നൊക്കെയാണ്. അപ്പം മൂപ്പര് ഈ പിന്നെ താൻ കാരണം അവിടെ മക്കയിൽ താൻ കാരണം പിന്നെ ഹറമിൻ്റെ പരിസരത്ത് രക്തച്ചൊരിച്ചിലുണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് ദുൽഹജ്ജ് 4 ആയപ്പോഴത്തേക്ക് അവിടുന്ന് പിന്നെ മൂപ്പര് ഹജ്ജ് എന്നുള്ളത് ഉംറയാക്കി മാറ്റിയിട്ട്, ദുൽഹജ്ജ് 9-നാണ് മുസ്ലിം കൊല്ലപ്പെടുന്നത്, അതിന് മുമ്പ് 8-ന് തന്നെ മൂപ്പര് ഹജ്ജ് എന്നുള്ളത് ഉംറയാക്കി മാറ്റിയിട്ട് ഉംറ മാത്രം ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നിർത്തിയിട്ട് മൂപ്പരും സംഘവും ഇമാം ഹുസൈനും സംഘവും മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ പുറപ്പെടുമ്പോൾ നമുക്കൊക്കെ അറിയുന്നത് പോലെ 100 ചില്ലാനം ആളുകളാണ് ആ സംഘത്തിലുള്ളത്. 72 ആളാണ് ഈ രക്തസാക്ഷികളാവുന്നത്. 72 ആളുകൾ രക്തസാക്ഷികളാവുന്നതിൽ 18 പേരാണ്
നബി കുടുംബം എന്ന് പറയുന്ന അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവരായിട്ടുള്ളത് ഇമാം ഹുസൈനും ഇമാം ഹുസൈൻ്റെ മക്കൾ, ഇമാം ഹസ്സൻ്റെ മക്കൾ, ഇമാം ഹുസൈൻ്റെ അനുജന്മാർ, അലിയാരുടെ വേറെ ഭാര്യമാരുള്ള അലിയാരുടെ മക്കളായിട്ടുള്ള ഇമാമിൻ്റെ അനുജന്മാർ, പിന്നെ കുറച്ചുകൂടെ ചെറിയ കുറച്ച് പേരക്കുട്ടികൾ, അങ്ങനെ 18 പേരാണ് ഈ കുടുംബത്തിലെ ആളുകൾ ഉള്ളത്. ബാക്കി 54 ആളുകൾ മദീനയിൽ നിന്ന് കൂടെ പോയവരും കൂഫയിൽ നിന്ന് തീരുമാനിച്ച് വന്നിട്ട് ഇങ്ങനെ കൂടെ നിന്നവരുമായിട്ടുള്ള സുഹൃത്തുക്കളും അനുചരന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകളും, പിന്നെ ഈ നബി കുടുംബത്തിലെ സ്ത്രീകളും ചെറിയ കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ആളുകളും, അങ്ങനെ 100 ചില്ലാനം ആളുകളുള്ളൊരു ചെറിയ സംഘം മാത്രമാണ്. അപ്പോൾ ഇവർ പോകുന്ന വഴിക്ക് തന്നെ മദീന നഗരത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഫസ്ദറക്ക് എന്ന് പറഞ്ഞ അന്നത്തെ വളരെ പ്രശസ്തനായ കവി മൂപ്പര് മുമ്പിൽ വരുന്നുണ്ട്. കവി വന്നിട്ട്, കവിയും ഈ പറയുന്നത് പോലൊക്കെ തന്നെ റസൂലിൻ്റെ കാലത്തേയുള്ള ആൾ തന്നെയാണ്, എല്ലാം അറിയുന്ന ആളുമാണ്, എല്ലാ വിവരങ്ങളും കിട്ടുന്ന ആളുമാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ പറഞ്ഞതുപോലെ മൂപ്പരും പറഞ്ഞു, പിന്നെ ഇമാം അങ്ങോട്ട് പോകരുത്, കൂഫയിലേക്ക് പോകരുത്. അപ്പോൾ എന്താണ് നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇമാം പറഞ്ഞത്, അവരാൾക്കാരുണ്ട്, അവർ വിളിച്ചിട്ടാണല്ലോ ഞാൻ പോകുന്നത്, അത്രയും ആളുകൾ വിളിക്കുകയും അവർ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പിന്നെ മുസ്ലിമിനും അഖിൽ എനിക്ക് കത്തയുകയും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്, പിന്നെന്താ നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഫസറൊക്കെ പറഞ്ഞു, അവരുടെ മനസ്സ് നിങ്ങളുടെ കൂടെയാണ്, പക്ഷേ അവരുടെ വാളുകൾ യസീദിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ മനസ്സുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ പോകരുത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മൂപ്പര് പോന്നു. വഴിയിൽ വെച്ചിട്ട് ഉദൈബുൽ ഹിജാന എന്ന് പറയുന്നൊരു സ്ഥലത്ത് വെച്ചിട്ട് തെരീമ ബിൻ അദിയ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, മൂപ്പര് ശരിക്കൊരു തൈൽ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൻ്റെ തലവൻ കൂടിയാണ്. മൂപ്പര് വഴിയിൽ കാത്തു നിന്നിട്ട് പറയുന്നത്, മൂപ്പര് വഴിയിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് പോയിട്ടുള്ള അജാ സൽമ എന്ന് പറയുന്ന 2 മലകൾക്കിടയിൽ ഉള്ള ഒരു മലമ്പ്രദേശത്തിൻ്റെ ഇടയിലുള്ള കുറച്ച് പിന്നെ മരുപ്പച്ചകൾ നോക്കിക്കഴിയുന്ന ആൾക്കാരാണ്. കൃഷിയുമുണ്ട്, 2 മലമ്പ്രദേശമാണ്. മൂപ്പര് അവിടെ കാത്തു നിൽക്കുകയാണ്. മൂപ്പര് ചെന്നിട്ട് പറഞ്ഞു, അവിടുത്തെ കാര്യങ്ങളൊക്കെ മോശമാണ്, പിന്നെ കൂഫയിൽ അവിടെ നല്ല വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടിയതും വളരെ മോശം, അതുകൊണ്ട് ഇമാം ഇപ്പം അങ്ങോട്ട് പോകരുത്, നമുക്ക് ഇങ്ങോട്ട് പോകും, ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ നിൽക്കാം. ഒരു 20,000 പടയാളികൾ എനിക്കുണ്ട്, 20,000 പടയാളികളെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം, എന്നാലും പോകണ്ട, നമുക്ക് യമനുമായിട്ട് ബന്ധപ്പെടാം, യമനിലൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊരു പിന്നെ ഒരുക്കത്തോടു കൂടി പോവുകയാണെങ്കിൽ തന്നെ വളരെ ഒരുക്കത്തോടു കൂടിയിട്ട് ഇത് പോയാൽ മതി, ഇപ്പോൾ പെട്ടെന്ന് കൂഫയിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇമാം പറഞ്ഞാൽ 2-3 പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വന്നു പോയിട്ടുണ്ട്. ഞാൻ പലരോടും പിന്നെ ഇത് വാക്ക് കൊടുത്തു പോയിട്ടുണ്ട്. ഒന്ന്, അവിടെ ഇയാളുടെ യസീദിൻ്റെ സംഘത്തിൽ തന്നെയുള്ള എന്ന് പറയുന്ന ഖുർറ് എന്ന് പറയുന്ന ഒരു ഒരു ജനറലുണ്ട്, ഖുറുമായിട്ട് കരാറുണ്ട്, ഖുറിനോട് ഞാൻ അങ്ങോട്ട് ചെല്ലാം, ഖുറു സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. അതുണ്ട്. പിന്നെ ഇനി എനിക്ക് എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഈ മുസ്ലിം ഇബ്നു അഖീൽ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് അഖീലിൻ്റെ കൂടെയുള്ളവർക്കും അഖീലിൻ്റെ ബന്ധുക്കളും അഖീലിൻ്റെ ഗോത്രക്കാരെല്ലാവരും ഉണ്ട്. ഇനി ആ രക്തത്തിന് പകരം വീട്ടാതെ ഞങ്ങളുടെ ഇത് മാത്രം നോക്കിയിട്ട് പിന്മാറാൻ പറ്റില്ല, അതിനെക്കൊണ്ട് എന്തായാലും പോവുക തന്നെ വേണമെന്ന് പറയും. ഇദ്ദേഹം പിന്നെ പറയുന്നുണ്ട്, ഈ തെരീമ ബിൻ അദി കൂടെ നിൽക്കണം, ഇവിടെ നിന്നിട്ട് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഇതൊന്നും പോകാതെ പിന്നെ മൂപ്പര് പോകുന്നു. അങ്ങനെ പിന്നെയും മൂപ്പര് ഈ സംഘവും മുന്നോട്ട് പോകുക തന്നെയാണ്. ഇങ്ങനെ മുഹറം 2-ന് ഈ സൈന്യം, ഈ സംഘം, നമ്മൾ പറയുന്ന ഈ കർബലായികൾ എന്ന് പറയുന്ന ഈ സംഘം പിന്നെ വഴിയിലെത്തുന്ന ഒരു നേരെ കൂഫയിലേക്കാണ് പോകുന്നത്. വഴിക്ക് വെച്ചിട്ട് ഈ യസീദിൻ്റെ പട്ടാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദളത്തിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഈ ഖുർറ് ബിൻ റിയാരി എന്ന് പറയുന്ന ഖുർറ് തന്നെ വന്നിട്ട് തടയുന്നു. എന്നിട്ട് ഖുർറ് പറയുന്നു, നമുക്ക് പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, കർബലയിലേക്ക് പോവാം. അപ്പോൾ ഖുർറിൻ്റെ വിചാരം കർബലയിൽ ഇവരെ കൊണ്ടുപോയി ആക്കിയിട്ട് ഈ പ്രധാന സൈന്യാധിപനായിട്ട് അവിടെയുള്ള സായദുമായിട്ട് സംസാരിച്ചിട്ട്, പിന്നെ ആസിബിന് സായദ് എന്ന് പറയുന്ന കക്ഷി, അമ്രുബിന് സായദ് എന്ന് പറയുന്ന കക്ഷിയായിട്ട് സായദുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് വേറെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് കർബലയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ കർബലയിൽ എത്തിയപ്പോഴത്തേക്ക് അവർ പട്ടാള മേധാവികളെയും ഒക്കെ കംപ്ലീറ്റ് മാറ്റുന്നു. ഇബ്നു സിയാദ് എന്ന് പറയുന്ന ഗവർണർ നേരിട്ട് രംഗത്തെത്തുന്നു. നേരിട്ട് തന്നെ എത്തുന്ന സ്ഥലത്ത് പിന്നെ തമ്പടിക്കുന്നു. പിന്നെ ഈ
പട്ടാള മേധാവിയായിട്ടുള്ള മൊത്തം പട്ടാളത്തിൻ്റെ മേധാവിയായിട്ടുള്ള അങ്ങോട്ടേക്ക് അയച്ച മൊത്തം പട്ടാളത്തിൻ്റെ മേധാവിയായിട്ടുള്ള ഈ അമ്രുബിന് സാദ് എന്ന് പറയുന്ന കക്ഷി നേരിട്ടെത്തുന്നു. ഈ രണ്ടിൻ്റെയും പട്ടാളത്തിൻ്റെയും ബാക്കി ഭരണത്തിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തമുള്ള രണ്ടാൾക്കാർ, പട്ടാള മേധാവിയും ഗവർണറും അവിടെ തന്നെ നിൽക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ അവർ നേരിട്ട് ചെയ്യാം, പിന്നെ ഇങ്ങനത്തെ ആൾക്കാരൊന്നും വേണ്ടെന്ന്. അപ്പോൾ അവർ രണ്ടുപേരും ഒറ്റ സ്വരത്തിൽ ഒരൊറ്റ കാര്യം തന്നെയാണ് പറയുന്നത്, വേറെ ഒന്നും പറയണ്ട. പിന്നെ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഹുസൈൻ പിന്നെ യസീദിന് ബയ്യത്ത് ചെയ്താൽ മതി. ഹുസൈൻ യസീദിന് ബയ്യത്ത് ചെയ്യുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. ഹുസൈൻ 2-3 കാര്യങ്ങൾ പറയുന്നു, 3 ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട് ഇമാം ഹുസൈൻ. ഒന്നുകിൽ വന്ന പോലെ ഞങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് പോയിട്ട് ദമസ്കസിൽ പോയിട്ട് ഞങ്ങൾ പിന്നെ ഇയാളെ കണ്ടോളാം, യസീദിനെ കണ്ടോളാം, അയാളോടായിട്ടാണുള്ള തർക്കം, അയാളെ കണ്ടിട്ട് അയാളോട് സംസാരിക്കുക, അയാളുടെ അടുത്ത് പോകാം. അതല്ലെങ്കിൽ വടക്കൻ ഭാഗത്ത് പിന്നെ ഈ മുസ്ലിം സൈന്യവും ബാക്കിയുള്ള ആളുകളും തമ്മിലൊരു യുദ്ധം നടക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ അവിടെ ഭാഗത്ത് ഇസ്ലാമിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ മുസ്ലിം രാജ്യത്തിൻ്റെ ഭാഗത്ത് ഞങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തോളാം. അപ്പോഴൊക്കെ ഇവർ പറഞ്ഞു അതൊന്നുമില്ല, അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. ഇപ്പം പിന്നെ ഇത് ബയ്യത്ത് ചെയ്യുക, ബയ്യത്ത് ചെയ്തതിന് ശേഷം മാത്രം ബയ്യത്ത് ചെയ്ത വിവരം അവിടെ അറിയിച്ചിട്ട് അയാൾ പറയുന്ന അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പം പറഞ്ഞു ബയ്യത്ത് ചെയ്യുക എന്നുള്ളത് നടക്കില്ല, നിങ്ങൾ പറയുന്നത് പോലെയല്ല. അതിങ്ങനെ ഈ യസീദിനെ പോലത്തെ ഒരാൾക്ക് യസീദിനെ പോലത്തെ ഒരാൾക്ക് ഹുസൈനെ പോലെ ഒരാൾ ബയ്യത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് കാലാകാലത്തിൽ അതിൻ്റെ അർത്ഥം വേറെയാണ്, ഞങ്ങളില്ല, അതില്ല എന്ന് പറയും. അങ്ങനെ അവരവിടെ നിൽക്കുന്നു. മുഹറം 3 ആകുമ്പോൾ ഉമർ ബിൻ സയദിൻ്റെ നേതൃത്വത്തിൽ 4000 സൈന്യവും കൂടി എത്തുന്നു. മുഹറം 7 എത്തുമ്പം മുഹറം 7 ഇബ്നു സിയാദ് ഈ സംഘത്തിന് വെള്ളം വിലക്കിക്കൊണ്ട്, വെള്ളം എടുക്കാൻ പാടില്ല എന്ന് ഉദ്ദേശിക്കുന്നു. പിന്നെ അവരെ ട്രെൻഡുകളൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് ഇങ്ങനെ തണലില്ലാത്ത സ്ഥലത്തേക്ക് അവർ മാറ്റി നിർത്തുന്നു, നല്ല വെയിലായ സ്ഥലത്തേക്ക് മാറ്റി നിർത്തുന്നു. ടെൻറ്റ് കിട്ടുകയാണെങ്കിൽ തന്നെ വെയിലുള്ള സ്ഥലത്ത് ടെൻറ്റ് കെട്ടിയാൽ മതി, തണലിൽ ടെൻറ്റ് കെട്ടണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി നിർത്തി. മുഹറം 7 കൂടിയിട്ട് വെള്ളം എടുക്കാൻ പറ്റും. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുണ്ട്, നമുക്കറിയാം. യൂഫ്രട്ടീസ് ടൈഗ്രീസിൽ ഒന്ന് വെള്ളം കിട്ടാതെ ഒരു ആട്ടുംകുട്ടി മരിച്ചാൽ പോലും പടച്ചോൻ എന്നോട് ചോദിക്കും എന്നൊക്കെ പറഞ്ഞ ഭരണാധികാരികൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ പക്കത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ നിന്നാണ് ഇവരെ മാറ്റി കുറച്ചുകൂടെ ദൂരത്തേക്ക് മാറ്റി, തണലില്ലാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി. അങ്ങനെ 3 ദിവസം അവിടെ തന്നെ നിർത്തുന്നു. അങ്ങനെ ഇവർ പിന്നെ ഈ 7 മുതൽ 3 വരെ, മുഹറം 7 മുതൽ 3 വരെ, അതിനിടയിൽ മൂപ്പരുടെ ഒരു സുഹൃത്ത് അവിടെ എത്തിപ്പെടുന്നുണ്ട്. കൂഫയിൽ തന്നെയുള്ളൊരു സുഹൃത്താണ്. സുഹൃത്തിൻ്റെ കഥ വളരെ ചെറുപ്പത്തിലേ ഉള്ളതാണ്. ഹബീബിബിനു മുലാഹിർ എന്ന് പറഞ്ഞൊരു നേരത്തെ അലിയാർ തങ്ങളൊക്കെ മദീനയിൽ നിന്ന് താമസം മാറ്റിയപ്പോൾ കൂഫയിലേക്ക് മാറിയ കൂട്ടത്തിൽ മാറിപ്പോയൊരു കുടുംബമാണ്. വളരെ ചെറുപ്പത്തിലെ പിന്നെ ഹുസൈൻ തങ്ങളുടെ സുഹൃത്തായിട്ടുള്ളത്. ഈ ഹബീബിൻ്റെ ചെറുപ്പകാലം തൊട്ട് തന്നെ വളരെ പ്രശസ്തമായൊരു കഥ ഇതിലൊക്കെയും പറയുന്നുണ്ട്. ഇങ്ങനെ നബി ഒരു ദിവസം ആളുകളുടെ കൂടെ മദീനത്ത് ഇങ്ങനെ ടൗണിലൂടെ നടന്നു പോകുമ്പം ഈ ഹബീബ് അന്ന് വളരെ ചെറിയ കുട്ടിയാണ്, 8 വയസ്സ് 9 കുട്ടിയായ ഹബീബ് ഇങ്ങനെ മണലിൽ കളിക്കുന്നത് കണ്ടിട്ട് റസൂൽ എന്നിട്ട് ഇവനെ എടുത്ത് മണലൊക്കെ തുടച്ചു, എന്നിട്ടൊരു മുത്തം കൊടുത്തു, ഇങ്ങനെ കൂടെ നിർത്തി, കൂടെ തോളിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ചോദിച്ചു അതെന്ത് റസൂൽ ഇങ്ങനെ. റസൂൽ പൊതുവേ കുട്ടികളോട് സ്നേഹം കാണിക്കാറുണ്ട്, പക്ഷേ ഈ മുലാഹിറിൻ്റെ കുട്ടീനോട് ഇത്ര ഇത് കാണിക്കാൻ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അതെന്താ വെച്ചാൽ ഹബീബ് പിന്നെ ഹുസൈൻ്റെ കൂടെ തന്നെ എപ്പോഴും കളിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഹുസൈൻ്റെ കാല് പതിഞ്ഞ മണലടി പിന്നെ മുത്തം കൊടുക്കുന്നതും അതെടുത്ത് നെറൂല് വെക്കുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഈ ഹുസൈൻ്റെ കാലിൽ പതിഞ്ഞ മണലടി തന്നെ ആയിരിക്കും ഇവൻ്റെ അവസാനം എന്ന് അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇയാളിങ്ങനെ പോയിട്ട് പിന്നെ അലിയാർ തങ്ങളുടെ കുടുംബവും താമസം മാറിയിട്ട് കൂഫയിലെത്തി. കൂഫയിൽ ആണ് ഇയാൾ ഉള്ളത്. അപ്പോൾ ഇയാൾ കൂഫയിലാണുള്ളത്. കൂഫയിൽ എവിടെയാണ് ഉള്ളത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ കൂഫയിലെത്തി. ഇങ്ങനെ കൂഫയിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൊരു ഗ്രാമത്തിലാണ് അദ്ദേഹം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് ഹുസൈൻ തങ്ങൾ പിന്നെ കത്ത് കൊടുത്തേക്കുന്നുണ്ട്. ഈ കത്ത് കിട്ടുന്നൊരു വൈകുന്നേരം അയാൾ വളരെ പെട്ടെന്നാണ് ഇയാൾ ചന്തയിൽ നിന്ന് തിരിച്ചിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഭാര്യയോട് പറയുന്നത്, ഞാൻ പിന്നെ മൈലാഞ്ചി വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു, പിന്നെ താടി ചോപ്പിക്കാൻ. അപ്പോൾ ഇനിയിപ്പം മൈലാഞ്ചി വേണ്ടി വരില്ല താടി ചോപ്പിക്കാൻ. ഇമാം ഹുസൈൻ ഇവിടെ ഇങ്ങനെയാണ് സംഭവം ഉള്ളത്, അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ ചോറുകൊണ്ട് ചോപ്പിക്കാമല്ലോ, ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ഇമാം ഹുസൈൻ നിങ്ങൾക്ക് കത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊട്ടും താമസിക്കില്ലെങ്കിൽ ഇപ്പം തന്നെ ഉടൻ പുറപ്പെടാം, നിങ്ങൾ പോകണം, പിന്നെ നിങ്ങൾ നിൽക്കുന്നത് ശരിയല്ല. അങ്ങനെ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് കത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം പോകണം എന്ന് പറയുന്നു. അപ്പോൾ ഇയാൾക്ക് പോകാൻ ഉള്ള പ്രശ്നമുണ്ട്. പോവാൻ
ആർക്കും പുറത്തു പോകാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ കൂഫ നഗരത്തിൽ നിന്ന് ആർക്കും പുറത്തു പോകാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നമുള്ളതുകൊണ്ട് ഇയാൾ കുതിരയും കൊണ്ട് നഗരത്തിന് പുറത്ത് പോയിട്ട് നിൽക്കാൻ ഇയാളുടെ വേലക്കാരനെ ആദ്യം ഇത് കൊടുക്കുന്നു. പിന്നെ ഇരുട്ടായ സമയത്ത് ഇയാൾ അവിടെ ചെല്ലുമ്പോൾ ഇയാൾ കേൾക്കുന്നത് ഇയാളുടെ വേലക്കാരൻ ഇങ്ങനെ പറയുന്നതാണ് ഈ കുതിരയോട്, ഇനിയിപ്പം മൂപ്പര് വരില്ലേ, ഇവർക്ക് എന്തെങ്കിലും പറ്റിയോ, മൂപ്പരെ പിടിച്ച് ജയിലിലിടുകയെ, പിന്നെ വരാൻ പറ്റാതെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ നമുക്ക് രണ്ടാക്കും പോവാം, എന്നാൽ പിന്നെ എനിക്ക് പിന്നെ ഇമാമിൻ്റെ കൂടെ ഷഹീദാവുമല്ലോ, എന്നാൽ പിന്നെ എനിക്ക് ഭാഗ്യം കിട്ടുമല്ലോ. ഇത് കേട്ടുകൊണ്ടാണ് ഇയാൾ ചെല്ലുന്നത്. അങ്ങനെ ആ വേലക്കാരനെയും കുട്ടി ഇവർ രണ്ടാളും കൂടെ അവിടെ ചെല്ലുമ്പോൾ ഇവർ കാണുന്നത് ഇതാണ്, ഈ ഇമാം ഹുസൈൻ എല്ലാം തയ്യാറാക്കി നിൽക്കുകയാണ്. എന്നിട്ട് മൂപ്പര് അപ്പോൾ അവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളിൽ പിന്നെ ഒരാളുള്ളത് മുസ്ലിം ഇബ്നു ഔസജ എന്ന് പറഞ്ഞൊരാളുണ്ട്. നല്ല പ്രായമുള്ള ആളാണ്. ബദറിലും ഹുനൈനിലും ഒക്കെ റസൂലിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു പോരാളിയാണ്, നല്ല യോദ്ധാവാണ്. മുസ്ലിം ഇബ്നു ഔസജ ഉണ്ട്. പിന്നെ അനസ് ഇബ്നു ഹാരിസ് എന്ന് പറയുന്നൊരു ആളുണ്ട്. പിന്നെ ബദറിൽ തന്നെ ഒരു വളരെ ഇതായിട്ടുള്ളൊരു ഫൈറ്ററായിരുന്ന ഒരു ദ്വന്ദ്വ യുദ്ധത്തിൽ വളരെ പ്രശസ്തമായിരുന്ന കക്ഷിയുണ്ട്, ഒരു ഹുനൈൻ. ഹജ്ജാജ് ബിൻ മസ്റൂഖാണ് ബാങ്ക് കൊടുക്കുന്നത്. ബുറൈർ ബിൻ ഖുബൈർ എന്ന് പറയുന്ന കക്ഷിയുണ്ട്. ബുറൈറാണ് ഈ 54 ആളുണ്ട് എന്ന് പറയുന്ന ഈ 54 ആളുടെ സംഘത്തിൻ്റെ ഈ നബി കുടുംബത്തിലെ 18 ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള 56 ആളുകളെ കൊണ്ട് ഒരു സൈന്യമായിട്ട് സംഘടിപ്പിക്കുന്നതും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഒക്കെ തീരുമാനിക്കുന്നതും ബുറൈറാണ്. അപ്പം ബുറൈർ ആളുകളോട് പറയുന്നത് കാര്യമായിട്ടൊരൊറ്റ കാര്യം മാത്രമാണ്, പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുക ഈ 54 ആളുകളിൽ ആരെങ്കിലും ജീവിച്ചിരിക്കെ ഇമാം ഹുസൈനോ അല്ലെങ്കിൽ ഈ അഹ്ലു ബൈത്തിലെ ഈ കുടുംബത്തിനുള്ള ആളുകൾക്കോ അവരുടെ ജീവനൊന്നും പറ്റരുത്. ഇമാം ഹുസൈൻ്റെ ജീവൻ നമ്മൾ പോയതിനു ശേഷം എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ സംഭവിക്കല്ലാതെ നമ്മളുണ്ടായിരിക്കെ ഇവർക്കൊന്നും സംഭവിക്കരുത് എന്ന്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് ശേഷവും ഇമാം സൈനബ് ചെന്നിട്ട് ഹുസൈനോട് ചോദിക്കുന്നുണ്ട്, അല്ല പിന്നെ ഈ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവുമോ, ഇനി ഉണ്ടാവുമോ? അപ്പം ഇതിങ്ങനെ കൂഫ മുഴുവൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മളിങ്ങോട്ട് പോകുന്നത്, എന്നിട്ടിപ്പോൾ ആരുമില്ല, ഇനിയിപ്പോൾ ഉണ്ട് എന്ന് പറയുന്ന ഈ മനുഷ്യന്മാരുണ്ടാവുമോ, അത് നേരം വിളിക്കുമ്പോഴത്തേക്ക് അവർ പോവോ? അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ഈ ഹുറൈർ ആൾക്കാരെയും കൂട്ടി ചെന്നിട്ട് ബീവിയുടെ അടുത്ത് ചെന്നിട്ട് ബീവിയുടെ മുമ്പ് നിന്ന് ഇവരുടെ മുഴുവൻ വാളിൻ്റെ ഉറകൾ നശിപ്പിക്കുകയാണ്. ഇനി ഞങ്ങൾ അവസാനം വരെ വാളുറയിലിടില്ല എന്നുള്ളതിൻ്റെ വാളിൻ്റെ ഉറകൾ തീയിലിട്ട് നശിപ്പിച്ചിട്ട് ഞങ്ങളുണ്ടാവും, ബീവി പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അന്ന് രാത്രി ഇമാം ഈ ആളുകളെ മുഴുവൻ വിളിച്ചു കൂട്ടും. ഈ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന മുഴുവൻ ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ട് ഇമാം അവരോട് പറയുന്നത്. അപ്പം 8-ാം തീയതിയാണ് ഇമാം 9-ാം തീയതി രാവിലെ തന്നെ ഇവർ വന്നിട്ട് ഇങ്ങനെ ഇത് പറയുന്നുണ്ട്. 9-ാം തീയതി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇവർ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇനി കാത്തു നിൽക്കാൻ പറ്റില്ല, ഒന്നുകിൽ ഇത് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ യുദ്ധത്തിന് വരിക എന്ന് പറഞ്ഞപ്പോഴാണ് ഇമാം ഹുസൈൻ പറഞ്ഞത്, എനിക്ക് രാത്രി പ്രാർത്ഥിക്കാൻ സമയം തരണം, രാവിലെ ഇതാക്കാമെന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞതിന് ശേഷം മൂപ്പര് ഈ ആളുകൾ മുഴുവൻ വിളിച്ചു കൂട്ടുന്നു. ഈ പറയുന്ന മുഴുവൻ ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഈ ആളുകളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് മൂപ്പര് പറയുന്ന, പിന്നെ സുഹൃത്തുക്കൾ എന്താണ് സംഭവിക്കുകയെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, എനിക്കും അറിയാം. യസീദിന് വേണ്ടത് എൻ്റെ തലയാണ്, എൻ്റെ ജീവൻ ആണ് യസീദിന് ആവശ്യം, അത് ആവശ്യമാണ്. അവർ വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറല്ല, നമ്മളും വിട്ടുവീഴ്ചയ്ക്ക് നമ്മളും തയ്യാറല്ലല്ലോ, ബയ്യത്ത് കൊടുക്കാൻ നമ്മളും തയ്യാറല്ല, തല വേണമെന്നുള്ള കാര്യത്തിൽ അയാളും തയ്യാറല്ല. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പോവാം. നിങ്ങൾ പോവുകയാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് കൂഫയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി അവർ സുരക്ഷിതമായ വഴി അവർ തന്നെ ഒരുക്കി തരികയും അവർ നിങ്ങൾക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരികയും ചെയ്യും. നിങ്ങൾക്ക് പോവാം. അവർക്ക് വേണ്ടത് പിന്നെ എന്നെ മാത്രമാണ്, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളാരും പിന്നെ നിങ്ങൾക്കൊക്കെ നാട്ടിൽ ഭാര്യമാരും മക്കളും ഒക്കെ ഉള്ളവരാണ്, എൻ്റെ ഇവിടെ കൂടെയുണ്ട്. അതെന്താ വെച്ചാൽ ഞങ്ങൾ ചെയ്യാതെ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് കുറച്ച് നേരം മിണ്ടാതിരുന്നിട്ട് മൂപ്പര് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അങ്ങനെ പോകാൻ ആർക്കെങ്കിലും പിന്നെ വിഷമമുണ്ടെങ്കിൽ ഞാൻ വിളക്ക് കെടുത്താം, ആ ഇരുട്ടത്ത് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് വിളക്ക് കെടുത്തി. ഒരുപാട് നേരം കഴിഞ്ഞിട്ട് മൂപ്പര് വിളക്ക് കെടുത്തുമ്പോൾ ഈ ആളുകൾ മുഴുവൻ ഇരിക്കുന്നിടത്തുനിന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ
പിന്നെ ഔഷധ പറയുന്നത് ഇമാം പറയുന്നത് പോലെയല്ല. ഇമാം ഭൂമിയിലില്ലാത്ത ഞങ്ങളുടെ ജീവിതത്തിന് ഒരു ദിവസത്തെ കഞ്ഞിയുടെ വില പോലുമില്ല. അങ്ങുള്ളപ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് വില. അങ്ങ് അത് മനസ്സിലാക്കണം. അങ്ങുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളും ഉള്ളത് കൊണ്ട്. അങ്ങില്ലാത്ത ഈ ഭൂമിയിൽ ഞങ്ങളുടെ ഒരു ജീവിതത്തിന് ഒരു ദിവസത്തെ കഞ്ഞിയുടെ വില പോലുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പോകാൻ വേണ്ടി വന്നവരല്ല. ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്, ഞങ്ങളുണ്ട് എന്ന് പറയാം. അങ്ങനെ ഇവരൊക്കെ തീരുമാനിക്കുന്നു. പിന്നെ പിറ്റേന്ന് രാവിലത്തേക്കുള്ള ഇവർക്ക് എല്ലാവർക്കും ഉള്ള പിന്നെ ഇതെടുത്തു കൊടുക്കുകയാണ്, വാളുകളെടുത്തു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഹബീബിനൊക്കെ വേണ്ടിയിട്ടുള്ള വാളും പിന്നെ ഈ കിറ്റ് മൂപ്പര് വേറത്തെ തന്നെ മാറ്റി വെച്ചത്. ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ, നമുക്കിപ്പോഴും മനസ്സിലാവാത്ത 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, ഈ വർഷാവർഷം അവിടെ ഈ മുഹറത്തിലെ ഇപ്പം കർബലയിലും ഉള്ള മുഹറത്തിലെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞതിന് ശേഷം കർബലയിലെ ഈ വിലാപത്തിൻ്റെ എല്ലാ ചടങ്ങുകളിലും അതേപോലെ തന്നെ 40-ന് പിന്നെ അർബൈൻ പിന്നെ വിലാപത്തിൻ്റെ 40-നും നമ്മളൊക്കെ കാണുന്ന ഒരു ഇതായിരിക്കും ഈ പിന്നെ ഈ പൗരസ്ത്യ സഭകളിൽപ്പെട്ട ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ വന്നിട്ട് പലപ്പോഴും പിന്നെ ഇവരുടെയൊക്കെ എന്താണ് ബിഷപ്പുമാരുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെ ഈ പാത്രിയാർക്കീസ്മാരുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെ ബിഷപ്പുമാർ വന്നിട്ട് പിന്നെ അവർ പതാകകളും കുരിശും ഒക്കെ ആയിട്ട് വന്നിട്ട് അവർ പിന്നെ വിലാപത്തിലൊക്കെ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് തിരിച്ചു പോകും. നമുക്കത് മനസ്സിലാവില്ല. ഇതൊക്കെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ആലോചിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. അതേപോലെ തന്നെ ഉത്തരേന്ത്യയിൽ മുഴുവൻ വ്യാപകമായിട്ട് ഉത്തരേന്ത്യയിലും അതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ ചില ഭാഗങ്ങളിലും ഈ ഹുസൈനി ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞൊരു സമൂഹമുണ്ട്. അവർ പിന്നെ ഇവർ തന്നെയാണ്, അവർ ബ്രാഹ്മണർ തന്നെയാണ്. അവരെല്ലാ തരത്തിലും ഇപ്പം നമ്മളുടെ വളരെ പ്രശസ്തനായ ബോംബെയിൽ നടൻ പിന്നെ ഈ സഞ്ജയ് മറ്റേ ഇവരൊക്കെ സുനിൽ ദത്ത് സഞ്ജയ് അവരൊക്കെ ഈ ഫാമിലിയിൽ പെട്ടുന്നവർ, അവരൊക്കെ ഇത് ആചരിക്കുന്നവരുമാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ആളുകളുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ലാതെ ഈ ആളുകളുണ്ടായിരുന്നു, അവിടെയുണ്ട്. ഈ പറയുന്ന 54 ആളുകളുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ അബൂദറുൽ ഗിഫാരിയുടെ അടിമയായിട്ട് അബൂദറുൽ ഗിഫാരിയുടെ കൂടെ പിന്നെ വന്നിട്ട് പിന്നെ റസൂലിൻ്റെ കൂടെ തന്നെയായി, പിന്നെ അലിയാരുടെ കൂടെ തന്നെയായി, പിന്നെ ഇവിടെ തന്നെ ആയ ഒരു ജോൺ എന്ന് പറയുന്നൊരു കക്ഷിയുണ്ട്. ജൗൻ എന്നും എഴുതാറുണ്ട് ചിലപ്പോൾ അറബിയിൽ, ചിലപ്പം ചില സാധനങ്ങളിലൊക്കെ ജോൺ എന്ന് തന്നെയാണ്. ജോണുണ്ട്, അബിസീനിയക്കാരനാണ് ജോൺ എന്ന് അവസാനം പറയുന്നുണ്ട്. പിന്നെ ഇമാമെ, ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ട് ഞങ്ങളുടെ കറുത്തവരുടെ രക്തത്തിനും കറുത്ത നിറമാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ രക്തം നിങ്ങളുടെ രക്തവുമായിട്ട് കൂടിക്കലർന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഞാനും രാവിലെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പം മൂപ്പര് പറഞ്ഞത്, എന്താണ് ജോൺ പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് സങ്കടമുള്ളത് 3 ദിവസമായിട്ട് നിങ്ങൾക്ക് വെള്ളം തരാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമാണ്. 82 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് വെള്ളം തരാതെയാണ് ഞാൻ 3 ദിവസമായിട്ട് കൊണ്ടു നടക്കുന്നത്. അങ്ങനത്തെ ഒരാളെ രാവിലെ യുദ്ധത്തിന് ഇറക്കുക എന്നുള്ളൊരു സങ്കടമില്ലാതെ ഇങ്ങനെ രക്തത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. അവിടെ അന്ന് വന്ന് വീഴുന്ന വഹബ് ബിൻ അബ്ദുള്ള എന്ന് പറയുന്നൊരു കക്ഷിയുണ്ട്. അന്ന് ഈ ടെൻറ്റും ഈ സംഭവങ്ങളും ഒക്കെ കണ്ട് വഹബ് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഭാര്യ വീട്ടിൽ നിന്നിട്ട് വഹബിൻ്റെ ഉമ്മയും പിന്നെ വഹബിൻ്റെ ഭാര്യ, പുതിയതായിട്ട് കല്യാണം കഴിച്ച വഹബിൻ്റെ ഭാര്യയും പോകുന്ന വഴിക്കാണ് ഇവരിത് കാണുന്നത്. ഈ ടെൻറ്റും ഇങ്ങനത്തെ ഒരു സംഭവം ഇതൊക്കെ കണ്ടപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഇത് ഇമാം ഹുസൈനും സംഘവും ആണ്. അപ്പോൾ ഈ ഉമ്മാക്ക് പിന്നെ ഇത് കൃത്യമായിട്ട് എല്ലാം അറിയുന്നവരും കൂഫയിൽ നേരത്തെ ഉണ്ടായിരുന്നവരും അലിയാർ തങ്ങൾ ഹസൻ ഇവരെയൊക്കെ അറിയുന്നവരുമാണ്. ഉമ്മ പറഞ്ഞ് വഹബിനോട്, പിന്നെ നീയും പിന്നെ കല്യാണം കഴിച്ചിട്ട് വരികയാണ്, നീയും ഭാര്യയും കൂടെ പോയിക്കോ, ഞാനിവിടെ നിൽക്കാം, അവിടെ സൈനബ് ബീവിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സഹായത്തിന് ആൾ വേണ്ടി വരും, ഞാനിവിടെ നിൽക്കാം, നിങ്ങൾ പോയിക്കോളി, കുട്ടികൾ പോയിക്കോളി എന്ന് പറഞ്ഞപ്പോൾ വഹബ് പറയുന്നത് ഞാൻ പോവില്ല, പിന്നെ അങ്ങനെയാണെങ്കിൽ ഉമ്മയോടൊക്കെ ആണെങ്കിൽ ഞങ്ങളവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഇവരും അവിടെ തന്നെ നിൽക്കുന്നു. ഇവരതിൽ ചേർന്നുമ്പം ഹുസൈൻ തങ്ങളും പറയുന്നുണ്ട് വഹബിനോട്, വഹബ് പോയിക്കോ, പിന്നെ കല്യാണം കഴിച്ചിട്ട് വരുന്ന വഴിയില്ല, കുട്ടിയും കൊണ്ട് പോയിക്കോ, ഉമ്മാനെയും കൊണ്ടുപോയിക്കോ, പിന്നെ ഇത് നാളെ വൈകുന്നേരം വരെ മാത്രമുള്ളൊരു ഇതാണ്, അപ്പോൾ നിൽക്കണ്ട. അപ്പം ഈ വഹബ് പറയുന്നത് അങ്ങനെയല്ല, ഞാൻ നിൽക്കാൻ തീരുമാനിച്ചത് തന്നെയാണ്, അതൊരു നിൽക്കും. അപ്പം നിങ്ങളൊരു കാര്യം മാത്രം ഉറപ്പ്, സൈനബ് ബീബിയോട് സംസാരിച്ചിട്ട് അപ്പം നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ശേഷം സ്ത്രീകളോട് അവരെങ്ങനെയാണ് പെരുമാറുക എന്നറിയില്ലല്ലോ. എങ്ങനെയാണെങ്കിലും അവർ നബിയുടെ മുമ്പത്തിലെ സ്ത്രീകളോട് മര്യാദയൊക്കെ ആയിരിക്കുമല്ലോ പെരുമാറുക.
അപ്പം ഉമ്മയും എൻ്റെ ഭാര്യയും അവർ ആ കുടുംബത്തിൽ തന്നെ പെട്ടതാണ്, ആ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് എന്ന് അവരോട് പറയാൻ, അങ്ങനെ തന്നെ അവരെയും കണക്കാക്കണമെന്ന് പറയാൻ നിങ്ങൾ സൈനബിനോട് ബീവിയോട് പറഞ്ഞാൽ മാത്രം മതി, ഞാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിൽക്കും. അങ്ങനെയാണ് ഈ സംഭവങ്ങൾ മുഴുവൻ അവിടെ ഉള്ളത്. ഇങ്ങനെ 9-ാം തീയതി രാത്രിത്തെ ഈ സംഭവങ്ങളോട് കൂടിയിട്ട് ഇതൊക്കെയും കഴിയുന്നു. പിന്നെ ഈ 10-ന് രാവിലത്തെ സംഭവങ്ങളാണ്. 10-ന് രാവിലെ ഈ പതിവ് പോലെ തന്നെ ഈ ഇവിടുന്ന് ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ തുടങ്ങുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ആളുകളും എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ബന്ധുക്കളായിട്ടുള്ളത് മക്കൾ അലി അക്ബർ ഉണ്ട്, ഇമാം ഹുസൈൻ്റെ മകൻ അലി അക്ബർ, 18 വയസ്സാണ് അലി അക്ബറിന്. അലി അക്ബറിൻ്റെ ഉമ്മ ശരിക്ക് അവർ ഒരു പേർഷ്യൻ രാജകുമാരിയായിരുന്നു. ദസ്തഗീർ രാജാവിൻ്റെ മകളായിട്ടുള്ള ഷഹർബാൻ എന്ന് പറയുന്ന കക്ഷിയാണ്. അപ്പോൾ അവർ അലി അക്ബർ ജനിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ മരിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ഹുസൈൻ തങ്ങൾ പിന്നെ കല്യാണം കഴിക്കുന്നത് ഉമ്മു റബാബയാണ്. ഉമ്മു റബാബയുടെ കുട്ടി അലി അസ്ഗർ ഉണ്ട്. അലി അസ്ഗറിന് അന്ന് 6 മാസമാണ്. പിന്നെ ഹസ്സൻ്റെ മക്കളുണ്ട്, ഖാസിം, അബ്ദുള്ള, അബൂബക്കർ. അങ്ങനെ ഹസ്സൻ തങ്ങളുടെ മക്കൾ, ഇവരുടെ മക്കൾ. പിന്നെ അനുജൻ അബ്ബാസ്, അലിയാർ തങ്ങളുടെ തന്നെ മകൻ അബ്ബാസ്, അലിയാർ തങ്ങളുടെ വേറെ മക്കളായിട്ടുള്ള അബ്ദുള്ള, ഉസ്മാൻ, അബൂബക്കർ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മുസ്ലിം അഖീൽ, അവിടെ വെച്ച് മരിക്കുന്ന മുസ്ലിം ഇബ്നു അഖീൽ. പിന്നെ അഖീലിൻ്റെ മക്കളായിട്ടുള്ള അബ്ദുള്ള, മുഹമ്മദ്, ജൗൻ, ജാഫർ, അബ്ദുറഹ്മാൻ. പിന്നെ ഹുസൈൻ, ഈ സൈന ബീബിയുടെ മക്കൾ 9 വയസ്സും 10 വയസ്സുമുള്ള ഔനും മുഹമ്മദ്, ഇങ്ങനെയുള്ള കുട്ടികളും ഇത്രയൊക്കെയുള്ള ആളുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അന്ന് രാത്രി പിന്നെ സംഭവിക്കുന്ന ഒരു കാര്യം, രാത്രിയോട് കൂടിയിട്ട് ഈ യസീദിൻ്റെ പട്ടാളത്തിലുള്ള അല്ലെങ്കിൽ ഈ എതിർ കക്ഷികളുടെ പട്ടാളത്തിലുള്ള ഖുർറുബ്ന് റിയാരി എന്ന് പറയുന്ന കക്ഷി, നമ്മൾ ഈ 7-ാമത്തെ ദിവസം ഇമാം ഹുസൈൻ തങ്ങളെ ആദ്യം വളഞ്ഞിട്ട് കർബലയിലേക്ക് മാറ്റി കർബലയിൽ എത്തിച്ച ഖുർറുബ്ന് റിയാരി എന്ന് പറയുന്നൊരു കക്ഷി, രാത്രി വൈകുന്നേരമൊക്കെ ആയപ്പോൾ മൂപ്പര് നടന്നിട്ട് ഈ ഗവർണറോടും സേനാനായകനോടും ഒക്കെ പലതവണ സംസാരിച്ച് നോക്കുന്നുണ്ട്. വെള്ളം കൊടുക്കണം, പിന്നെ വെള്ളം കൊടുക്കാൻ നിൽക്കാൻ പറ്റില്ല, ചെറിയ കുട്ടികളുള്ളതാണ്. പിന്നെ നബി കുടുംബത്തിലെ സ്ത്രീകളുണ്ട്, അത് നോമ്പുള്ളവരൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ മക്കളുണ്ട്, വളരെ ചെറിയ മക്കൾ, 6 മാസമൊക്കെ ആയ മക്കൾ. ഞാൻ നേരിട്ട് കണ്ടതാണ് അവരെ, ഞാൻ 2 ദിവസം അവരുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഹുറ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിക്കുന്നത് മുഴുവൻ പിന്നെ ഹുസൈൻ തങ്ങളുടെ കൂടെ തന്നെ. അവർ ബാങ്ക് കൊടുക്കുമ്പോൾ അവരുടെ കൂടെ നിസ്കരിക്കും, ഹുസൈൻ തങ്ങളെ തുടർന്ന് നിസ്കരിക്കും. ഹുറ് പറഞ്ഞ് ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നതും അവരുടെ കൂടെ നിസ്കരിച്ചതൊക്കെയാണ്. എനിക്ക് അവിടെ ആരൊക്കെ ഉള്ളതെന്നറിയാം. ഈ ചെറിയ കുട്ടികളുണ്ട്, ഏറ്റവും വെള്ളം കൊടുക്കില്ല എന്ന് പറഞ്ഞ സംഭവം ശരിയാവില്ല. അത് അങ്ങനെയല്ല, അത് സംസാരിച്ച് തീർക്കാമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ അവരങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. അവിടെ ഇങ്ങനെ വെയിലത്തിടാൻ വേണ്ടിയിട്ടല്ല കൊണ്ടുപോയത്, അത് ശരിയാവില്ല എന്ന് അങ്ങനെ പറഞ്ഞ് രാത്രിയോട് കൂടിയിട്ട് ഇയാളുടെ ഒന്നും നടക്കില്ലാതെ കേട്ടപ്പോൾ അയാളുടെ മക്കളെ വിളിച്ചിട്ട്, മകനെയും ഒരു മകനുണ്ട്, മകനും പിന്നെ അയാളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകുന്നൊരു കക്ഷിയുണ്ട്, ഒരു പിന്നെ സുഹൃത്തും ഇതൊക്കെ, അയാളെയും 2 വിളിച്ചിട്ട് ഇയാൾ പറയുന്നത്, പിന്നെ എനിക്കൊരബദ്ധം പറ്റിപ്പോയതാണ്, ഞാനിത് ചെയ്യരുതായിരുന്നു. പിന്നെ അങ്ങനെ ഹുസൈൻ തങ്ങളെയും കുടുംബത്തിനെ ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിക്കരുതായിരുന്നു, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ഞാൻ ഇവർ മനുഷ്യന്മാരാണല്ലോ, അവരോട് സംസാരിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം മൂപ്പരുടെ പിന്നെ ഒരു അടുപ്പുണ്ടാക്കാം, പിന്നെ ഇവരോട് സംസാരിച്ചിട്ട് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. ഇത് അബദ്ധമായിപ്പോയി, അതുകൊണ്ട് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, ഇനി ഇവർ ഒരു തരത്തിലും അടുക്കുന്നില്ലെങ്കിൽ ഞാൻ മാറുകയാണ്, ഞാൻ ഹുസൈൻ തങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറയും. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ. അപ്പോൾ ഇയാളുടെ മകൻ പറയും ഞാനെന്തായാലും വരുന്നു, മറ്റേ കക്ഷിയും പറയും ഞാനെന്തായാലും വരും. അങ്ങനെ ഇവർ 3 ആളും രാത്രി ചെല്ലും. രാത്രി ചെല്ലുന്ന സമയത്ത് പിന്നെ രാത്രി ചെന്ന് കഴിയുമ്പോൾ രാത്രി എല്ലാ ആളടക്കങ്ങളും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ടെൻറ്റിലേക്ക് 3 ആൾക്കാർ വരുന്നത്. കാണുമ്പോൾ എന്താണ് സംഭവം എന്നറിയാതെ അബ്ബാസ് പെട്ടെന്ന് വാളെടുത്തിട്ട് അബ്ബാസ് പുറത്തേക്ക് ഇറങ്ങും. ഹുസൈൻ തങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവരാണ്. അപ്പോൾ ഇയാൾ വന്ന് ബാൾ താഴെ വെച്ചിട്ട് ഹുറു പറയും, പിന്നെ തങ്ങളത് ഞാനാണ്, ഹുറാണ്, പിന്നെ എനിക്കൊരബദ്ധം പറ്റിയതാണെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് അബദ്ധം പറ്റിയതാണ്, ഞാൻ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ടൗണിലേക്ക് എത്തിക്കായിരുന്നു, കൂഫ ടൗണിലേക്ക്, ഇങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചത് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ബാക്കി രാവിലെ യുദ്ധമാണെങ്കിൽ യുദ്ധം ഞാൻ നിങ്ങളുടെ ഭാഗത്തുണ്ടാവും, ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്.
പിന്നെ അങ്ങനെ രാവിലെ ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇവരിത് പറയുന്നു. അപ്പോൾ അവരിങ്ങനെ ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കുന്നു. അപ്പോൾ ഇനി രക്ഷയില്ല, 10 മുഹറം 10 അപ്പം അവസാനത്തെ ദിവസമാണ്. അങ്ങനെ തീരുമാനിച്ചപ്പോൾ യുദ്ധത്തിനിറങ്ങാം എന്ന് തന്നെ തീരുമാനിച്ച സമയത്ത് ഈ രാവിലെ തന്നെ ഹുറും മകനും മറ്റേ ആളും വന്നിട്ട് പറയും എന്ന് ഹുസൈൻ തങ്ങളോട് പറഞ്ഞത്, ഞാനാണല്ലോ നിങ്ങളവിടെ എത്തിച്ചത്, ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നതുമാണല്ലോ, ഞാനാ ആദ്യം ഇറങ്ങാം, ബാക്കി പിന്നെ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഹുറു പോകുന്നു, ഹുറും മക്കളും. അപ്പോൾ ഹുറും മക്കളും പോയിട്ട് ഹുറു ആദ്യം അവരോട് സംസാരിക്കും. ആളുകൾ ആരാ നിങ്ങൾക്ക് അറിയാനിട്ടായിരിക്കും, ഒരു പക്ഷേ നിങ്ങളധികം ആൾക്കാരും ഈ പട്ടാളത്തിലുള്ള അധികം ആൾക്കാരും പട്ടാളക്കാരായിട്ട് വന്നവരധികവും പിന്നെ ഇവിടുന്നല്ല, കൂഫയെന്നല്ല, പട്ടാളക്കാരായിട്ട് വന്നവർ മുഴുവൻ അധികം പിന്നെ ദമസ്കസ് നിന്നാണ്. അവർ മറ്റേ ഇവിടുന്ന് വന്ന ആൾക്കാരാണ്, ഷാമിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ടായിരിക്കും അത് അങ്ങനെ ഒരു തീവ്രവാദി സംഘവും അതിങ്ങനെ വിമത സംഘമൊന്നുമല്ല, അത് നബിയുടെ കുടുംബമാണ്, നബിയുടെ പേരക്കുട്ടികളാണ്, അലിയുടെ ഫാത്തിമയുടെ മക്കളാണ്, അങ്ങനത്തെ ആൾക്കാരാണ്. അല്ലാതെ ഇവർ പറയുന്നത് പോലെ അത് അങ്ങനത്തെ ഒരു തീവ്രവാദി സംഘവും വെല്ലുവിളിക്കാൻ വന്നവരൊന്നുമല്ല. അവർ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാനാണ്. അപ്പോൾ അതറിയാത്തത് കൊണ്ടാണെങ്കിൽ പിന്നെ നിങ്ങൾ അവർക്ക് എതിരെ നിൽക്കരുത്, നിങ്ങൾ മാറണം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഈ സേനാനായകനും പിന്നെ ഇവിടെ ഗവർണറും തീരുമാനിച്ചിട്ട് പറഞ്ഞു ഹുറിനെയും ടീമിനെയും പിന്നെ കൂട്ടത്തോടെ ആക്രമിക്കാൻ പറഞ്ഞു ഇവരോട്. ഇങ്ങനെ ഒറ്റ അന്നത്തെ ഒരു കാലഘട്ടത്തിലുള്ള നമ്മൾ ഈ ആദ്യത്തെ യുദ്ധങ്ങളുടെയൊക്കെ കഥ കേൾക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ അപ്പം എന്താണ് പിന്നെ എല്ലാ യുദ്ധത്തിലും അവസാനം ഹന്തക്കടക്കുള്ള യുദ്ധത്തിൽ കേട്ടിട്ടുണ്ടാവും. ഓരോരുത്തരും നിന്നിട്ട് അവരുടെ ഗോത്രത്തിനും അല്ലെങ്കിൽ അവരുടെ പദവിക്കും അനുസരിച്ചുള്ള ആൾക്കാരെ വെല്ലുവിളിച്ചിട്ട് ഓരോരുത്തർ 1 to 1 എന്നുള്ള മട്ടിൽ യുദ്ധം പോലെ തുടങ്ങിയിട്ട് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഓരോരുത്തർ നേരിട്ട് ഏറ്റുമുട്ടുക എന്നുള്ള സാഹചര്യത്തിൽ അതായിരുന്നു അന്നത്തെ ഒരു യുദ്ധമര്യാദയൊക്കെ. അപ്പോൾ ഇവർ രണ്ടാളും പറഞ്ഞു അങ്ങനെ അതൊന്നും നോക്കണ്ട, പിന്നെ കൂട്ടത്തോടെ ആക്രമിച്ചിട്ട്, അല്ലെങ്കിൽ ഹുറിനെ പിന്നെ പെട്ടെന്ന് വീഴ്ത്താനും പറ്റില്ല. ഇത്രയും ദിവസം ഇന്നലെ വരെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു ഹുറ ആരാണെന്ന് നമുക്കറിയാലോ. ഹുറിനെ അങ്ങനെ പെട്ടെന്ന് വീഴ്ത്താൻ പറ്റില്ല. നമ്മളുടെ അങ്ങനെയൊക്കെ നോക്കാൻ നിന്നാൽ നമ്മളുടെ ആൾക്കാർക്ക് പരിക്ക് പറ്റും. എന്നിട്ട് തന്നെ അവസാനം അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് 72 ആളുകൾ ഇവർ മരിച്ചപ്പോഴത്തേക്ക് 88 ആളുകൾ മറ്റവർ മരിച്ചിട്ടുണ്ട്. ഈ പിന്നെ വെള്ളം കുടിക്കാനില്ലാത്ത ആൾക്കാരെ 72 ആളുകൾ ഇവർ മരിച്ചപ്പോഴത്തേക്ക് മറ്റവർ 88 ആളുകൾ മരിച്ചിട്ടില്ലേ. അപ്പോൾ ഹുറിനെയും ഇവർ കൂട്ടത്തോടെ വളഞ്ഞാക്രമിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് രാവിലത്തോടു കൂടി തുടങ്ങുന്നത്. അപ്പം ഒരു 2-3 മണിക്കൂറിന് ശേഷം ഹുറ് വീഴുന്ന സമയത്ത് ഹുറ് വിളിക്കുന്നുണ്ട്, പിന്നെ ഹുസൈൻ തങ്ങളെ വിളിക്കുന്നു. മൂപ്പര് പോയി മൂപ്പരോട് സംസാരിച്ചുകൊണ്ട് ഹുറ് കണ്ണടച്ചു. അപ്പം ഹുറിനെയും ഹുറിൻ്റെ മക്കളെയും അബ്ബാസിനെയും ഇവരുടെ സുഹൃത്തുക്കളെയും വിളിച്ചിട്ട് മയ്യത്ത് ഇവരെടുത്തിട്ട് മാറ്റി കിടത്തി. പിന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ ബുഹൈൽ ഹുറൈറ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഭാഗത്തുള്ള ഔഷജ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇവരുടെ ഭാഗത്തു നിന്നുള്ള പട്ടാളക്കാരായിട്ടുള്ള ഫൈറ്റർമാരായിട്ടുള്ള ആളുകൾ മുഴുവൻ ഇറങ്ങി ഏതാണ്ട് ഉച്ചയോടുകൂടി അസറാകുമ്പോഴത്തേക്കൊക്കെ ഈ ഫൈറ്റർമാരായിട്ടുള്ള ആളുകൾ മുഴുവൻ ഇങ്ങനെ ഓരോരുത്തരായിട്ട് തീരുന്നു. അവസാനമൊക്കെയാണ് ഈ പിന്നെ ഇവർ ഇതാവുന്നത്, ഈ പിന്നെ ജോണൊക്കെ പോകുന്നത്. അവസാന ഘട്ടത്തിൽ ജോണിനെ പോലത്തെ ആൾക്കാരൊക്കെ പോകും. അതിൻ്റെ ഇടയ്ക്ക് അവിടെ പിന്നെ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാകുന്നത് ഈ കുട്ടികൾക്ക് വെള്ളം കിട്ടാതെ, ഭീകരമായ അവസ്ഥയിൽ വെള്ളം കിട്ടാതെ കുട്ടികൾ കരയുന്ന ഘട്ടത്തിൽ ഒന്ന് പിന്നെ ഇമാം ഹുസൈൻ്റെ മകളുണ്ട് സക്കീന മോൾ എന്നെല്ലാ സ്ഥലത്തും എഴുതി കാണുന്ന ഈ സക്കീന എന്ന് 7 വയസ്സ് 8 വയസ്സുള്ള സക്കീനയാണ്. സക്കീന അവസാനം ഈ വെള്ളപ്പാത്രം എടുത്തിട്ട് വെള്ളത്തിൻ്റെ ഈ തോലിലുള്ള ഈ വെള്ളപ്പാത്രം എടുത്തിട്ട് ഹസൻ്റെ അടുത്ത് പിന്നെ അബ്ബാസിൻ്റെ അടുത്ത് എന്നിട്ട് പറയും, വേളാപ്പ ഇനി എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ അത്രയും നേരമായിട്ട് ഇമാം ഹുസൈൻ അബ്ബാസിനോട് ഇറങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അബ്ബാസാണ് അവരുടെ നായകൻ, ശരിക്കും അബ്ബാസാണ് പതാകവാഹകൻ. പക്ഷേ അബ്ബാസിനോട് ഇറങ്ങണ്ട, അബ്ബാസിനോട് ഹുസൈൻ തങ്ങൾ പറയുന്നത് വൈകുന്നേരം എന്താണ് സംഭവിക്കുക എന്നറിയില്ല, പെണ്ണുങ്ങളും കുട്ടികളുണ്ട്, അവരെ എങ്ങനെയാണ് സംരക്ഷിക്കുക എന്നറിയില്ല, അപ്പോൾ എനിക്കെന്തെങ്കിലും പറ്റിയാലും നീ ഇവരെ നോക്കാൻ നീ ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടക്കി നിർത്തിയതാണ്. അവസാനമായപ്പം ഈ അബ്ബാസ് തങ്ങൾ ചെന്നിട്ട് വെള്ളപ്പാത്രം എടുത്തിട്ട് ഹുസൈൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, സക്കീന മോള് വല്ലാതെ കരയുന്നത്, പിന്നെ ഞാൻ പോയിട്ട് വെള്ളം എടുത്ത് വരട്ടെ. അപ്പോൾ മൂപ്പര് പറയും, വെള്ളം എടുത്ത് വരാൻ വാൾ വേണ്ടല്ലോ, നീ വാൾ ഇവിടെ വെച്ചിട്ട് പോകണം, വെള്ളപ്പാത്രം മാത്രം മതി. അപ്പോൾ അബ്ബാസ് പറയല്ല, കുടി ഇവിടെ വെക്കാൻ പറ്റില്ലല്ലോ എന്നാൽ പറഞ്ഞാൽ കുടിയും വെള്ളപ്പാത്രവും മാത്രം കൊണ്ട്. അപ്പോൾ മൂപ്പര് അവിടെ ചെന്നിട്ട് ആദ്യം ഇവരോട് പറയും, ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ്,
അപ്പം ഇവർ പറയും വെള്ളം എടുക്കാൻ പറ്റില്ല. പറഞ്ഞ് വെള്ളം എടുക്കും. വെള്ളം എടുക്കുക വെച്ചാൽ വെള്ളത്തിൻ്റെ അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ഇയാൾ ആദ്യം ഇറങ്ങിയിട്ട് വെള്ളം എടുക്കും. വെള്ളം എടുത്തിട്ട് വെള്ളം പാത്രത്തിൽ, ഈ തോലിൻ്റെ പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് വെള്ളം കൊണ്ട് കയറുന്നതിൻ്റെ ഇടയിൽ ആദ്യം ഇവർ കുറച്ച് ആൾക്കാർ അമ്പ് കൊള്ളില്ല. പിന്നെ ഒരാൾ വന്നിട്ട് വലത്തെ കൈ വെട്ടും. അപ്പോൾ ഇയാളിത് ഇടത്തെ കൈയിലേക്ക് മാറ്റും വെള്ളപ്പാത്രം. അപ്പം പിന്നെ ഒരാൾ വന്നിട്ട് ഇടത്തെ കൈ വെട്ടും. അപ്പോൾ ഈ രണ്ട് കൈയും വെട്ടിക്കഴിഞ്ഞ ശേഷം ഇയാൾ വെള്ളപ്പാത്രം കടിച്ചു പിടിച്ചിട്ട് കുതിരപ്പുറത്ത് കയറിയിട്ട് കുതിരപ്പുറത്ത് കവിന്ന് കിടന്നിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഒരാൾ മുതുകിൽ വെട്ടും. പിന്നെ ഒരാൾ വെള്ളപ്പാത്രത്തിന് അമ്പയും. അങ്ങനെയാണ് അബ്ബാസ് അവസാനിക്കുന്നത്. രണ്ട് കൈയും ഇല്ലാതെ വെള്ളപ്പാത്രം കടിച്ചു പിടിച്ചിട്ട് അബ്ബാസിനെ പിന്നെ ഹുസൈൻ തങ്ങൾ വന്നിട്ട് അബ്ബാസിനെ അവിടുന്ന് എടുത്തിന്. അപ്പം പിന്നെ ആളുകൾ വളരെ ഇതാണ്. പിന്നീടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 18 വയസ്സുകാരനായ അലി അക്ബറാണ്. അപ്പോൾ അലി അക്ബറിനോട് ഉമ്മയും പറയുന്നു. അലി അക്ബറിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ വളർത്തുമ്മയാണ്, ഉബ്രബാബാണ് അവർ പറയുന്നത്. പിന്നെ സൈനബ് പറയുന്നു. സൈനബിൻ്റെ അടുത്ത് നിന്നിട്ട് ഇനി പറയുന്ന അമ്മായി സമ്മതം തരണം, ഞാൻ പോവുകയാണ്, ഞാൻ ജീവിച്ചിരിക്കും, ഇപ്പാക്കൊന്നും പറ്റരുത്, ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ മൂപ്പര് പറയുന്നത് അത് അലിയാർ തങ്ങളുടെ വസ്ത്രങ്ങളുണ്ട്, നീ ആദ്യമായിട്ട് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്ന ദിവസം നിനക്ക് തരാൻ വേണ്ടി എടുത്തു വെച്ച വല്യപ്പാൻ്റെ വസ്ത്രങ്ങളുണ്ട്. അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് ഇവനെ പറഞ്ഞേക്കണം. ഏതാണ്ട് 1-2 മണിക്കൂറിനകം ആകുമ്പോഴത്തേക്ക് അലി അസ്ഗർ മരിക്കും. പിന്നെ ചെറിയ കുട്ടികളാണ് ഔനും മുഹമ്മദും. 9 വയസ്സും 10 വയസ്സും ആയ ഔനും മുഹമ്മദ് എന്ന് പറയുന്ന 2 കുട്ടികൾ. ഇവരൊക്കെ നന്നായിട്ട് ഫൈറ്റ് ചെയ്തിരുന്നവരാണ്. അബ്ബാസ് നിർത്തി പഠിപ്പിച്ചതുമാണ് ഇവരൊക്കെ. ഔനും മുഹമ്മദൊക്കെ ഏതാണ്ട് പിന്നെ 10-60 ആളെയൊക്കെ ഒറ്റയ്ക്ക് നേരിട്ടുണ്ട്. ഔനും മുഹമ്മദ് ഇങ്ങനെ പുറം തിരിഞ്ഞ് നിന്നിട്ട് രണ്ടുപേരും പുറം ചാരി നിന്നിട്ട് 2 ഭാഗത്തുനിന്നുള്ള ആൾക്കാരെ അവസാനം ഇവർ ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ അവസാനം ഇവരുടെ പരിപാടി ഇതാണ്. ഒന്നുകിൽ കൂട്ടത്തോടെ ആക്രമിക്കുക, അല്ലെങ്കിൽ തീയുണ്ട നാഫ്തയിൽ പിന്നെ മുക്കിയിട്ടുള്ള തുണിക്കഷ്ണത്തിൻ്റെ തീയുണ്ടകൾ എറിയുക, അല്ലെങ്കിൽ കൂട്ടത്തോടെ ആക്രമിക്കുക. അങ്ങനെ ഈ യുദ്ധമര്യാദകളനുസരിച്ചുള്ള ഫൈറ്റ് ഒന്നുമല്ല. അങ്ങനെ ഇവരേതാണ്ട് എല്ലാം ഇത്രയും ആകുമ്പോഴേക്ക് ഈ ഉമ്രബാബു വന്നിട്ട് ഹുസൈൻ തങ്ങളോട് പറയുന്നു, കുട്ടിക്ക് പാല് വരുന്നില്ല, പിന്നെ ചോരയാണ് വരുന്നത്, കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ അതിഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. നിങ്ങൾ ഈ കുട്ടീനെ കൊണ്ടുപോയിട്ട് അവരോട് കാണിച്ച് കൊടുത്തിട്ട് കുട്ടി കുറച്ച് വെള്ളം കൊടുക്കാൻ, കുട്ടി വെള്ളം കുടിക്കാതെ മരിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. നിങ്ങളെ കുട്ടിക്ക് അങ്ങനെ ഹുസൈൻ തങ്ങൾ ഈ ചെറിയ കുഞ്ഞിനെയും കൊണ്ട് ഇവരുടെ അടുത്തേക്ക് പോവുകയാണ്, കുഞ്ഞിനെ പൊതിഞ്ഞ് കയ്യിലെടുത്തിട്ട്. അപ്പോൾ അവരിങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പം ഈ സൈനാജീവനും ഇവരും പറയുന്നത് ആദ്യം ഹുസൈൻ പിന്നെ ഖുർആനും കൊണ്ടുവരുന്നുണ്ട് എന്നാണ് ഇവരാദ്യം. ഖുർആൻ പൊതിഞ്ഞിട്ട് ഖുർആനും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒത്തുതീർപ്പിനെ പറയാൻ വേണ്ടി വരികയായിരിക്കുന്നത്. പിന്നെ ഇവരടുത്തേക്ക് എത്തിയപ്പോഴാണ് മനസ്സിലായത് ഖുർആനുള്ള കുഞ്ഞാണുള്ളത്. അപ്പോൾ മൂപ്പര് ഇവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പറയും, പിന്നെ ഈ കുഞ്ഞിന് കുറച്ച് വെള്ളം കൊടുക്കണം. ഇതിങ്ങനെ 6 മാസം മാത്രം പ്രായമായ ഒരു കുഞ്ഞാണ്, കുഞ്ഞിന് വെള്ളം കൊടുക്കണം. ഇനി ഞാൻ വെള്ളം കുടിക്കുന്നോ കുടുംബത്തിന് വെള്ളം കൊടുക്കുന്നോ പേടിച്ചിട്ടല്ല, ഒന്നുകിൽ ഞാൻ ഈ കുഞ്ഞിനെ ഇവിടെ വെക്കാം, എന്നിട്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എടുത്തു കൊണ്ടുപോയിട്ട് കുഞ്ഞിന് വെള്ളം കുടിപ്പിച്ചിട്ട് ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് തന്നാൽ മതി, ഞാൻ എടുത്തോളാം, ഞാൻ വെള്ളം എടുക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ മണലിലൊരു വിരിച്ചിട്ട് ഈ വിരിയിൽ കിടത്തി കൊടുക്കും. അപ്പോഴാണ് ഈ അംർ ഇബ്നു സഅദ് എന്ന് പറഞ്ഞ അവരുടെ സൈന്യാധിപൻ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കഴുത്തിലേക്ക് അമ്പെയ്യും. ആദ്യത്തെ ഒരൊറ്റ അമ്പിന് തീരണം, പക്ഷേ ഒറ്റ അമ്പിന് കൊല്ലാൻ കഴിഞ്ഞില്ല. അവരിങ്ങനെ 3-4 അമ്പ് എഴുതിയിട്ട് അവസാനം ഒരു കുഞ്ഞിനെ അങ്ങനെ കഴുത്തിൽ അമ്പ് നിന്നിട്ടാണ് ഈ 6 മാസം പ്രായമായ കുഞ്ഞ്. അപ്പം ഈ വിലാപത്തിൻ്റെ കഥകളിലും ഇതിലുമൊക്കെ ഇങ്ങനെ ഭയങ്കര ആലങ്കാരികമായിട്ട് പറയുന്ന കഥകളിലൊക്കെ പറയാറുണ്ട്. പിന്നീട് അത് ഇങ്ങനെ പെട്ടെന്നൊരു അശരീരി വന്നു, ഇങ്ങനെ ആകാശത്തുനിന്ന് ഭയങ്കരമായിട്ട് അശരീരി വന്നു. ആ കുഞ്ഞിൻ്റെ രക്തം പിന്നെ ചീറ്റരുത്, ആ കുഞ്ഞിൻ്റെ രക്തം ചീറ്റിയിട്ട് ആകാശത്തേക്ക് ഉയർന്നാൽ പിന്നെ ആകാശത്തുനിന്ന് മഴ പെയ്യില്ല, ആ കുഞ്ഞിൻ്റെ രക്തം നീ ഭൂമിയിലേക്ക് ഒഴുക്കരുത് ഹുസൈനെ, ആ കുഞ്ഞിൻ്റെ രക്തം ഭൂമിയിലായ പിന്നെ ഭൂമിയിലൊന്നും വിളയില്ല. അങ്ങനെ ഹുസൈൻ തങ്ങൾ ആ കുഞ്ഞിൻ്റെ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് രക്തം പുറത്ത് പോകാതെ തന്നെ നോക്കി. എന്നിട്ട് മരിച്ചിട്ട് കുഞ്ഞിനെ ഇങ്ങനെ ടെൻറ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഉമർ ബാബു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തന്നെ മറ ചെയ്തോളൂ, ഞങ്ങളാരുമില്ല എന്ന് പറയുന്നു. പിന്നെ ഹുസൈൻ തങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് വാളുകൊണ്ട് ഒറ്റയ്ക്ക് കുഴിയുണ്ടാക്കിയിട്ട് 30 ഒറ്റയ്ക്ക് കുഞ്ഞിനെ അവിടെ
മറ ചെയ്തിട്ട് ഇനിയിപ്പോൾ പിന്നെ എല്ലാവരും തീർന്നു. ഈ അവനും മുഹമ്മദും എന്ന് പറഞ്ഞ 2 കുട്ടികളും ഉണ്ടായിരുന്നു. അവസാനം അവരും തീർന്നു. അവസാനം ആരുമില്ല. പിന്നെ അവസാനം അപ്പോഴത്തേക്ക് ഏതാണ്ട് ഇങ്ങനെ മഗ്‌രിബിൻ്റെ നേരമാവുന്നുണ്ട്. അപ്പം മൂപ്പര് സൈനബിൻ്റെ അടുത്തും ബാക്കിയുള്ള സ്ത്രീകളുടെ അടുത്തും ചെന്നിട്ട് ഇമാം ഹുസൈൻ പറഞ്ഞു, ഇനി ആരും ഇറങ്ങാനില്ല, ഞാൻ പോവാണ്, ഞാൻ ഇറങ്ങാണ്. അതിൽ മൂപ്പര് ഇങ്ങനെ ഇതൊക്കെ കെട്ടി, മൂപ്പരതിൻ്റെ വേഷമൊക്കെ കെട്ടിയിട്ട് മൂപ്പര് പിന്നെ യാത്ര പറയാൻ വേണ്ടിയിട്ട് സൈനുലാബ്ദീൻ്റെ അടുത്ത് ചെന്ന്. അപ്പം സൈനുലാബ്ദീൻ ഉണ്ട്. അപ്പം ഈ ഷിയാക്കളുടെ പാരമ്പര്യത്തിൽ ഇമാം സജ്ജാദ് എന്ന് പറയുന്ന അലി സൈനുലാബ്ദീൻ എന്ന് പറയുന്ന ഇമാം ഹുസൈൻ്റെ മകനുണ്ട്. അപ്പോൾ മൂപ്പർക്ക് അന്ന് 20-21 വയസ്സുണ്ട്. പനിയാണെന്ന് പറയുന്നുണ്ട്, മഞ്ഞപ്പിത്തമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എഴുന്നേൽക്കാൻ നിൽക്കാത്ത സാഹചര്യത്തിൽ മൂപ്പര് ടെൻറ്റിൽ കിടക്കുക, നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മൂപ്പര് ടെൻറ്റിൽ കിടക്കുകയാണ്. പിന്നെ ഉള്ളത് മൂപ്പരുടെ മകനുണ്ട്, 3 വയസ്സ് 4 വയസ്സ് പ്രായമായിട്ടുള്ള മുഹമ്മദുൽ ബാക്കിർ. ഷിയാക്കളുടെ ഇമാമുമാരുടെ കൂട്ടത്തിൽ 5ാമത്തെ ഇമാം ആയിട്ട് വരുന്ന ഇമാം ബാക്കിറുണ്ട്. മൂപ്പർക്ക് അന്ന് 5 വയസ്സാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ഒരു ചെറിയൊരു കുട്ടിയുള്ളത് പിന്നെ ഇമാം ഹസ്സൻ്റെ മകൻ ഉണ്ടായിരുന്നു. ഇമാം ഹസ്സൻ്റെ മകൻ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ഈ കുട്ടി അവസാന രാത്രിയിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പട്ടാളക്കാരിങ്ങനെ കൂട്ടത്തോടെ വന്നിട്ട് ഈ ടെൻറ്റുകൾ തീ കൊടുത്തിട്ട് കുപ്പായത്തിനാകെ തീ പിടിച്ചിട്ട് ഈ കുട്ടി തീ പിടിച്ചുകൊണ്ട് ഓടുമ്പോൾ ഒരു പട്ടാളക്കാരൻ വന്നിട്ട് ഈ തീ കെടുത്തി കൊടുത്തപ്പോൾ ഈ കുഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, മാമൻ ഖുർആൻ വായിക്കുന്ന ആളാണോ? അപ്പോൾ പറഞ്ഞാൽ ഞാൻ ഖുർആൻ ഓതുന്നു. എന്നാൽ മാമന് നജഫിലേക്കുള്ള വഴി അറിയോ? എനിക്ക് നജഫിലേക്കുള്ള വഴി കാണിച്ചു തരുമോന്ന്. അപ്പോൾ ഇയാളേക്ക് എന്തിനാ മോനെ നിനക്ക് നജഫിലേക്കുള്ള വഴി? ഞാൻ വല്യപ്പാനോട് പോയിട്ട് പറയട്ടെ. വല്യപ്പ പറഞ്ഞാൽ ഇമാം അലിയാരുടെ കബറുള്ള നജഫിലാണെന്ന് അന്ന് ഈ കുടുംബത്തിലെല്ലാവർക്കും കുട്ടികൾക്ക് പോലും അറിയായിരുന്നു. ബാക്കി അധികം ആൾക്കാർക്കും അറിയില്ലായിരുന്നു അന്നൊന്നും ഇമാം അലിയാരുടെ കബറുള്ള. അപ്പോൾ ഈ ചെറിയ കുട്ടി പറയാണ്, ഞാൻ വല്യപ്പാനോട് പോയി പറയട്ടെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അന്ന് വൈകുന്നേരത്തോടു കൂടി ഇമാം ഹുസൈൻ ഇറങ്ങുന്നു. ഇമാം ഹുസൈൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് നേരം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ, ഒരുപാട് നേരമല്ല, ഒരുപാട് സമയം, ഒന്ന് പകുതിയിലധികം സമയം കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ പേടിച്ചു. പിന്നെ ഇവരിത് പിന്നെ അലി തന്നെയാണോ എന്ന് കുറേ ആൾക്കാർക്ക് സംശയം വന്നു. പിന്നെ കുറേ ആൾക്കാർക്ക് പിന്നെ ഈ വേഷവും മൂപ്പരുടെ രൂപവും ഇരുട്ടാവുന്നതോട് കൂടിയിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് ആളുടെ മുഖം കാണാതായ നേരത്തെ ഇവർക്ക് ഇതിൽ പലർക്കും നബിയാണോ എന്നുള്ള സംശയം വന്നു. പിന്നെ ഇവർ തമ്മിൽ പരസ്പരം ഇതാവാൻ തുടങ്ങി ഈ ഇരുട്ടത്ത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവരുടെ കൂട്ടത്തു നിന്ന് പിന്നെ മരിക്കാനും ഒരുപാട് ഇതൊക്കെ വന്നപ്പോൾ ഇവർ മെല്ലെ മെല്ലെ വിട്ടു നിൽക്കാൻ തുടങ്ങി. ഇങ്ങനെ അടുത്തേക്ക് പോവാതെ നല്ലോണം വിട്ടുപോയി. ഇവരിങ്ങനെ ഏതാണ്ട് പിന്മാറിയാണ് എന്നിട്ട് തോന്നിയ ഘട്ടത്തിൽ മൂപ്പർ നിസ്കരിക്കാമെന്ന് വിചാരിച്ചിട്ട് മൂപ്പർ ഇറങ്ങിയിട്ട് വെള്ളം എടുക്കാൻ പറ്റില്ല. അപ്പോൾ മൂപ്പർ തയമ്മം ചെയ്തിട്ട് നിസ്കരിക്കാൻ തുടങ്ങിയപ്പം ഈ പട്ടാള മേധാവി പിന്നെ ഒരു പട്ടാളക്കാരനെ, അയാൾ എന്ത് പറഞ്ഞാൽ കേൾക്കുന്നൊരു പട്ടാളക്കാരുണ്ട്. ഈ പട്ടാളക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം നല്ല സമയമാണ്, നിനക്ക് യസീദിൻ്റെ അടുത്ത് ഈ പറയുന്ന സാധനങ്ങൾ മുഴുവൻ വാങ്ങിത്തരാം, നീ ഇപ്പോൾ പോയിട്ട് ഹുസൈൻ്റെ തലയർത്തോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 1-2 പ്രാവശ്യം ശ്രമിച്ചിട്ട് ഇയാൾക്ക് നടന്നില്ല. പിന്നെ സുജൂദിലായ സമയത്ത് ഇയാൾ പിന്നെ മറിച്ചിട്ടിട്ട് നെഞ്ഞത്ത് കയറി ഇരുന്നിട്ട് തല അറുത്തിട്ട് ഈ തല മുറിച്ചെടുത്തിട്ട് ഇവർ കൊണ്ടുപോയി. അങ്ങനെ ഈ സംഭവങ്ങൾ ആണുങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളെയും തീർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇവർ ഈ കുട്ടികളുടെയും ഇവരെ ഇരിക്കുന്ന ടെൻറ്റുകളുടെ നേരെ ചെന്നു. പിന്നെ ഇവർ നേരെ ഈ ടെൻറ്റുകളിലേക്ക് ചെന്നു. ടെൻറ്റുകളിൽ വെച്ചിട്ട് പിന്നെ ഇവരെ കുട്ടികളെ, പിന്നെ സ്ത്രീകളെ, അവരുടെ മുഴുവൻ ആളുകളുടെയും പർദ്ദയും പിന്നെ വസ്ത്രങ്ങളൊക്കെ വലിച്ചു കയറി. പിന്നെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ സക്കീന എന്ന് പറഞ്ഞ കുട്ടിക്ക്, സക്കീന ഇമാം ഹുസൈൻ ഇട്ട് കൊടുത്തൊരു കമ്മലുണ്ടായിരുന്നു. സക്കീനക്ക് മാത്രമല്ല, ഈ പിന്നെ മൂപ്പര് കൂഫയിലേക്ക് അയച്ച മുസ്ലിം ഇബ്നു അഖീൽ മരിച്ച വിവരം ഇവിടെ കിട്ടിയ ദിവസം മൂപ്പര് അഖീലിൻ്റെ മകളെയും പിന്നെ സക്കീനയും ഒരുമിച്ച് വിളിച്ചിട്ടാണ് 2 പേർക്കും കമ്മലിട്ട് കൊടുത്തത്. എന്നിട്ട് അഖീലിൻ്റെ മകളോട് പറഞ്ഞ്, ഇനി നിൻ്റെ ഒപ്പം ഞാനായിരിക്കുമെന്ന്. അന്ന് സക്കീന ഇങ്ങനെ മെല്ലെ ചുവട്ടിൽ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവളൊപ്പം മരിച്ചോ? അപ്പം ഹുസൈൻ തങ്ങൾ പറഞ്ഞു, അവളൊപ്പം മരിച്ചു. ഓ,
ഉപ്പ മരിച്ചാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കില്ലേ, വേറെ ആരെങ്കിലും നമ്മളോട് പറയൂലേ നിൻ്റെ ഉപ്പ ഞാനാണെന്ന്. അങ്ങനെ നിൽക്കും സക്കീനുണ്ട്. സക്കീനേൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഈ കമ്മൽ വരെ അവർ പിടിച്ചു വലിച്ചിട്ട് ചോര വന്ന് മുറിഞ്ഞു. അങ്ങനെ മുഴുവൻ ആളുകൾക്കും ഇതാക്കിയിട്ട് അവസാനം ഈ ടെൻറ്റുകളൊക്കെ അവർ കത്തിച്ചു. ഒരു ടെൻറ്റ് മാത്രം പകുതി കത്തി പകുതി ഇതായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ സൈന ബീവിക്ക് ഇങ്ങനെ സംശയം വന്നു, ഇന്നെന്ത് ചെയ്യണം, എന്നാൽ പിന്നെ ഈ കത്തുന്ന ടെൻറ്റിൽ കിടന്ന് മരിച്ചാലോ, അതല്ല പുറത്തേക്ക് ഇറങ്ങി നിൽക്കണോ, അല്ല കത്തുന്ന ടെൻറ്റിൽ കിടന്ന് മരിക്കണോ എന്നുള്ള സംശയം വന്നപ്പം ഇവരാരോട് ചോദിക്കും എന്നുള്ളൊരു സംശയം കൂടെ വന്നപ്പം മൂപ്പര് പിന്നെ ചെന്നിട്ട് സൈനുലാബ്ദീനോട് തന്നെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ ഇനി നമ്മളെന്താ ചെയ്യുക, ഇങ്ങനെയാണ് അവസ്ഥ, പിന്നെ ഇനി ഒരു ടെൻറ്റ് മാത്രമുണ്ട്, ബാക്കി ടെൻറ്റുകളൊക്കെ കത്തിക്കൊണ്ടിരിക്കുക, എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ കത്തുന്ന ടെൻറ്റിൽ കയറിയിട്ട് അവിടുന്ന് അങ്ങോട്ട് മരിച്ചാലോ. പിന്നെ പ്രശ്നം പറഞ്ഞാൽ അങ്ങനെ മരിക്കുന്നത് ഇതല്ലല്ലോ, വിധി അള്ളാഹു തീരുമാനിക്കുന്നതാണ്. നമ്മൾ മരിക്കണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ഇത്ര നേരമായിട്ട് മരിക്കാത്തത്. പിന്നെ നമ്മൾ തീരുമാനിച്ചിട്ട് മരിക്കുന്നത് ശരിയല്ല. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരും കൂടെ ഇറങ്ങി പുറത്ത് നിൽക്കുക, ഇറങ്ങി പുറത്ത് നിന്നിട്ട് പിന്നെന്താ വരുന്നത് വെച്ചാൽ ബാക്കി തീ കത്താത്ത സ്ഥലത്ത് പുറത്ത് നിന്നിട്ട് ബാക്കി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഇമാം സൈനുലാബ്ദീൻ ഇത് പറഞ്ഞനുസരിച്ചിട്ട് ഇവരെല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് പുറത്ത് നിന്നു. പിന്നെ ടെൻറ്റുകളൊക്കെ കത്തി തീർന്ന് ഒരു ടെൻറ്റ് മാത്രം കുറച്ച് ബാക്കിയുള്ള സമയത്ത്, പിന്നെ ഒരു ടെൻറ്റിൻ്റെ മൂല മാത്രം ബാക്കിയുള്ള സമയത്ത് ഈ സൈന ബീവി കുട്ടികളും സ്ത്രീകളൊക്കെ ടെൻറ്റിലേക്ക് ആക്കിയിട്ട് അവർ പുറത്ത് കാവൽ നിൽക്കുമ്പോൾ ഒരു സംഘം ആൾക്കാരും അവരുടെ കൂടെ ഒരു സ്ത്രീയും ഉണ്ട്. ഇവർ വരുന്നു. അപ്പോൾ അവർ ആരാന്ന് അറിയാതെ അവരിങ്ങനെ ഒരു പകുതിയായി കത്തിക്കഴിഞ്ഞിട്ടുള്ളൊരു കഴുക്കോല് പോലത്തെ ഒരു വടിക്കഷ്ണം മാത്രമുള്ളത് എടുത്ത് കയ്യിൽ വെച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ദ്രോഹിക്കാൻ വന്നതല്ല, ഞങ്ങൾ കുറച്ച് വെള്ളവും കൊണ്ടുവന്നതാണ്, കുറച്ച് വെള്ളവും കുറച്ച് ഭക്ഷണവും. അതെന്താ ഇപ്പോൾ ഈ നേരത്ത് നിങ്ങളെ വക ഒരു വെള്ളവും ഭക്ഷണം എന്താണെന്ന് ചോദിച്ചപ്പം ആ വന്ന സ്ത്രീ പറഞ്ഞു, ബീവി ഒന്നും വിചാരിക്കരുത്, ഞങ്ങളോട് നിങ്ങൾ രാവിലെ നിങ്ങളെ പിന്നെ കൂഫയിൽ ഹാജരാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, കൂഫയിൽ ഹാജരാക്കണം, പിന്നെ ഇവിടുന്ന് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സിയാദിൻ്റെ കൊട്ടാരത്തിലേക്ക്, ഗവർണർ സിയാദിൻ്റെ കൊട്ടാരത്തിൽ രാവിലെ നിങ്ങളെത്തിയപ്പം രാവിലേക്ക് മുമ്പ് നിങ്ങൾ പട്ടിണി കിടന്നോ, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ മരിച്ചാൽ ഞങ്ങൾ മറുപടി പറയേണ്ടി വരും. അപ്പോൾ ഇനി ഞങ്ങൾക്കൊന്നും സഹിക്കാനാവില്ല, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വെള്ളവും കുറച്ച് ഭക്ഷണവും കുറച്ച് റൊട്ടിയും കൊണ്ടുവന്നാണ്. അപ്പം ബീവി ഇത് വാങ്ങിയിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് വെള്ളം കൊടുക്കാൻ, അപ്പോൾ ഈ സക്കീന മോൾക്ക് വെള്ളം കൊടുത്തപ്പോൾ ഈ സക്കീന പറഞ്ഞ്, അത് പിന്നെ അമ്മായിയല്ലേ ആദ്യം വെള്ളം കുടിക്കേണ്ടത്, അമ്മായി കുടിക്കുക, അമ്മായി എത്ര നേരമായി അമ്മായി വെള്ളം കുടിക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ, അല്ല മോളെ, പിന്നെ ചെറിയവർക്കല്ലേ ആദ്യം കൊടുക്കേണ്ടത്, എന്നിട്ടല്ലേ വലിയവർ കുടിക്കുക, അപ്പം മോളും കുടിക്കണമെന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് വെള്ളം കൊടുത്തപ്പോൾ കുട്ടി വെള്ളം കൊണ്ട് പുറത്തേക്ക് ഓടി. വെള്ളത്തിൻ്റെ പാത്രവും കൊണ്ട് കുട്ടി പുറത്തേക്ക് ഓടി. കണ്ടപ്പോൾ സൈന ബീവിയും ഉമ്മർ ബീവിയും പിന്നാലെ ഓടിയിട്ട് നോക്കുമ്പോൾ ഇത് പിന്നെ അലി അസ്ഗറിനെ മറ ചെയ്ത അടുത്തേക്കാണ് കുട്ടി ചെല്ലുന്നത്. കുട്ടി പറഞ്ഞത് അമ്മായിയല്ലേ പറഞ്ഞത്, പിന്നെ ചെറിയവർക്കാണ് ആദ്യം വെള്ളം കൊടുക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ അലി അസ്ഗറിനല്ലേ വെള്ളം കൊടുക്കണം. അങ്ങനെ ഒരു ആ രാത്രി അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം ഇവരെ പിന്നെ ഇവരെ ചങ്ങലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സ്ത്രീകളെ മുഴുവൻ, അപ്പോൾ ഇവരുടെ പർദ്ദയൊക്കെ വലിച്ചു കയറിയിരുന്നു. പിന്നെ ഇവർ മുഖം ആൾക്കാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ മുടി മുന്നോട്ട് താഴ്ത്തിയിട്ടിട്ട് ആണ്, മുടി കൊണ്ട് മുഖം മറിച്ചിട്ടാണ് പിന്നെ ഇവർ പോകുന്നത്. ഇങ്ങനെ ഇവരെ മുഴുവനും പിന്നെ ചങ്ങലൊക്കെ ഇട്ടിട്ട്, കഴുത്തിലൂടെ ചങ്ങലിട്ടിട്ട്, കാലിലേക്കും ചങ്ങലിട്ടിട്ട്, ഇങ്ങനെ ചങ്ങലിട്ടിട്ട് ചങ്ങല കൊണ്ട് ഇങ്ങനെ കെട്ടി വലിച്ചിട്ട് പിന്നെ ഇവരെ കൊണ്ട്. അപ്പോൾ അവരോട് മുഴുവൻ പറയുന്നത്, നാട്ടുകാരോട് മുഴുവൻ പറയുന്നത് അത് ഇവരാണ്, പിന്നെ അതൊരു ഭീകരസംഘമാണ്, ഭീകരസംഘത്തിൽ പിടിച്ചപ്പോൾ ആണുങ്ങൾ മരിച്ചപ്പോൾ ബാക്കി പെണ്ണുങ്ങളെ മുഴുവൻ പിന്നെ അവർ തോറ്റവരാണ്, അതുകൊണ്ട് അവരെ അടിമകളാക്കി പിടിച്ചതാണ്, പിന്നെ കൊട്ടാരത്തിലെത്തി തീരുമാനിക്കാം എന്ന് പറഞ്ഞപ്പോൾ കൂഫയിൽ യസീദിൻ്റെ കൊട്ടാരത്തിലെത്തിയപ്പോഴത്തേക്കിനൊക്കെ ആളുകൾക്ക് മനസ്സിലായി ഇവരാണ്. ഞാൻ പറഞ്ഞ കൂഫയിൽ ഇവർ പരിചയമില്ലാത്തവരല്ലല്ലോ. കൂഫയിൽ ഇപ്പം സൈനബിനാണെങ്കിലും ഉമർ ബാബിനാണെങ്കിലും ഉമ്മു കുൽസൂമിനാണെങ്കിലും എല്ലാവർക്കും, സ്ത്രീകൾക്ക് എല്ലാവർക്കും കണ്ടാൽ പരിചയമുണ്ട്, അപ്പോൾ ഇവർക്കറിയാം. അപ്പം പിന്നെ കുറേ അപ്പുറത്തേക്ക് ഇവർക്കിത് കുറേ ആൾക്കാർ കൂട്ടം കൂടി നിന്ന് കരയാനൊക്കെ തുടങ്ങി. കരയാൻ തുടങ്ങുമ്പോൾ സൈനബ് തിരിഞ്ഞു നിന്നിട്ട് ഇവരോട് സംസാരിക്കുന്നുണ്ട്. സൈനബിൻ്റെ ഒരു പ്രസംഗം എന്ന് പറയാവുന്ന തരത്തിൽ സൈനബ് പറയുന്നുണ്ട്. അന്ന് സൈനബ് പറഞ്ഞത്, കൂഫക്കാരെ നിങ്ങൾ കരയും, നിങ്ങൾ കരയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടീം മത്സരത്തിൽ തോൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സങ്കടം മാത്രമാണ്, അതല്ലാതെ നിങ്ങൾ അങ്ങനെ സങ്കടം കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ
ഞങ്ങളാരാണെന്ന് അറിഞ്ഞിട്ടും ഈ ചെയ്തത് പാതകമാണെന്ന് അറിഞ്ഞിട്ടുള്ള സങ്കടം കൊണ്ടാണെങ്കിൽ നിങ്ങൾ ഇപ്പം കരയാൻ നിൽക്കല്ലല്ലോ, നിങ്ങൾക്ക് അപ്പം പലതും ചെയ്യായിരുന്നല്ലോ, ഒന്നും ചെയ്യാതെ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് കൂഫക്കാർക്ക് ലോകാവസാനം വരെയുള്ള വിധി ഇത് മാത്രമായിരിക്കും, നിങ്ങൾക്ക് കരയാന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇയാളുടെ കൊട്ടാരത്തിൽ വെച്ചിട്ടും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾ ഇത് മാറുമെന്ന് പറഞ്ഞപ്പം വളരെ പെട്ടെന്ന് ഇവിടുത്തെ ഒരു അന്തരീക്ഷം മാറും, ആളുകളുടെ സ്വഭാവം മാറുമെന്ന് കണ്ടപ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് ദമസ്കസിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞവരെ. പിന്നെ ഈ ദമസ്കസിലേക്ക് ഉള്ള യാത്രയാണ്. പിന്നെ ദമസ്കസിലേക്ക് ഇങ്ങനെ തന്നെയാണ് ഇവർ കൊണ്ടുപോകുന്നത്. പിന്നെ കഴുതപ്പുറത്താണ്, ചുരുക്കം ചില ആൾക്കാർ മാത്രം ഒട്ടകപ്പുറത്ത്. അപ്പോൾ ഒട്ടകപ്പുറത്തു നിന്നൊക്കെ ആരെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ, ഒട്ടകപ്പുറത്ത് നിന്ന് ഇരിക്കുന്നവരാരെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാക്കൊന്നുമില്ല, എടുക്കൊന്നുമില്ല. ഒട്ടകപ്പുറത്തു നിന്ന് ആരെങ്കിലും വീണവനെ അവിടെ ഇങ്ങനെ കെട്ടി വലിക്കും, അല്ലെങ്കിൽ പോരിനെ പട്ടാളക്കാർ ചെന്നിട്ട് അടിച്ചിട്ട് എഴുന്നേൽപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എത്രയോ തവണ പിന്നെ സൈനുൽ അബ്ദീൻ വീഴുന്നുണ്ട്. ഒന്നാമത് മൂപ്പർക്ക് പനിയാണ്, നിൽക്കാൻ പറ്റില്ല. എത്രയോ തവണ ഒട്ടകപ്പുറത്ത് നിന്ന് വീഴുന്നുണ്ട്, പല പ്രാവശ്യം വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്, പല പ്രാവശ്യം അടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോയിട്ട് ഇവർ പിന്നെ ദമസ്കസിലെ കൊട്ടാരത്തിൻ്റെ മുന്നിലെത്തിയിട്ട് അവിടെ ഒരുപാട് നേരം നിർത്തി, മണിക്കൂറുകളോളം നിർത്തി. അപ്പം അവർ പറയുന്നുണ്ട്, സ്ത്രീകൾ, ഞങ്ങളിങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ നിർത്തല്ലേ, നിങ്ങൾ ഒന്നുകിൽ ഏതെങ്കിലും ഒഴിഞ്ഞ വഴിക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പിന്നെ. അപ്പോൾ ഉള്ളവർ ഞാനൊന്നും പറ്റില്ല, അത് അയാളെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, അറിയിപ്പ് കിട്ടിയാലേ പിന്നെ ഇതാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2-3 മണിക്കൂർ ഇങ്ങനെ ഒരു പ്രദർശന വസ്തു പോലെ ഇങ്ങനെ നിർത്തിയിട്ടാണ്. അപ്പോൾ ഷാമിലുള്ള ആൾക്കാർക്ക് സത്യത്തിൽ പലർക്കും അറിയില്ല ഇവരാരാണ് എന്ന്. അവരോടൊക്കെ പറഞ്ഞു, കാരണം ഇവർ 10-20 വർഷത്തിലധികമായിട്ട്, ഇപ്പം ഉമർ ഖത്താബിൻ്റെ കാലം മുതൽ മുആവിയ ഗവർണറാണ് 10-20 വർഷത്തോളം. അതിൻ്റെ കാലശേഷം പിന്നീട് ഇയാളുണ്ട്. ഒരു 10-30 വർഷക്കാലം അവിടുത്തെ ഭരണക്കാർ ഇവരാണ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ പൈസ മുഴുവൻ അവരുടെ അടുത്താണ്, അത് പട്ടാളം മുഴുവൻ അവരുടെ അടുത്താണ്, പട മുഴുവൻ അവരുടെ അടുത്ത്. അവരവിടെ പറയുന്നത് അവർ ഖുറൈശികളാണ്, അവരാണ് മുഹമ്മദ് നബിയുടെ ബാക്കിയുള്ളവർ, അവരവരുടെ ബന്ധുക്കളാണ്, നബിയുടെ ബന്ധുക്കളാണ്, ഖുറൈശികളാണ് എന്നാണ് അവർ പറയുന്നത്. ഈ വന്നവർ ആരാണെന്ന് ഇവർക്കറിയില്ല. പിന്നെ അവർ പറയുന്നത് അത് പിന്നെ ഇവരാണ് എന്നാണ്. പിന്നെ അവരോട് പറയുന്നത് അത് പിന്നെ രാജകുമാരൻ ഗവൺമെൻറ് പിന്നെ അങ്ങനെ ഖലീഫനെ വെല്ലുവിളിച്ചിട്ട് അവർ രാജഭരണം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പം അവരെ തോൽപ്പിച്ചതാണ്, അവർ തോറ്റ ആൾക്കാരെ പിടികൂടിയതാണ് എന്ന് പറയും. അങ്ങനെ ഈ സംഘത്തിനെ എല്ലാവരെയും കൊണ്ടുപോയിട്ട് ഈ യസീദിൻ്റെ കൊട്ടാരത്തിൽ ഹാജരാക്കുമ്പോൾ യസീദ് ഇങ്ങനെ കൊട്ടാരത്തിൽ ദർബാർ വിളിച്ചിട്ടുണ്ട്. ഈ ഫുൾ കോർട്ട് റെഫറൻസ് എന്നൊക്കെ പറയുന്നത് പോലെ മുഴുവൻ പിന്നെ ആളുകളെ ഈ കൊട്ടാരത്തിലെ ഈ ദർബാറിൽ പങ്കെടുക്കാവുന്ന മുഴുവൻ ആളുകളെയും പിന്നെ അതിൻ്റെ ഇങ്ങനെ പൗരപ്രമുഖർ ഇങ്ങനത്തെ ആൾക്കാരെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളെ, അംബാസഡർമാരെയൊക്കെ വിളിച്ചിട്ട് 800 കസേരകൾ ഇട്ടിട്ടുള്ള ഭയങ്കര ഇതായിരുന്നു എന്ന് പറയും. പിന്നെ ഇയാളിരിക്കുന്നതിൻ്റെ നേരെ പുറകിലും ഇവരുടെ ഭാഗത്തായിട്ട് കൊട്ടാരത്തിലുള്ള സ്ത്രീകൾക്ക് മുഴുവൻ ഇരിക്കാനുള്ള കർട്ടൻ വിരിച്ചിട്ട് കർട്ടൻ്റെ പുറകിൽ ഇവരുടെ സ്ത്രീകൾ മുഴുവൻ ഇരിക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ അവിടെ ഇരിക്കുന്നു. അങ്ങനെയാണ് ഇവരെ അവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഇയാൾ പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചിട്ട് ഇവരോട് ഇങ്ങനെ ഇതാക്കാം, ഇങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് പരിഹസിക്കാൻ തുടങ്ങി. ഇങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ പരിഹസിച്ചപ്പം ഈ സൈനബ് പറഞ്ഞു, ഇനി നിർത്തണം, എനിക്ക് ചെയ്യാനുള്ളത് മുഴുവൻ പരമാവധി ചെയ്തു കഴിഞ്ഞില്ലേ, പരമാവധി ഒരു മനുഷ്യരോടും ഒരു കുടുംബത്തിനോടും ഓരോരോടും ചെയ്യാനുള്ളത്, മനുഷ്യരോട് തന്നെ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്ത്, ഇനി ഞങ്ങളിവിടെ ഇങ്ങനെ നിർത്തിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ശിക്ഷ വിധിക്കുകയാണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ശിക്ഷ വിധിക്കുന്ന പിന്നെ അത് തീർപ്പാക്ക്. അപ്പോൾ ഇയാൾ പറഞ്ഞിങ്ങനെ വല്ലാതെ ഇതാക്കണ്ട, പിന്നെ വല്ലാതെ വർത്തമാനം പറഞ്ഞാൽ ഇപ്പോൾ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കൊല്ലാം, അവർ ആ സ്ത്രീയെ പിടിച്ചിട്ട് ഇപ്പോൾ കൊല്ലാൻ പറയുമെന്ന് പറഞ്ഞിട്ട് അവർ വന്നപ്പോഴത്തേക്ക് അവർ അങ്ങോട്ട് മാറി. എന്നിട്ട് അവരുടെ മുന്നിലേക്ക് ഈ ഫാത്തിമ ബീവിയുടെ കൂടെ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഫാത്തിമ ബീവിയുടെ ഫാത്തിമ ബീവിയുടെ സുഹൃത്താണെന്നും ഫാത്തിമ ബീവിയുടെ പിന്നെ പരിചാരികയാണെന്നൊക്കെ പറയുന്ന ഫാത്തിമ ഫിദ എന്ന് പറയുന്ന കക്ഷിയുണ്ട്. ഇവർ സത്യത്തിൽ അബിസീനിയൻ രാജാവിൻ്റെ മകളായിരുന്നു. ഇവർ അബിസീനിയയിൽ ഒരു യുദ്ധത്തിൽ വെച്ചിട്ട് അവർ തോറ്റ ശേഷം അവരെ ഇങ്ങനെ തോറ്റവരെ പിടിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ മദീനയിലേക്ക് അവരെ കൊണ്ടുവന്നപ്പം
അത് ഇങ്ങനത്തെ ആളുകൾ ആ തരത്തിൽ കൈകാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അലിയാർ തങ്ങൾ വാങ്ങിയിട്ട് ഒരു തീരുമാനിക്കുന്ന പൈസ കൊടുക്കാം, മറ്റേ ബൈത്തുൽ തീരുമാനിക്കുന്ന പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അവർ പിന്നെ ബീവിക്ക് ഫാത്തിമ ബീവിക്ക് പിന്നെ കൂട്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ നിർത്തി വളർത്തിയാണ് ഫാത്തിമ ഫിസ. അപ്പോൾ ഫാത്തിമ ഫിസ് വളർന്നത് മുഴുവൻ ഫാത്തിമ ബീവിയുടെ അടുത്ത് തന്നെയാണ്. വീട്ടിലെ പണി ഇവർ രണ്ടുപേരും ഒരുമിച്ച്, ഒരു ദിവസം അവർക്ക് ലീവാണ്, അങ്ങനെയാണ്, ഒരു ദിവസം അവർക്ക് ലീവ്, പിന്നെ പിറ്റേ ദിവസം ഫാത്തിമ ബീവി പണിയെടുക്കും, പിറ്റേ ദിവസം ഫിസ പണിയെടുക്കും. അപ്പോൾ ഫിസയുടെ പണിയുടെ അന്ന് ഫിസയുടെ ലീവിൻ്റെ അന്നാണെങ്കിൽ അങ്ങനെ അലിയാർ തങ്ങൾ എന്തെങ്കിലും സഹായിച്ചു കൊടുക്കാമെന്നല്ലാതെ അവരെ കൊണ്ടൊന്നും സഹായിക്കാൻ വരെ സമ്മതിക്കില്ല. അങ്ങനെയാണ് അവളെ വളർത്തിയിരുന്നത്. അവസാനം ഫാത്തിമ ബീവി മരിക്കുമ്പോൾ അലിയാർക്ക് പിന്നെ ഔസിയത്ത് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ഫിസയെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നും, കല്യാണം കഴിച്ചു കഴിഞ്ഞാലും അവർക്ക് വേറെ സ്ഥലമില്ല പോകാൻ. അപ്പോൾ അവർ ഉമ്മാൻ്റെ വീടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടാണ് വരിക. അപ്പോൾ അവരതനുസരിച്ച് മകളെപ്പോലെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വസിയത്ത് ചെയ്തിട്ട് അങ്ങനെ നിർത്തുന്ന കക്ഷി. അപ്പോൾ ഫാത്തിമ ഫിസ വന്നിട്ട് മുമ്പിൽ നിൽക്കും. ഫിസ വന്നിട്ട് ഇവരെ മുമ്പിൽ നിന്നിട്ട് പിന്നെ അവരെ തൊടാൻ പറ്റില്ല, കുഞ്ഞുങ്ങളെ തൊടാൻ പറ്റില്ല, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെ തൊടാൻ പറ്റില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാൽ പിന്നെ ബാക്കി സൈനബ് പറഞ്ഞല്ലോ, നിങ്ങൾക്കിനി ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് വിചാരണ ഉണ്ടെങ്കിൽ വിചാരണ, ഇല്ലെങ്കിൽ ഇല്ല, നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങൾ വിധിക്കുക, ശിക്ഷ വിധിച്ചാൽ ശിക്ഷ എന്താ വെച്ചാൽ അത് തരിക എന്നല്ലാതെ ഇങ്ങനെ നിർത്തിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൽ ഇയാൾ പറഞ്ഞു ആ സ്ത്രീ ഇപ്പം തന്നെ കൊല്ലുമെന്ന് പറഞ്ഞു പട്ടാളക്കാരോട്. ആ സ്ത്രീ ഇപ്പം തന്നെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അവർ അവിടെ നിൽക്കുന്ന ഇയാളുടെ പട്ടാളക്കാരുടെ ഭാഗത്തുള്ള അബിസീനിയക്കാരായ ആൾക്കാരെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, അല്ലേ പിന്നെ അബിസീനിയക്കാർ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു, ഞാൻ ഫിസയാണ്, ഇവരുടെ പഴയ പേര് പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, എന്നെ കൊല്ലും എന്നാണ് ഇയാൾ പറയുന്നത്, എന്നെ കൊല്ലാൻ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, അല്ല അവർ ഞങ്ങളുടെ രാജകുമാരിയാണ്, അവരെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അവരോടങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ആ ഒരു പ്രതികാരം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്താണ് സംഭവം എന്നറിയാതെ ഇയാളിങ്ങനെ കുറച്ചൊന്ന് പിന്നോട്ട് ഇങ്ങനെ മാറി ഇങ്ങനെ നിന്നു. കുറച്ച് നിന്നിട്ട് ഇയാൾ ഈ രംഗം വന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വേഴൊന്നും മിണ്ടാതെ ഇയാൾ ഒരു വടിയെടുത്തിട്ട് ഇയാളിങ്ങനെ ഈ ഹുസൈൻ തങ്ങളെ ചുണ്ടിലിങ്ങനെ കുത്തി കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ചുണ്ടിലിങ്ങനെ കുത്തി കളിക്കും. ഹുസൈൻ തങ്ങളെ നെറ്റിയിലിങ്ങനെ വടി കൊണ്ട് ഇങ്ങനെ കുത്തി ചുണ്ടിലിങ്ങനെ കുത്തി കളിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ കുറേ നേരം. പിന്നെ അയാളിങ്ങനെ ഒരു ഇതില്ലാത്ത ഒരു ബോധമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. മൂപ്പരിടക്കിടക്ക് പിന്നെ വീഞ്ഞു കുടിക്കുന്നു ഒക്കെ ഉണ്ട്. മൂപ്പര് ഇതിനൊരു സന്തോഷത്തിൻ്റെ ഒരു ഹരത്തിലിങ്ങനെ അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇവരെ ഈ പറയുന്ന ഈ പ്രതിനിധികളുടെ കൂട്ടത്തിൽ വരുന്ന ഈ വിദേശ പ്രതിനിധികളുടെ കൂട്ടത്തിലുള്ള ബൈസാൻഡിയൻ ചക്രവർത്തിയുടെ അല്ലെങ്കിൽ റോമ ചക്രവർത്തിയുടെ അംബാസഡർ പദവിയിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, പിന്നെ രാജാവേ നിങ്ങൾ പിന്നെ ക്ഷമിക്കണം, നിങ്ങൾ തെറ്റിദ്ധരിക്കുക, നിങ്ങൾ ഇടപെടുകയെന്ന് വിചാരിക്കുക, നിങ്ങൾ ഈ ആളാരാണെന്ന് പറയണം. നിങ്ങളൊരു മനുഷ്യൻ്റെ തല കൊണ്ട് വെച്ചിട്ടാണല്ലോ ഈ കളിക്കുന്നത്, കുറേ നേരമായി നിങ്ങൾ അതിൻ്റെ മുകളിൽ കളിക്കുന്നത്, പിന്നെ ഒരു സംഘം ആൾക്കാർ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടു നിർത്തിയിട്ട് ഇത് ആക്കുന്നത്, നിങ്ങൾ ഇവരാരാണെന്ന് പറയണം, ഇവരാരാണെന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്കിതൊന്നും മനസ്സിലാവുന്നില്ല, ഇങ്ങനെ ഒരു കാണാത്ത കഥ അറിയാതെ ഒന്നും അറിയാതെ ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല, സംഭവം പറയണം, നിങ്ങൾ ഇതാരാണെന്ന് പറയണം, നിങ്ങൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന മുഖം എന്താണെന്ന് അതാരാണെന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു അതറിയില്ലേ, അത് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇതാണ് ഹുസൈൻ എന്ന് പറയുന്ന കക്ഷി, അലിയുടെ മകനാണെന്നാണ് പറയുന്നത്. അലി ഭയങ്കര ഫൈറ്ററായിരുന്നു, പക്ഷെ ഓൻ ഇരിക്കുന്ന ഇരുത്തം കണ്ടല്ലേ, ഇത്രയും താഴ്ന്നിട്ട് തെളിയേൻ്റെ മുകളിൽ തല മാത്രമേ ഉള്ളൂ ഇപ്പോൾ. എന്നിട്ട് പിന്നെ ഇങ്ങനെ കുത്താൻ തുടങ്ങി. അപ്പം ഇയാൾ പറഞ്ഞ് ഇങ്ങനെ, പ്രഭു ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളൊരു മര്യാദ കാണിക്കണം, നിങ്ങൾ പറഞ്ഞിടത്തോളം എനിക്ക് മനസ്സിലായത് ഇത് പിന്നെ നിങ്ങളുടെ പ്രവാചകൻ്റെ നിങ്ങളുടെ നബിയുടെ പേരക്കുട്ടിയാണെന്നാണ്, അലിയുടെ മകൻ എന്നൊക്കെ പറഞ്ഞാൽ നബിയുടെ പേരക്കുട്ടിയാണ്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ പ്രവാചകൻ്റെ പേരക്കുട്ടിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവാചകൻ്റെ പരമ്പരയിൽപ്പെട്ട ആരുടെയെങ്കിലും ഒരു കാലടി തട്ടി ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ സ്ഥലത്തിനെ ബഹുമാനിക്കുകയാണ്, ഞങ്ങൾ അതിനെ ആദരിക്കുകയാണ് ചെയ്യുക. നിങ്ങൾ ഇത്ര ഇതില്ലാത്ത മനുഷ്യന്മാരായിപ്പോലെ ഈ തരത്തിലാണോ അങ്ങനെ നിങ്ങളുടെ നബിയുടെ പിന്നെ പേരക്കുട്ടികളോട് ഈ തരത്തിലാണ് നിങ്ങൾ പെരുമാറുന്നതെങ്കിൽ നിങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഇത് ശരിയല്ല, അതൊരു മര്യാദയല്ല, ഇതൊന്നുമല്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇയാളിങ്ങനെ മൊത്തത്തിൽ നോക്കിയപ്പം അവിടെ ഈ അലി സൈലാബ്ദീനാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, അല്ല അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിലൊരു ആൺകുട്ടി ഉണ്ടല്ലോ, മോനെ നീ ഇങ്ങോട്ട് മുമ്പോട്ട് വന്നിട്ട് ഇത് പിന്നെ സംസാരിക്കുക, പറഞ്ഞെടുക്കും, നീ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ, നീ ഇങ്ങോട്ട് മുമ്പോട്ട് വന്നിട്ട് സംസാരിക്കുന്നത്, എന്താണ് കാര്യം ഉണ്ടായത് എന്താ വെച്ചാൽ പറയും, നമുക്ക് അറിയണമല്ലോ എന്നാണ്. അപ്പം മൂപ്പര് അലി സൈനുലാബ്ദീൻ വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പം പിന്നെ ഇയാൾ
ബാങ്ക് കൊടുക്കാം പറഞ്ഞു. അലി സൈനുലാബ്ദീൻ വന്ന് കുറച്ച് നേരം ബാങ്ക് കൊടുക്കാൻ, കുറച്ച് നേരം സംസാരിക്കാൻ തുടങ്ങിയപ്പം ആളുകൾക്ക് മനസ്സിലായി ഇതാണ് കുടുംബമെന്നും ആളുകൾ ഇവരാണെന്നും എൻ്റെ മക്കൾ തന്നെയാണ്. അപ്പം ഇയാൾ വളരെ പെട്ടെന്ന് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് സംസാരം തടയാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരാളോട് ബാങ്ക് കൊടുക്കുന്നത്, ബാങ്കിൻ്റെ നേരമൊന്നുമില്ല, ബാങ്ക് കൊടുക്കുന്ന ഇയാൾ ബാങ്ക് കൊടുത്തു. അപ്പം അഷ്ഹദു മുഹമ്മദ് റസൂലല്ല എന്ന് പറഞ്ഞപ്പം ഈ അലി സൈനുലാബ്ദീൻ ചോദിച്ചു, അല്ല യസീദേ, ഈ പറഞ്ഞത് ആരുടെ പേരാണ്? നിൻ്റെ വല്യപ്പാൻ്റെ പേരാണോ ഞങ്ങളുടെ വല്യപ്പാൻ്റെ പേരാണോ? നിൻ്റെ വല്യപ്പാൻ്റെ പേരാണെന്ന് നീ പറയുകയാണെങ്കിൽ നീ പിന്നെ പഠിച്ചവനോട് കൂടെ സമാധാനം പറയേണ്ടി വരും. ഞങ്ങളെ വല്യപ്പാൻ്റെ പേരാണെങ്കിൽ ഞങ്ങളാരാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായിക്കോളും. നീ പറയാതെ ആരുടെ വല്യപ്പാൻ്റെ പേരാ ഇപ്പോൾ പറഞ്ഞാണ്. അപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞു ഇപ്പം തന്നെ ഓനെ കൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെയും സൈനബ് ബീവി വന്നിട്ടുണ്ട്, കുട്ടികളെ കൊല്ലാൻ പറ്റില്ല, ഇതുവരെ കൊന്നവരെ കൊന്നു, ഇനി കുട്ടികളെ കൊല്ലണമെങ്കിൽ ആദ്യം എന്നെ കൊല്ലണം എന്ന് പറഞ്ഞു. അപ്പം ഇയാൾ പറഞ്ഞു ഈറ്റം വല്ലാത്തൊരു ഇത് തന്നെയാണ്, ഈറ്റങ്ങളുടെ ഒരു സ്നേഹം, ഈറ്റങ്ങളോട് പരസ്പര സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനം ഒരു വല്ലാത്തൊരു സംഗതി തന്നെയാണ്. ഈറ്റങ്ങൾ ശരിക്കും അത് തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ബൈസാൻഡിയൻ ചക്രവർത്തിയുടെ പ്രതിനിധി എന്ന് പറയുന്ന ഈ കക്ഷി, ഇയാളുടെ ഒരു ക്രിസ്ത്യാനി കൂടിയാണ്. ഇയാൾ എണീറ്റിട്ട് പറഞ്ഞ അലി സൈനുലാബ്ദീനോട് പറഞ്ഞു, മോനെ, പിന്നെ നിങ്ങളിവിടെ ഉള്ളതുകൊണ്ടും നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഞാനിതിന് നിൽക്കുന്നില്ല, ഇതിനൊരു ശരിയല്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ മോൻ സാക്ഷിയാക്കിയിട്ട് ഞാൻ മുസ്ലിം ആവുകയാണ് പറഞ്ഞു. മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് അല്ലല്ലോ പെരുമാറേണ്ടത്, എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞ് അലി സൈനുലാബ്ദീനെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഇവനെ ഈ ബൈസാൻഡിയൻ ചക്രവർത്തിയുടെ പ്രതിനിധിയായ കക്ഷിയെ കൊണ്ടുപോയിട്ട് അപ്പം തന്നെ കൊണ്ടുപോയിട്ട് കൊല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി കക്ഷികളൊക്കെ എണീറ്റിട്ട് ഈ ബാക്കിയുള്ള പിന്നെ എന്താണ് പറയുക, ഈ അംബാസഡർമാരായ ആൾക്കാരങ്ങനെ അംബാസഡർ ദൂതനെ കൊല്ലാനൊന്നും പറ്റില്ല, അതെ സംസാരം ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കുക എന്നല്ലാതെ കൊല്ലാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ആകെ അവിടെ ബഹളമായപ്പോഴത്തേക്ക് ഇവരുടെ കൂട്ടത്തിൽ ഇയാളുടെ കൂട്ടത്തിലുള്ള ഒരു കക്ഷി എണീറ്റിട്ട് പറഞ്ഞു, ഈ ഹുസൈൻ്റെ മോള് സെക്കീനെ എനിക്ക് അടിമയാക്കി തന്നേക്ക്, ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ അടിമയായിട്ട് നിന്നതിന് എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഇതായിരിക്കും അത്, അടിമയാക്കി തന്നേക്ക് എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു അന്തരീക്ഷമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇയാളത് പറയുകയും ചെയ്തു. അപ്പം പിന്നെ യസീദ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എന്നാൽ എടുത്തോ എന്ന് പറയുകയും ചെയ്തു. എന്നാൽ അതാ നിൽക്കുന്നതാ പിടിച്ചോ എന്ന് പറയുകയും ചെയ്തു. അപ്പോഴത്തേക്ക് സൈനബ് ബീവി പിന്നെ മുന്നോട്ട് അവിടെ ഭയങ്കര ശബ്ദത്തിൽ അവർ പറഞ്ഞു, നബീൻ്റെ പേരക്കുട്ടികളൊക്കെ അടിമയാക്കാൻ മാത്രമൊക്കെ അത്രയ്ക്കൊക്കെ ധൈര്യമുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്. പിന്നെ അത് അപ്പോഴാണ് ഈ അയാളുടെ ഭാര്യ ഹിന്ദ്, ഈ യസീദിൻ്റെ ഭാര്യ ഹിന്ദ് എന്ന് പറയുന്ന കക്ഷി, ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല, ഇവർക്ക് ആർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആരെയാണ് കൊണ്ടുവരുന്നത്, എന്താണ് സംഭവം എന്നൊന്നും ഇവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഹുസൈൻ്റെ മകളെ തന്നേക്കെന്ന് പറയുന്നത് കേട്ടതും നബീൻ്റെ മക്കളെ അടിമയാക്കാൻ മാത്രം ഇവിടെ ആയോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ കേട്ടപ്പോഴാണ് ഈ ഹിന്ദ് അവിടെ നിന്ന് എണീറ്റിട്ട് പെട്ടെന്ന് പുറത്തേക്ക് വന്ന്. അപ്പോൾ അവർ എഴുന്നേറ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് വരും. അപ്പോൾ അവർ തലയിൽ തട്ടൊന്നും ഇട്ടിട്ടൊന്നുമില്ല, അവർ പുറത്തേക്ക് വന്നിട്ട് ഇയാളോട് പരസ്യമായിട്ട് ചോദിച്ചു, പിന്നെ യസീദിനോട് ഇങ്ങനെ നേരെ മുന്നോട്ട് വന്നിട്ട് അവരിങ്ങനെ ഇതിൻ്റെ നേരെ മുന്നോട്ട് വന്നിട്ട് തന്നെ അവർ പരസ്യമായിട്ട് അവർ ചോദിച്ചു, പിന്നെ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കറിയണം, ഈ കൊണ്ടുവന്ന ആളാരാണ്? അല്ല അത് വേറെ പ്രശ്നം, നീ ഒന്നും അറിയണ്ട, നീ അവിടെ ഇരുന്നോന്ന് പറഞ്ഞു. അപ്പം അല്ലാതെ അങ്ങനെ പറഞ്ഞാൽ ശരിയായല്ലോ, നബിയുടെ മക്കളെ അടിമയാക്കുന്നു, നബിയുടെ മക്കളെന്നൊക്കെ ഇവിടെ നിന്ന് പല പ്രാവശ്യമായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത് ആരാണെന്ന് അറിയണമല്ലോ, അറിഞ്ഞിട്ട് തന്നെ നിങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ ചെയ്ത് അവസാനം നബിയുടെ മക്കൾ എന്നൊക്കെ ഇവിടുന്ന് പറഞ്ഞേക്കുന്നുണ്ട്, സംഭവം അറിയണം ആരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് ഇയാൾക്ക് ദേഷ്യം പിടിച്ചു. രണ്ടാമത് അവർ പിന്നെ സിറിയയിലെ ഏറ്റവും സുന്ദരിയായ കക്ഷിയാണ് എന്നാണ് പറയുന്നത്, മിനിമം ദമസ്കസിലെങ്കിലും. അപ്പോൾ അവരിങ്ങനെ തട്ടോടാതെ പിന്നെ മുഖം മറക്കാതെ അവർ വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഇയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇയാൾ പെട്ടെന്ന് ദർബാർ നിർത്തുകയാണ്, ഇത് കഴിയുകയാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ നിർത്തിയിട്ട് എണീച്ചു പോയിട്ട് ഇയാളുടെ പിന്നെ മേലങ്കി രാജകുപ്പായം തന്നെ അയച്ചിട്ട് അവരുടെ തലയിൽ കൊണ്ടിട്ടിട്ട് അവരോട് കൊട്ടാരത്തിൽ കിടക്കാൻ പറഞ്ഞു, അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്നത്തെ സംഭവം അവസാനിപ്പിച്ചിട്ട് പിന്നെ ഇവരെ കൊണ്ടുപോയിട്ട് ഒരു തടവറയിലിട്ടു, ജയിലിൽ. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു ജയിലല്ലേ, ഈ നല്ലോണം ഇരുട്ടുമുറി പോലത്തെ ഇരുട്ടുമുറി തന്നെ, 1-2 ജനൽ മാത്രം പുറത്തേക്കുള്ള. അപ്പോൾ ഒരു 4-5 ദിവസം കുറച്ച് ദിവസത്തേക്ക് ഒരു നേരം മാത്രം ഭക്ഷണം കൊടുത്തിട്ട് ഇവരെ അവിടെ അങ്ങനെ ഇട്ടു. അങ്ങനെ എത്ര കാലം എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇതും പറഞ്ഞിട്ടില്ല, പിന്നെ എന്താണ് പിന്നെ ശിക്ഷയും പറഞ്ഞിട്ടില്ല, എത്ര കാലത്തേക്കാണ് തടവെന്ന് പറയില്ല. ഒരു നേരം മാത്രം ഇത് തുറക്കും, ഒരു നേരം മാത്രം കുറച്ച് റൊട്ടിയും കുറച്ച് വെള്ളവും കൊണ്ടുവച്ച് കൊടുക്കും. അപ്പോൾ ഈ സൈനബ് ബീവിയും ഫിസയും കൂടെ എന്താ വെച്ചാൽ കുട്ടികൾക്ക് ബാക്കിയുള്ളവർക്ക് മാത്രം ഈ ഭക്ഷണമൊക്കെ കൊടുക്കും, ഇവർ പലപ്പോഴും കഴിക്കില്ല. പിന്നെ ഈ സൈനുലാബ്ദീൻ ആണെങ്കിൽ മൂപ്പര് പേര് തന്നെ ഇമാം സജ്ജാദ് എന്നാണ്, മൂപ്പര് മുഴുവൻ സമയത്തും സുജൂദിലും
ഇതിലും ആണ്. അങ്ങനെ അവർ കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം സെക്കിനുമോട് ഒരു ദിവസം രാത്രി എണീറ്റിട്ട് പറഞ്ഞു, ഞാൻ ഉപ്പാനെ കണ്ടു, ഉപ്പ വന്നു ഞാൻ ഉപ്പാനെ കണ്ടു. അപ്പം ഇവർ പറയും, മോള് ഇങ്ങനെ അത് ഉറങ്ങാനായിട്ട് ഇങ്ങനെ ഓരോന്ന് തോന്നുകയാണ്, അല്ല മോള് നല്ലോണം ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഉമ്മറവാവ് പിന്നെയും പിടിച്ച് മടിയിൽ കിടത്തിയപ്പോൾ പറഞ്ഞു, അല്ല ഉമ്മ, ഉപ്പ വന്നു, എന്നിട്ട് എന്നെ കൊണ്ടുപോകാനാണ് വന്നത്, ഞാൻ പോവും, എന്നോട് ഉപ്പൻ്റെ കൂടെ പോകാൻ പറഞ്ഞു. അതും പറഞ്ഞിട്ട് ഈ കുട്ടി പിന്നെ അവരോട് ഉപ്പൻ്റെ തല ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് നേരം വെളുത്തപ്പോഴത്തേക്കിന് അവർ പിന്നെ തല ഇങ്ങോട്ട് ഒറ്റയ്ക്ക് തന്നെ കൊടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചിരുന്നു. അവർ ഉപ്പൻ്റെ ഈ ഹുസൈൻ തങ്ങളുടെ തല ഇങ്ങനെ ഒരു തളികയിലാക്കി ഇതാക്കിയിട്ട് അവർ ഇവരുടെ മുന്നിൽ കൊണ്ടുവച്ചു. ഇതുകൂടെ തടവിൽ തന്നെ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവച്ചിരുന്നു. അപ്പോൾ ഈ കുട്ടി തലേൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കിടന്നു. അപ്പോൾ ഒരുപാട് നേരം കഴിഞ്ഞിട്ടും കുട്ടി എണീക്കാനായിട്ട് ഇവർ ചെന്നിട്ട്, എന്താ മോൾ എത്ര നേരം നീ ഇങ്ങനെ ഉപ്പാൻ്റെ തലേൻ്റെ മുകളിൽ കിടക്കുക, എണീക്കെന്ന് പറഞ്ഞിട്ട് ഇവർ നോക്കിയപ്പോഴത്തേക്ക് കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ജയിലിൽ തന്നെ കുട്ടീനെ മറവ് ചെയ്തു. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പം ഈ കുട്ടികൾ അപ്പോൾ ഈ കുട്ടി എപ്പോഴും ഈ 1-2 ചെറിയ ജനലുണ്ട്, അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുഖം ഈ ജനലിനോട് അമർത്തിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ പലപ്പോഴും കൊട്ടാരത്തിലുള്ള സ്ത്രീകളും ടൗണിലുള്ള പല സ്ത്രീകളും വന്നിട്ട് ഇങ്ങനെ പലപ്പോഴും സംസാരിക്കുകയും കുട്ടിക്ക് വെള്ളം കൊടുക്കുകയും പിന്നെ നിങ്ങൾ ആരാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ കുട്ടി ഇങ്ങനെ പറയും, ഞങ്ങൾ മദീനക്കാരാണ്, ഞാൻ ഹുസൈൻ്റെ മോളാണ്, പിന്നെ ഉമ്മ ഉണ്ട്, ഇവരൊക്കെ ഇങ്ങനെ കുട്ടി ഇതിങ്ങനെ എപ്പോഴും പറയും. കാരണം കുറേ സ്ത്രീകൾക്കും കുറേ ആൾക്കാർക്കും ഒക്കെ ഇതിങ്ങനെ മനസ്സിലായി. അങ്ങനെ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇവരുടെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഈ സംഗതിയൊക്കെ മനസ്സിലായി, ഈ ഹിന്ദിന് സംഗതിയൊക്കെ. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, ഹിന്ദു എന്ന് പറയുന്ന സ്ത്രീ, ഇയാളുടെ ഈ യസീദ് കല്യാണം കഴിക്കുന്ന ഹിന്ദു എന്ന് പറയുന്ന സ്ത്രീ ശരിക്കും കൂഫക്കാരിയാണ്. അവർ നേരത്തെ കൂഫയിലുണ്ടായിരുന്നതാണ്. അവർക്ക് ഇവർ അലിയാർ തങ്ങൾ അവിടെ പിന്നെ ഖലീഫയായിരുന്ന കാലത്ത് അലിയാർ തങ്ങൾ കുടുംബം അവിടെ താമസിക്കുന്ന സമയത്ത് ഇവരെയൊക്കെ അറിയുന്നതുമാണ്. ഇവർക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നു. സൈനബിനെയും ഉമർ ബാബിനെയും ഉമ്മ കുൽസൂമിനെയൊക്കെ നല്ലോണം ബന്ധം ഉണ്ടായിരുന്നവരാണ്. അങ്ങനെ ഒരു ദിവസം പിന്നെ ഈ കൊട്ടാരത്തിലൊരു ജീവനക്കാരി ചെന്നിട്ട് ഇവരോട് പറയും, അവിടെ അത് ഇങ്ങനെ സാധാരണക്കാരൊന്നും അല്ല തോന്നുന്നുണ്ട്, അത് വേറെ ആരോ കാര്യപ്പെട്ട ആളുകൾ ആരോ ഇവർ കൊണ്ടുവന്നിട്ട് ജയിലിലിട്ടതാണ്, ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ ബീവി തന്നെ പോയിട്ട് അവരോട് ചോദിക്കായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടെ പിന്നെ കുറ്റം, ഇത് കാര്യപ്പെട്ടവരാരോ ആണ്, എനിക്ക് തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ടവരാരോ ആണെന്നാണ്, എനിക്ക് അവരോട് ചോദിക്കാൻ മടിയുണ്ട്, അതിനെക്കൊണ്ട് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് പിന്നെ ഇവർ ഇയാളുടെ പിന്നെ ഭാര്യ, പിന്നെ യസീദിൻ്റെ ഭാര്യ, അവർ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ അങ്ങനെ പരിചാരികമാരും കൂട്ടിയിട്ട് അവർ അങ്ങനെ ചെന്നു ജയിലിൽ. അപ്പോൾ അവർ ജയിലടച്ച് കൊടുക്കാനും വൃത്തിയാക്കാനും വെളിച്ചതാക്കാനും ഒക്കെ പറഞ്ഞിരുന്നു. രാവിലെ തന്നെ അങ്ങനെ രാജ്ഞി വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പം ഇവർ വന്നിട്ട് അപ്പം കുറേ നേരം ഇവരോടൊക്കെ ചോദിച്ചു, ആരാണ് നിങ്ങൾ, ആരാണ്. അപ്പോൾ അവരാരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഫിസയോട് ചോദിച്ചു, ഫിസ ഒന്നും മിണ്ടുന്നില്ല. കുറേ നേരം കഴിഞ്ഞിട്ട് അവസാനം ഇവർ നിലത്തിരുന്നിട്ട് ഇവർ സൈനബിനോട് ചോദിച്ചു. അപ്പോൾ സൈനബ് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് ആരെ പറ്റിയാണ് അറിയേണ്ടത്, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, നിങ്ങളുടെ കൊട്ടാരത്തിൽ ആണല്ലോ ഇതുള്ളത്, നിങ്ങളുടെ കൊട്ടാരത്തിനോട് ചേർന്നാണല്ലോ ഇത്, നിങ്ങളുടെ ഭർത്താവാണല്ലോ അതൊക്കെ ചെയ്തത്, എന്നിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, നിങ്ങൾക്ക് ആരെയാണ് അറിയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് അറിയേണ്ടത് നിങ്ങൾ എവിടെ നിന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിപ്പം വരുന്നത് മദീനയിൽ നിന്നാണ്. അപ്പോൾ പറഞ്ഞു, മദീനയിൽ നിന്നാണെങ്കിൽ എനിക്ക് അറിയേണ്ടത് പിന്നെ ഈ ഇമാം ഹുസൈൻ്റെ കുടുംബത്തിനെ പറ്റിയാണ്, അവരെങ്ങനെ കഴിയുന്നു, ഇമാം ഹുസൈൻ്റെ കുടുംബം എങ്ങനെയാണ്. വേറെ ഒന്നും പറഞ്ഞില്ല, ഇമാം ഹുസൈൻ മരിച്ചല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ സൈനബ് എവിടെയാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോരുത്തരുടെ പേരെടുത്ത് ചോദിക്കാം, ഉമ്മർ ബാബ എവിടെയാണുള്ളത്, ഉമ്മ കുൽസുമ എവിടെയുള്ളത്, പിന്നെ കുട്ടികൾ എവിടെയുള്ളത്, സക്കീനമോളപ്പം എവിടെയുള്ളത്. അങ്ങനെ ഒരുപാട് നേരം ഓരോരുത്തർ ചോദിക്കുമ്പോഴും ഇവരൊന്നും ഉണ്ടില്ല, ഇവരിങ്ങനെ തലതാഴ്ത്തിരിക്കുക മാത്രം. പിന്നെ കുറേ കഴിയുമ്പം ഈ ഹിന്ദു എന്ന് പറഞ്ഞ സ്ത്രീ തന്നെ സൈനബ് ബീവിയുടെ പിന്നെ മുടി ഇങ്ങനെ മാറ്റിയിട്ട്, സത്യത്തിൽ നിങ്ങൾ ആരാണ്, സൈനബ് ബീവി എവിടെയുള്ളത് എന്ന് ചോദിക്കും. അപ്പോൾ ഇവർ പറയും, ഹിന്ദു, സൈനബ് ബീവി ഇല്ല. അവരും ഹുസൈൻ തങ്ങളെ അബ്ബാസിൻ്റെ ഒക്കെ കൂടെ മരിച്ചുപോയി. ഇപ്പോൾ ഉള്ളത് സൈനബ് ബീവിയുടെ നിഴൽ മാത്രം, ഹിന്ദുവിന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു നിഴൽ മാത്രമാണ്. അപ്പം അവർക്ക് ഉമ്മറബാബാണ് ഈ ഇരിക്കുന്നത്. പിന്നെ സക്കീനമോളുടെ കബറാണ് കിടക്കുന്നത്.
ഇവിടെ വെച്ചിട്ട് മിനിയാന്നാണ് മരിച്ചതെന്ന് പറയും. അതിലിവർ അപ്പം തന്നെ എണീറ്റിട്ട് ഇവർ നേരെ കൊട്ടാരത്തിലേക്ക് ഓടിപ്പോയിട്ട് ഇവരുടെ മകനുണ്ട്, യസീദിൻ്റെയും മകൻ, പേര് മുആവിയ തന്നെ, അന്ന് ചെറുപ്പക്കാരനാണ്, 18 വയസ്സായ ചെറുപ്പക്കാരൻ. ഇവനെ വിളിച്ചിട്ട് പറയും, പിന്നെ ഉപ്പാൻ്റെ ഇത് നീ അറിയാത്ത പോലെ നീ കളിച്ച പോലെ ഒന്നുമില്ല, അവർ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നബി കുടുംബത്തിനോടാണ്. ഇമാം പിന്നെ അലിയുടെയും ഫാത്തിമയുടെയും മക്കളെയാണ് ആ കൊണ്ടുവന്നിട്ട് ഇതാക്കുന്നത്, മുസ്ലിൻ്റെ ഭാര്യേനെയും പെങ്ങന്മാരെയും ഒക്കെയാണ്. അപ്പോൾ ഇത് നിൽക്കാൻ പറ്റില്ല, ഒന്നുകിൽ അയാളോട് പിന്നെ മര്യാദയ്ക്ക് ഇതാക്കാൻ പറയണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകണം, ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ചെന്നിട്ട് ഇയാളോട് പറയും. അപ്പോഴത്തേക്ക് ഇയാൾക്കും മനസ്സിലാവും അത് സംഗതി കുറേയൊക്കെ കൊട്ടാരത്തിൽ ഒരു ഇത് ആൾക്കാർക്കൊക്കെ പിടിയിട്ടിട്ട്, കൊട്ടാരത്തിന് പുറത്തും കുറേ ആൾക്കാർക്കൊക്കെ പിടിയിട്ടിട്ടുണ്ട്, ആളുകൾ ആരാന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഇതാവാണ് എന്ന് പറഞ്ഞപ്പം. അപ്പം ഇയാൾ ചോദിക്കും, നിങ്ങളിപ്പോൾ എന്ത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന്. അവർ പറഞ്ഞ അടം അവരെ മര്യാദയ്ക്ക്, അവർക്ക് ഏറ്റവും മര്യാദയ്ക്ക് അവർക്ക് കൊടുക്കാനുള്ള സകല മര്യാദയും കൊടുത്തുകൊണ്ട് അവരിവിടുന്ന് ബഹുമാനിച്ചിട്ട് അവരെ ഇവിടുന്ന് അയക്കണം, അല്ലാതെ അവരെ ഇവിടെ അങ്ങനെ നിർത്താൻ പറ്റില്ല. എന്നാൽ നാളെ തന്നെ അതിന് സൗകര്യം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ രാത്രി തന്നെ ഒരു വീട് ഒരുക്കാനൊക്കെ പറയും. ഇതൊക്കെ ആക്കും. പിറ്റേ ദിവസം ഇവരെ പിന്നെ ഹാജരാക്കാൻ പറഞ്ഞിട്ട് ഇയാൾ പറയുമ്പോൾ തന്നെ ദർബാർ വിളിക്കും. എന്നിട്ട് ഇവർക്ക് എല്ലാ സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്ത് ഇവർക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ അവിടെ ആക്കിയിട്ട് ഇവരെ പിന്നീട് രണ്ടാമത്, അപ്പോഴത്തേക്ക് ഏതാണ്ട് പിന്നെ 5-8 മാസം കഴിഞ്ഞിട്ടുണ്ട്, ഇവരിങ്ങോട്ടേക്ക് കൊണ്ടുവരും, ദർബാറിലേക്ക് പിന്നെയും കൊണ്ടുവരും. അപ്പോൾ കൊണ്ടുവരുമ്പോൾ ആൾക്കാർ കാണുമ്പം ഈ അലി സൈനുൽ അബ്ദീൻ ശരിക്കും വയസ്സായതുപോലെയാണ്, ഇവർക്ക് നടക്കാൻ വയ്യ, ചങ്ങലയൊക്കെ ഇത്രയും ദിവസം ചങ്ങലയിലിട്ടിട്ട് കാലിലൊക്കെ മുറിയായിട്ട് ഇങ്ങനെ വേയിച്ച് വലിഞ്ഞിട്ടാണ് മൂപ്പര് വരുന്നത്. വന്നിട്ട് ഇയാളിങ്ങനെ, എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, ഞാനിങ്ങനെയൊന്നും പറഞ്ഞതായിരുന്നില്ല, ഞാൻ പറഞ്ഞതുപോലെയല്ല പിന്നെ സിയാദും അവിടുത്തെ ഗവർണറും പട്ടാളക്കാരും ഞാൻ പറഞ്ഞതുപോലെയല്ല ചെയ്തത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സൈനുൽ അബ്ദീൻ തിരിച്ചും പറയാൻ തുടങ്ങി. അല്ല അതൊന്നും അങ്ങനെ പറഞ്ഞിങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് നഷ്ടപരിഹാരം എന്ന് വെച്ചാൽ നഷ്ടപരിഹാരവും പിന്നെ അതുപോലെ തന്നെ അവരെ കൊല്ലപ്പെട്ടവർക്കുള്ള ഈ ഇതും ദിയാദനവും, കൊല്ലപ്പെട്ടവരുടെ ഇതിനുള്ള ദിയാദനം എന്താ വെച്ചാൽ എത്ര വെച്ചാൽ നിങ്ങൾ ചോദിച്ചോളൂ, പിന്നെ നിങ്ങൾക്ക് ഉള്ളത് ഞങ്ങൾ തരാം, ഞാൻ തരാം. നിങ്ങൾക്ക് ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൊട്ടാരം ഒരുക്കി തരാം, അതല്ല നിങ്ങൾക്ക് പോകേണ്ടത് എങ്ങോട്ട് വെച്ചാൽ അവിടെ എത്തിച്ചു തരാം, നിങ്ങൾക്ക് എന്താണ് നഷ്ടപരിഹാരം, എന്താണ് ദിയാദനം വെച്ചാൽ അതിപ്പോൾ പറഞ്ഞാൽ മതി, ഇപ്പം തരാമെന്ന് പറഞ്ഞപ്പം ഈ അലി സൈനുൽ അബ്ദീൻ എന്തെങ്കിലും പറയുന്നതിൻ്റെ മുമ്പ് സൈനബ് ബീവി പറഞ്ഞ്, യസീദ് ഇനിയെങ്കിലും സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം, ഇനി ഞങ്ങൾക്ക് കാശ് തന്നിട്ട് ഞങ്ങൾ ഈ സഹിച്ചതിന് മുഴുവനും ഞങ്ങളുടെ ഈ മാനത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും ഇനി കാശ് തന്നിട്ട് അതിൽ തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ പ്രവാചക കുടുംബത്തിലുള്ളവർ ഇതൊന്നും സ്വീകരിക്കാത്തവരാണ്, ഞങ്ങൾ പിന്നെ സക്കാത്ത് സ്വീകരിക്കും, ഞങ്ങൾക്ക് അങ്ങനെ സക്കാത്തിൻ്റെ അവകാശമൊന്നുമില്ലല്ലോ, ഞങ്ങൾ സക്കാത്തിൻ്റെ ആൾക്കാരൊന്നുമല്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ സക്കാത്തല്ല, സക്കാത്തല്ല ബീവി, ഞങ്ങൾ ഇതിന് നഷ്ടപരിഹാരം ഇപ്പോൾ ഒന്നും വേണ്ട, കാശ് തരിക എന്നുള്ളത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത് മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത്. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പിന്നെ ആളുകളുടെ മുഴുവൻ തലകൾ കിട്ടണം, ഹുസൈൻ തങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെ ഈ കൊല്ലപ്പെട്ട ആൾക്കാരുടെ മുഴുവൻ തലകളും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. ഞങ്ങൾക്കത് കൊണ്ടുപോയിട്ട് കർബലയിൽ അവരുടെയൊക്കെ മറ ചെയ്തിട്ടില്ലെങ്കിൽ തലയോട് കൂടിയിട്ട് അവർ മറ ചെയ്യണം, അല്ല അവരുള്ള ബോഡി മറ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് എല്ലാവരുടെയും തല മറ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകണം, വേറെ ഞങ്ങൾക്കൊന്നും വേണ്ട, പോകാനുള്ള അനുവാദം തന്നാൽ മതി, ഞങ്ങൾ എങ്ങനെയെങ്കിലും പോയിക്കോളാം. പിറ്റേന്ന് അപ്പോൾ ഇവരെ ഈ ഒരുക്കിയ സ്ഥലത്തേക്ക് ഇവർ കൊണ്ടുപോകും. പിറ്റേന്നായപ്പോഴത്തേക്ക് ഇങ്ങനെ ഇയാൾ ഈ പോകാനുള്ള സംഘത്തിന് ഇവർക്ക് മുഴുവൻ ഒട്ടകങ്ങളും കുതിരകളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇവർക്ക് ഇങ്ങനെ അകമ്പടിക്ക് ആളുകളെയൊക്കെ വെച്ചിട്ട് ഇതാക്കി കൊടുക്കും. അപ്പം തന്നെ ഈ തിരിച്ചു പോകുന്ന സമയത്ത് ഈ ബീവി സൈനബിനെ എന്നിട്ട് സ്ത്രീകളെയും കുട്ടികളെയും ഓരോരുത്തർ ഒട്ടകപ്പുറത്ത് കുതിരപ്പുറത്തും കയറ്റിയിരുത്തി ജീനിയൊക്കെ വലിച്ചു കെട്ടിയതാക്കുമ്പോൾ അപ്പം ഇയാൾ ചെയ്തിട്ട് അവർ വേണ്ട അതൊക്കെ ഇവർ ചെയ്തു തരും എന്ന് പറയുമ്പോൾ ആരും ചെയ്തു തരണ്ട, ഇങ്ങോട്ട് ഞങ്ങൾ വന്നത് എങ്ങനെ ഞങ്ങൾക്കറിയാം, അങ്ങനെ തന്നെ ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ പോവും. അങ്ങനെ ഈ പിന്നെ തലകളൊക്കെ ഇവരുടെ കൂടെ ഉണ്ട്. അങ്ങനെ അവർ ഏതാണ്ട് 1 വർഷം ആകുമ്പോഴാണ് ഇവർ പിന്നെ തിരിച്ച് കർബലയിലെത്തുന്നത്. കർബലയിലെത്തുമ്പോഴത്തേക്ക് മദീനയിൽ നിന്ന് വന്ന 1-2 ആൾക്കാർ, ജാഫർ എന്നൂർ എന്നാണ് മൂപ്പരെ എല്ലാവരും വിളിക്കുന്നത്, വളരെ പ്രായമുള്ള 10-90 വയസ്സുള്ള നബിയുടെ കാലം മുതലുള്ള. അപ്പോൾ നബി ഇയാളോട് പറഞ്ഞിട്ടുമുണ്ട് ഇങ്ങനെ കർബലയിൽ ഹുസൈൻ്റെ പിന്നെ ഹുസൈൻ്റെ മയ്യത്ത് മറ ചെയ്യാതെ കിടക്കുമ്പോൾ ചെന്നിട്ട് മറ ചെയ്യുന്നതിന് നീ സാക്ഷ്യം വഹിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് പിന്നെയും സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഈ ജാഫർ എന്ന് പറഞ്ഞാൽ മൂപ്പര് ഒരു ഗോത്രത്തലവൻ കൂടിയാണ്. മൂപ്പര് ഗോത്രത്തിലെ ആൾക്കാരെയും ചെറുപ്പക്കാരെയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് കർബലയിൽ പോകണം, അവിടെ പോയിട്ട് എന്താണ് സംഗതി നമുക്ക് അറിയണം എന്ന് പറഞ്ഞിട്ട് മൂപ്പര് വരുന്ന
മൂപ്പര് വന്ന് ഇവിടെ തമ്പ് കെട്ടി താമസിക്കുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ സ്ത്രീകളും കുട്ടികളും ഒക്കെ അവിടെ എത്തുകയും ഇവർ ഇതൊക്കെ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം ഇവിടുന്ന് പുറപ്പെടുമ്പം ഈ പിന്നെ ഈ ഉമ്മു റുബൈബ ഈ സ്ത്രീയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഈ യസീദിൻ്റെ ഭാര്യ ഈ ഹിന്ദിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആരുമില്ലാതെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ലാതെയാണ് സക്കീന മോളുടെ മയ്യത്ത് ഇവിടെ കിടത്തിയിട്ട് ഞങ്ങൾ പോകുന്നത്, ഇവിടെ ഈ കബറിൽ ഇവിടെ കിടത്തിയിട്ട് പോകുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെങ്കിലും വന്നിട്ട് ഒരു ഫാത്തി ഓതാൻ പോലും ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല. അപ്പം നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് വന്നിട്ട് കുറച്ച് പൂവ് ഇതിൻ്റെ മുകളിലിടാൻ ഏർപ്പാടാക്കണം. ഇപ്പം ദമസ്കസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്, ഒരു പിന്നെ മുസോളിയമാണ് ഈ സക്കീനയുടെ ഖബർ. അങ്ങനെ ഇവർ വന്നു, ഇവർ പിന്നെ ഇവിടെ ഇതായി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു കുറച്ചൊന്ന് രണ്ടാഴ്ച അവിടെ ചില വീടുകളിലൊക്കെ അതിൻ്റെ അവിടെ നിന്ന് ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ ഇവർ തിരിച്ച് മദീനയിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പം മദീനയിലേക്ക് പോകുമ്പോൾ പിന്നെ ഈ ഉമ്മു റുബൈബ മാത്രം പറയും, ഇനി ഞാനില്ല, പിന്നെ ഇനി ആരുമില്ല, ഈ അലി അസ്ഗറിൻ്റെ ഇനി എനിക്കവിടെ ആരുമില്ല. പിന്നെ ഈ കുഞ്ഞുണ്ടായിരുന്ന അലി അസ്ഗർ മാത്രം, അലി അസ്ഗർ ഇവിടെ കിടക്കുന്നു, ഹുസൈൻ തങ്ങൾ ഇവിടെ കിടക്കുന്നു, എല്ലാവരും ഇവിടെ ഉണ്ട്, ഇനി ഞാനില്ല, ഞാനിവിടെ എവിടെയെങ്കിലും നിൽക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഹുസൈനെ ബീബി ഇവരും കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇവരെ കൊണ്ടുപോയി ഇവർ പിന്നെ മദീനയിലെത്തിയപ്പോൾ ഇവരുടെ ഈ ഉമ്മു റുബൈബയുടെ അനിയത്തി, ഇവരുടെ ഏറ്റവും ഇളയ ഒരു അനിയത്തി മാത്രം സുഖമില്ലാതെ അവരന്ന് ഹുസൈൻ തങ്ങളുടെ പെങ്ങന്മാരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ ഫാത്തിമ സഗറ എന്ന് പറയുന്ന അവർ മാത്രം സുഖമില്ലാത്തത് കൊണ്ട് അവരെ കൂട്ടാതെ അവർ ഇവിടെ ഉണ്ടായിരുന്നു. അവരിപ്പോഴും അസുഖത്തിൽ തന്നെ, നല്ലോണം അസുഖത്തിലാണ്. നബിയുടെ ഒരു ഭാര്യയായ ഉമ്മു സൽമ എന്ന് പറയുന്ന മുസൽമാൻ ബീബിയാണ് നിന്നിട്ട് ഇവരെ പിന്നെ പരിചരിക്കുന്നത്. അപ്പം അപ്പോഴത്തേക്കും മദീനയിൽ ഇങ്ങനെ ഒറ്റക്ക് ആൾക്കാർ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഇവരൊക്കെ ഈ വീട്ടിൽ കൂടിയിട്ട് ഉമ്മു സൽമ ബീവിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ദിവസത്തിലാണ് പിന്നീട് ഇങ്ങനെ ഇവർ ഈ സംഘം ചേർന്നിട്ട് അവിടെ എത്തുന്നത്. അപ്പോൾ എത്തുമ്പോൾ തന്നെ അപ്പം അവിടുത്തെ ഈ കൊട്ടാരത്തിലുള്ള സംഭാഷണത്തിൽ വേറെ ഒരു ഇതുണ്ട്. അപ്പം ബീവി പറയുന്നത്, ഞങ്ങൾക്ക് നിങ്ങൾ നഷ്ടപരിഹാരവും പൈസയും ഇതൊന്നും തരണ്ട, ഞങ്ങളുടെ അടുത്ത് നിന്ന് അന്ന് രാത്രി പിടിച്ചെടുത്ത സാധനങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ടെൻറ്റുകളൊക്കെ കത്തിച്ച് അന്ന് രാത്രി അവിടുന്ന് പിടിച്ചെടുത്ത മുഴുവൻ സാധനങ്ങളും തരണം, അത് സാധനമായിട്ട് തന്നെ കിട്ടണം, അത് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞ ആളിൽ അങ്ങനെ വിലപ്പെട്ട സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ല, വിലപ്പെട്ട സാധനങ്ങളൊന്നുമില്ല. കുറച്ച് പിന്നെ ഒരു മരത്തിൻ്റെ തൊട്ടിൽ പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് പഴയ ഡ്രസ്സുകൾ, അങ്ങനത്തെ സാധനങ്ങളൊന്നും നല്ല വിലപ്പെട്ടതൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു, യസീദ് നിങ്ങൾക്ക് ഈ സാധനങ്ങളുടെ വില അറിയില്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിലപ്പെട്ടതാണ്. എൻ്റെ ഉമ്മ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പർദ്ദ, അത് ഉമ്മ മരിച്ചതിന് ശേഷം പാരമ്പര്യ അവകാശമായിട്ട് എനിക്ക് കിട്ടിയ പർദ്ദ, ആ പർദ്ദയായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പർദ്ദ. എൻ്റെ ഉമ്മ ഫാത്തിമ ബി തുന്നി ഉണ്ടാക്കിയ പർദ്ദ, ആ പർദ്ദ എനിക്ക് വലുത് തന്നെയാണ്. പിന്നെ ഈ അല്ലിയാർ തങ്ങൾ പുതിയാപ്പിള പോകുമ്പം ഇട്ടിട്ടുള്ള ഡ്രസ്സ്, അത് സൈനുലാബ്ദീന് പോകുമ്പോൾ സൈനുലാബ്ദീൻ ഇട്ട് കൊടുത്ത്, സൈനുലാബ്ദീന് ശേഷമുള്ള കുട്ടികളോ അല്ല സലിയാബ്ദീൻ തങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഇട്ടിട്ടുള്ള ഡ്രസ്സ്, അത് സൈനുലാബ്ദീൻ ആദ്യമായിട്ട് യുദ്ധത്തിന് പോകുമ്പോൾ സൈനുലാബ്ദീൻ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹുസൈൻ കാത്തു സൂക്ഷിച്ച ഡ്രസ്സാണ് അത്. ഞങ്ങൾക്കത് വലുതാണ്. പിന്നെ അലി അസ്ഗറിനെ കിടത്തിയിരുന്ന തൊട്ടിൽ, അത് നബിയുടെ ഒരു സുഹൃത്ത് കൊണ്ട് കൊടുത്തിട്ട് നബി ഞങ്ങൾക്ക് തന്ന തൊട്ടിലാണ്. ഈ സാധനങ്ങളൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലുതാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഈ സംഗതികളൊക്കെ വാങ്ങിയിട്ട്, പിന്നെ ഹുസൈനെ മരിച്ചിട്ട് ഇവർ തല കൊയ്തെടുക്കുമ്പോൾ, തല അറുത്തെടുക്കുന്ന സമയത്ത് ഹുസൈൻ വധിച്ചിരുന്ന ആ രക്തം പെറേണ്ട വസ്ത്രം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അതേ ഉള്ളൂ ബാക്കി, അപ്പോൾ അത് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങിയിട്ടാണ് ഇവർ പോകുന്നത്. അവിടെ ചെന്ന ഉടനെ തന്നെ ഈ ഹുസൈൻ ബീവി ആദ്യം ചെയ്യുന്നത് ഈ സാധനങ്ങൾ മുഴുവൻ കൊണ്ടുപോയിട്ട് പിന്നെ റസൂൽ റൗള ഷരീഫിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് റസൂലിനെ കാണിച്ചിട്ട് ഇത് പരാതി പറയുന്ന പോലെ പറയാണ്. അവിടുന്ന് അവരെ എഴുന്നേറ്റിട്ട് പിന്നെ അങ്ങനെ തന്നെ പോയിട്ട് അവർ ഫാത്തിമ ബീവിൻ്റെ അന്ന് പിന്നെ ഫാത്തിമ ബീവിൻ്റെ കവറും ഫാത്തിമ ബീവിൻ്റെ ഇതുപോലത്തെ സംഗതികളൊക്കെ ഉള്ളത് തന്നെയാണ്. പിന്നീടാണത് അടുത്ത കാലത്താണത് പൊളിച്ചതാകുന്നത്. പിന്നെ ഫാത്തിമ ബീവിൻ്റെ കവറുകൾ ചെന്നിട്ട് വെറുതെ സാധനം ഈ സംഗതികളും ഇതൊക്കെ പറയുന്നു. അപ്പോൾ പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് മദീനയിലുള്ള സംഭവങ്ങളാകെ മാറി. മദീന നഗരത്തിലും മുഴുവൻ മനുഷ്യന്മാരും പിന്നെ ഒരുമിച്ച് കൂടി. പിന്നെ നബിയുടെ ബാക്കിയുള്ള ഭാര്യമാരുണ്ട്, മുസൽമ ബീബിനെ പോലത്തെ ആൾക്കാരുണ്ട്. പിന്നെ ഈ പറയുന്ന ഇവിടുത്തെ അന്നേ കാലത്ത് 80 വയസ്സായ വളരെ പാരമ്പര്യമുള്ള സഹാബാക്കളുണ്ട്. ഇത്തരം ആൾക്കാരൊക്കെ കൂടി
ഇവർ ഓരോരുത്തരും പിന്നെ പിന്നെ യസീദിനുള്ള ഓരോരുത്തരും ചെരുപ്പെടുത്ത് വലിച്ചെറിഞ്ഞിട്ടൊക്കെയാണ് പറയുന്നത്. ഈ ചെരുപ്പ് എറിയുന്നത് പോലെ ഞാൻ യസീദിനുള്ള ഇത് എറിഞ്ഞു കളയാണ്, യസീദിനുള്ള പിന്നെ ബയ്യത്ത് ഞാൻ വലിച്ചെറിയാണ്, യസീദിനുള്ള ബന്ധിനെ വലിച്ചെറിയുക. ചിലർ തലയെക്കെട്ട് ഊരിയിട്ട് വലിച്ചെറിഞ്ഞിട്ട് ഈ തലയെക്കെട്ട് വലിച്ചെറിയത് ഈ തലപ്പാവ് വലിച്ചെറിയുന്നത് പോലെ ഞാൻ യസീദിനോടുള്ള ബയ്യത്ത് വലിച്ചെറിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും അങ്ങനെ മദീന ആകെ ഇളകി. പിന്നെ സംഭവിക്കുന്ന ചരിത്രത്തിൽ അതിഭീകരമായ 2 സംഭവങ്ങളാണ്. പിന്നെ ആകെ മദീന ആകെ ഇളകി. അയാളെ ഗവർണർ അവിടുന്ന് പുറത്താക്കി, വലീദിനെ ഗവർണർ പുറത്താക്കി. അവിടെ വേണ്ട എന്ന് പറഞ്ഞു, ഇവിടുത്തെ മദീനക്കാർ ഭരിക്കണമെന്ന് മദീനക്കാർ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കരമായ പ്രശ്നമൊക്കെ ആയിക്കഴിഞ്ഞു. പിന്നെ സംഭവിക്കുന്നത് നമുക്ക് കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഈ നേരത്തെ അദ്ദേഹം കൻഫർ പറഞ്ഞ പോലെ ഇത് സംഭവം പറയുമ്പോൾ സംഭവത്തിൻ്റെ പശ്ചാത്തലം പറയണം എന്ന് പറഞ്ഞ പോലെ പിന്നെ സംഭവിക്കുന്നത് ഇയാൾ അതിഭയങ്കരമായ ഒരു പട്ടാളത്തിനെ മദീനയിലേക്ക് അയക്കാണ്. മദീന പൂർണ്ണമായി കീഴടക്കിയിട്ട് പിന്നെ 3 ദിവസം എന്തും ചെയ്യാം എന്നുള്ള സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് പട്ടാളക്കാർക്ക് 8000 പട്ടാളക്കാരെ മദീനയിലേക്ക് അയക്കുന്നു. മദീന പോയി കീഴടക്കുക. മദീന കീഴടക്കി കഴിഞ്ഞിട്ട് 3 ദിവസം പട്ടാളക്കാർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഒന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അയക്കുന്നത്. ആ 3 ദിവസങ്ങളുണ്ട്. അത് പിന്നെ അത്യാവശ്യം ചരിത്രം പഠിച്ചു നോക്കിയാൽ അറിയാം. അതിങ്ങനെ ഈ കുഴപ്പത്തിൻ്റെ ദിവസങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. കുഴപ്പത്തിൻ്റെ വർഷം എന്നുമാണ് ആ വർഷത്തിന് അറിയപ്പെടുന്നത്. പിന്നെ ആ 3 ദിവസം ഈ മദീനത്ത് നബിയിൽ നിന്ന് ബാങ്കുൽ വിളിയും പള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല, ബാങ്കുൽ വിളി നിസ്കാരമൊന്നും ഉണ്ടായിരുന്നില്ല. ആ 3 ദിവസം ഇവർ ചെയ്തത് ആദ്യം പിന്നെ കുതിരകളെ കൊണ്ടുപോയിട്ട് ഈ പള്ളി കെട്ടുകയാണ്. അങ്ങനെയായിരുന്നു 3 ഇത് ചെയ്തത്. പിന്നെ അവർ ചെയ്യാത്തതൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള പിന്നെ ആണുങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളെയും കൊല്ലുകയും സ്ത്രീകളെ മുഴുവൻ ഉപദ്രവിക്കുകയും ചെയ്തിട്ടാണ് അവർ 3 ദിവസം അവർ ആഘോഷിച്ചത്. 3 ദിവസം മദീനത്ത് നബിയിലൊന്നും നടന്നില്ല. അത് കഴിഞ്ഞിട്ടും നിർത്തിയിട്ടില്ല. പിന്നെ അവർ പിന്നെ മക്കയിലേക്ക്, പിന്നെ അടുത്ത ഇയാൾ പട്ടാളത്തെ അയക്കുന്നത് മക്കയിലേക്കാണ്. മക്കയിലേക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മക്കയിൽ പിന്നെ ഇയാളുണ്ട്, പിന്നെ ഇബ്നു സുബൈറുണ്ട്. ഇബ്നു സുബൈറും ഇത് പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇതാവില്ല എന്നും പിന്നെ അംഗീകരിക്കില്ല എന്നും ബയ്യത്ത് ചെയ്യില്ല എന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഇബ്നു സുബൈർ. അവസാനം ഇയാളുടെ പട്ടാളത്തെ അയച്ചെന്ന് പറഞ്ഞാൽ അന്ന് ഇവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വെടിയുണ്ടൊക്കെ ഇതാക്കുന്ന പരിപാടിയുണ്ട്. എന്താണ് പറഞ്ഞാൽ തീയുണ്ട ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്. വെടിയുണ്ടല്ല, വെടിമരുന്നില്ല, നാഫ്ത, പിന്നെ ഇങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പെട്രോളിയം ഉറവുകളുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ നിന്ന് നാഫ്ത കോരി എടുത്തിട്ട് പിന്നെ ഇങ്ങനെ താൽക്കാലിക സംവിധാനം വെച്ചിട്ട് അത് പിന്നെ അങ്ങനെ പിന്നെ ഇതാക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വാറ്റിയെടുത്തിട്ട് നാഫ്ത മാത്രമാക്കി വാറ്റിയെടുത്തിട്ട് ഇത് തുണിയിൽ കെട്ടിയാൽ അത് എന്നിട്ട് അത് അമ്പിൻ്റെ വക്കത്ത് പിന്നെ ഒന്നുകിൽ ഇതിൻ്റെ അമ്പിൽ ചുറ്റിയിട്ട് അമ്പിൻ്റെ വക്കത്ത് തീ കൊടുത്താൽ തീ അമ്പായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഇത് മാത്രം തുണി കെട്ടിയിട്ട് ഇത് മുക്കിയിട്ട് ഇതാക്കിയാൽ അത് തീഗോളമാക്കി മാറ്റാൻ പറ്റും. എന്നിട്ട് ഇപ്പുറത്ത് മലേൻ്റെ മുകളിൽ ഇങ്ങനെ ഇത് തെറ്റാൽ വലിയ മരത്തിൻ്റെ വലിയ തെറ്റാൽ ഉണ്ടാക്കിയാൽ ഈ തീഗോളം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ട് ഇവരന്ന് പിന്നെ കഅബേൻ്റെ ഇതുവരെ കത്തിച്ചു, കഅബേൻ്റെ കില്ല വരെ അങ്ങനെ കത്തിച്ചിട്ട് ഇതാക്കി. അവസാനം ഈ ഇബ്നു സുബൈറിൻ്റെ കൂടെ ആരുമില്ലാതെയായി. ഇബ്നു സുബൈർ ഒറ്റയ്ക്കായപ്പം ഇബ്നു സുബൈർ ചെന്നിട്ട് ഉമ്മാനോട് ചോദിച്ചു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഉമ്മ ചോദിച്ചു, എന്നോടാണോ ചോദിക്കേണ്ടത്? ഇത്രയും പ്രായമായ ഒരു സ്ത്രീയോട് ആണോ വന്നിട്ട് എന്താ ചെയ്യേണ്ടത് ചോദിക്കേണ്ടത്? നീ ഒരു ഫൈറ്ററല്ലേ? അവൻ്റെ മൂപ്പരപ്പാൻ്റെ പേര് പറഞ്ഞു, നീ ഇന്ന ആളെ മോനല്ലേ, നീ ഒരു ഫൈറ്ററല്ലേ, എന്നിട്ട് നീ ഒരു യുദ്ധത്തിൻ്റെ നടുവിൽ വന്നിട്ട് എന്നോട് പിന്നെ ഞാനെന്ത് ചെയ്യേണ്ടത്? ഞാനാണോ ചെയ്യേണ്ടത്? നീ ചെയ്തതിൻ്റെ ബാക്കി നീ തന്നെയല്ലേ ചെയ്യേണ്ടത്? ജീവനോടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്നെ നീ ജീവനോടെ കണ്ടിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത്, അങ്ങോട്ട് തന്നെ പോകുമെന്ന് പറഞ്ഞിട്ട് ഇവർ പോയി. എന്നിട്ട് മൂപ്പര് ഒറ്റയ്ക്ക് നിന്നിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അവർ പിടിച്ചിട്ട് കൊന്നിട്ട് മൂപ്പര് അവിടെ കുരിശിൽ കെട്ടിയ പോലെ കെട്ടിയിട്ടു മക്കത്ത്. അങ്ങനെ 8 ദിവസം കഴിഞ്ഞപ്പോൾ 9ാമത്തെ ദിവസം ഇവർ തന്നെ, ഈ സ്ത്രീ തന്നെ നേരിട്ടിട്ട് അവിടെ ഗവർണറുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞല്ല, ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ദിവസത്തോട് ദിവസം 8 ദിവസം കഴിഞ്ഞില്ലേ, ആ ചെറുപ്പക്കാരനെ കുളിക്കേണ്ടി വരും ഇറക്കി വിട്ടേക്ക് അതൊക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് കേട്ടിട്ട് നാണക്കേട് കൊണ്ട് മാത്രമാണ് അയാളിത് അയച്ചു കൊടുത്തത്, ഉമ്മ വന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയായിരുന്നു പിന്നീട് ഇവർ ഈ ബാക്കിയുള്ള കാലഘട്ടം മുഴുവൻ കൈകാര്യം ചെയ്തത് അതിനുശേഷം. അപ്പോൾ അതാണ് കർബലയുടെ ഒരു ചുരുക്കത്തിലുള്ള കർബലയുടെ കഥ എന്ന് പറഞ്ഞാൽ.